എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ഓംകാര മന്ത്രോജ്വലം ശ്രീചക്രാങ്കിത ബിന്ദു മധ്യവസതീം ശ്രീമത് സഭാനായകീം ശ്രീമത് ഷൺമുഖ വിഘ്നരാജ ജനനീം ശ്രീമത് ജഗന്മോഹിനീം മീനാക്ഷി പ്രണതോസ്മി സന്തതമഹം കാരുണ്യവാരാനിധിയും. കാരുണ്യ വാരാനിധിയായിരിക്കണം മീനാക്ഷി. നമ്മുടെ സാക്ഷാൽ ത്രിപുര സുന്ദരിയാണെന്നും ദേവി ശ്യാമള പരമേശ്വരിയുടെ ഒരു ഭാവത്തില് മധുര നഗരത്തിൽ ആവിർഭവിച്ചുവെന്നും നമ്മൾ കണ്ടു. ദേവിയുടെ അച്ഛനമ്മമാര് മേനയും ഹിമവാനുമാണെന്ന് ഒരു പുരാണം പറയുന്നു. നേരത്തെ വിദ്യാവതി എന്ന് പറയുന്ന ഒരു വിശ്വവസുവിന്റെ പുത്രിയായിട്ടുള്ള ഗന്ധർവന്മാരുടെ തലവനായിട്ടിരിക്കുന്ന വിശ്വവസു, അദ്ദേഹത്തിന്റെ പുത്രിയായിരിക്കുന്ന വിദ്യാവതി മധുര ക്ഷേത്രത്തിൽ വരികയും മധുര മീനാക്ഷി ആരാധിക്കുകയും ദേവി ഒരു 3 വയസ്സുള്ള കുഞ്ഞായിട്ട് വിദ്യാവതിയുടെ കൂടെ കളിക്കുകയും കൂടെ ഇരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ എന്താണ് വേണ്ടത്, എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ കൊച്ചുകുട്ടി അതുപോലെ തിരിച്ച് അമ്മയുടെ അടുത്ത് ചോദിക്കുന്നില്ല, അമ്മയ്ക്ക് എന്താ വരം വേണ്ടെന്ന് അങ്ങോട്ട് ചോദിക്കുകയും കളിയായിട്ട് ചോദിച്ചതാണെന്ന് വിചാരിച്ച് വിദ്യാവതി പറയുന്നു, എനിക്ക് നിന്നെ മകളായിട്ട് വേണം, മകളായിട്ട് കുഞ്ചിക്കണം, ഇതുപോലെ സ്നേഹത്തോടു കൂടി എൻ്റെ അടുത്ത് ഇരിക്കണം എന്ന് പറഞ്ഞപ്പോ ദേവി ത്രിപുര സുന്ദരിയായിട്ടുള്ള തന്റെ രൂപം കാണിച്ചു കൊടുക്കുകയും ആ ഒരു വരം കൊടുക്കുകയാണ്. അടുത്ത ജന്മത്തിൽ നീ കാഞ്ചനമാലയായിട്ട് മലയധ്വജ പാണ്ഡ്യന്റെ ഭാര്യയായിട്ട് ജനിക്കും, നിങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തതിയായിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞ് അനുഗ്രഹം കൊടുക്കുകയാണ്. അപ്പൊ 2 അനുഗ്രഹങ്ങളും മേനയും ഹിമവാനുമാണെങ്കിലും ഈ പറഞ്ഞ എന്താ പറയാ വിദ്യാവതിക്കാണെങ്കിലും 2 പേർക്കും ദേവി അനുഗ്രഹം കൊടുത്തു. അപ്പൊ ഈ അനുഗ്രഹത്തിന്റെ ഫലമായിട്ട് മലയധ്വജ പാണ്ഡ്യനും കാഞ്ചനമാലയ്ക്കും 99 അശ്വമേധ യാഗത്തിന് ശേഷം 100ാമത്തെ പുത്രകാമേഷ്ടി യാഗത്തില് യാഗകുണ്ഡത്തിൽ നിന്ന് പൂർണ്ണാഹൂതി സമയത്ത് 3 വയസ്സുള്ള പച്ച സ്ഫടിക നിറത്തിലുള്ള ആ ഒരു കൊച്ചു പെൺകുട്ടിയായിട്ട് പാലയായിട്ട് ദേവി അഗ്നി ഭഗവാൻ കയ്യിലെടുത്ത് കൊണ്ടുവരുന്ന പോലെ 3 വയസ്സുള്ള കുഞ്ഞായിട്ട് ആവിർഭൂതയാകുകയാണ്. നമ്മള് കാഞ്ചനമാലയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയും ആ അമ്മ എന്ന് വിളിച്ച് ഓടിച്ചെല്ലുന്നു. മലയധ്വജ പാണ്ഡ്യൻ വളരെ എന്താ പറയുക സന്തോഷഭരിതനായിട്ട് അച്ഛ എന്ന് വിളിക്കുന്നു പറഞ്ഞ് കാത്തിരിക്കുകയാണ്. കുഞ്ഞമ്മയുടെ അടുത്ത് ഓടിച്ചെന്നു. അത് കഴിഞ്ഞാണ് അച്ഛൻ്റെ അടുത്ത് വരുന്നത്. അച്ഛൻ മടിയിൽ കയറ്റിയിരുത്തി കളിപ്പിക്കുമ്പോൾ കുഞ്ഞിന് ത്രിസ്തനിയായിട്ട് ജനിച്ചത് കാണുന്നുണ്ട്. അപ്പൊ 3ാമത്തെ സ്തനം അത് കേട്ട് വളരെയധികം ദുഃഖിതനായി കണ്ടിട്ട് അപ്പൊ അദ്ദേഹം എന്താണ്, ഞാൻ ഇത്രയും യാഗങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്കൊരു കുഞ്ഞിനെ ഇങ്ങനെ പെൺകുട്ടിയല്ലേ, ഞാൻ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കും, പിന്നെ ഇവളെ ഈ പാണ്ഡ്യരാജ്യം ഭരിക്കേണ്ടതല്ലേ, എന്താണ് കുറച്ച് വികൃതമായിട്ടുള്ള 3ാമത്തെ സ്ഥാനം വന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അശരീരി കേൾക്കുകയാണ്. അല്ലയോ മലയധ്വജ, നീ വിഷമിക്കേണ്ട, ഈ കുഞ്ഞ് എപ്പോഴാണോ തന്റെ വരനെ കാണുമ്പോൾ, തന്റെ ഭർത്താവിനെ വിവാഹം കഴിക്കുന്ന ആളെ കാണുമ്പോൾ 3ാമത് വളരെയധികം ആഴത്തിലുള്ള അർത്ഥങ്ങളുള്ളതാണ് ഇതെല്ലാം തന്നെ. അവസാനം നമ്മൾ ഇതിന്റെ തത്വങ്ങളെല്ലാം കാണുമ്പോൾ അതും കൂടെ കാണും. ആ തന്റെ വരനെ കാണുമ്പോൾ ആ 3ാമത്തെ സ്ഥാനം കൊഴിഞ്ഞു പോവുകയും നീ വിഷമിക്കേണ്ട, എല്ലാം ഭംഗിയായിട്ട് ഈ കുഞ്ഞ് നിന്റെ പാണ്ഡ്യ വംശത്തിന് തന്നെ ഒരു തിലകക്കുറിയായി മാറും എന്ന് അശരീരി കേൾക്കുകയാണ്. മലയധ്വജ പാണ്ഡ്യൻ സന്തോഷമായി. അവരങ്ങനെ ഈ കുഞ്ഞിനെ 3 വയസ്സുള്ള കുഞ്ഞിനെ അരമനയിൽ കൊണ്ടുപോയി 2 പേരും മാറി മാറി കളിപ്പിക്കുകയും തന്റെ ആ ഒരു പുത്ര ദുഃഖത്താൽ തപിച്ചിരുന്ന ദമ്പതികൾക്ക് എങ്ങനെയാണോ മഴയില്ലാതെ വരുമ്പോ പെരുമഴ കിട്ടുന്നത്, അതുപോലെ സ്നേഹം കൊണ്ട് ഈ കുഞ്ഞിനെ മൂടുകയാണ്. എങ്കിലും കുട്ടി അരമനയെ കിടക്കുമ്പോൾ ചില കഥകളൊക്കെ പറയുന്നുണ്ട്. അരമനയെ കിടക്കുകയും ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ കരയുന്നു. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ തന്റെ കൈലാസത്തില് തന്റെ ഗണപതിയും സുബ്രഹ്മണ്യനെയും കാണാനാണ്. അപ്പൊ ഈ ഗണപതിയും സുബ്രഹ്മണ്യനും ആ ഒരു പള്ളിയറയിൽ എത്തുകയും 2 പേരും കൊച്ചു മീനാക്ഷിക്ക് 3 വയസ്സുള്ള കുഞ്ഞായിട്ടിരിക്കുന്ന തന്റെ മക്കളായിരിക്കുന്ന ഗണപതിയും സുബ്രഹ്മണ്യനും വന്ന് പാൽച്ചോറും പലഹാരങ്ങളൊക്കെ കൊടുക്കും. സന്തോഷത്തോടെ ദേവി ചിരിക്കുന്നു. ഒരുപാട് കഥകള് ഇതുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. ഒറ്റപാട്. അതാണ് മീനാക്ഷിയുടെ ചരിത്രത്തില്. മീനാക്ഷി വൈഭവത്തിൽ തന്നെ ഉണ്ട്. എല്ലാം നമുക്ക് കാണാനായിട്ടുള്ള സമയമില്ലാത്തതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇതിന്റെ താത്വികമായിട്ടുള്ള അർത്ഥങ്ങള്, മീനാക്ഷി ശ്രീവിദ്യ ഉപാസകൻ എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ഉപാസനാ ഫലം നൽകുന്നത്, ഇത് വായിച്ച നമുക്ക് എന്തൊക്കെയാണ് ഫലങ്ങള്, ഉപാസകരെ സംബന്ധിച്ച് എന്താണ് ആ മീനാക്ഷി ക്ഷേത്രവും ഹാലാസ്യവുമായിട്ടുള്ള ബന്ധം. നമുക്കറിയാം ഹാലാസ്യ മഹാത്മ്യം ശിവചരിതമാണ്. 64 ശിവലീലകൾ ഉൾപ്പെടുന്ന ഹാലാസ്യ മഹാത്മ്യം വളരെ വളരെ പ്രശസ്തമാണ്. എല്ലാ വലിയ ശിവക്ഷേത്രങ്ങളിലും നമ്മൾ ഹാലാസ്യ മഹാത്മ്യം വായിക്കുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ പലർക്കും ഇന്നും ഹാലാസ്യം ഏതാണ് ക്ഷേത്രം, എന്തുകൊണ്ടാണ് അവിടെ ശിവന് പ്രാധാന്യം വന്നതെന്നും അത് വായിച്ചാലുള്ള പ്രാധാന്യം ഒന്നും തന്നെ അറിയില്ല. അപ്പൊ ഈ ഹാലാസ്യ മഹാത്മ്യം എന്താണ്, മധുര ക്ഷേത്രവുമായിട്ടുള്ള ബന്ധം
ദേവിയുടെ ഒന്നോ രണ്ടോ വൈഭവങ്ങൾ, ദേവി കാണിച്ച ലീലകളിൽ ഒന്നോ രണ്ടോ ഇങ്ങനെ നമുക്കൊന്ന് നോക്കിപ്പോവാം. അപ്പോ ദേവി മീനാക്ഷി നമ്മൾ കണ്ടു. ദേവിയുടെ കല്യാണ ഉത്സവം കാണുന്നതിന് മുമ്പ് നമ്മൾ ബാലലീലകളൊന്ന് കാണുകയാണ്. ദേവിയുടെ വൈഭവങ്ങള് എല്ലാം നമുക്ക് ഒരു ഉപാസകനെ സംബന്ധിച്ച് ഒരു പൂർവ്വജന്മ പുണ്യമുണ്ടെങ്കിൽ മാത്രമേ അത് കേൾക്കാനും അതിനെക്കുറിച്ച് അറിയാനും പറ്റുള്ളൂ. കാരണം അത്രയധികം ഭൂമിയിൽ ഏറ്റവും അധികം ഉയർന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ 3 ക്ഷേത്രങ്ങളാണ്. കാഞ്ചി കാമാക്ഷി, മധുര മീനാക്ഷി, കാശി വിശാലാക്ഷി. 3ഇടത്തും ദേവിയുടെ പൂർണ്ണ അവതാരമായിട്ട് ദേവി ഒരിടത്ത് ഭരിക്കുന്ന രാജ്ഞിയായിട്ട് കാമാക്ഷി വൈഭവത്തിൽ അവിടെയും കാഞ്ചീപുരത്ത് ദേവി അവിടുത്തെ രാജ്ഞി തന്നെയാണ്. കാശിയിലാവട്ടെ അന്നപൂർണേശ്വരിയായിട്ടും വിശാലാക്ഷിയായിട്ടും ഇരിക്കണം. അപ്പൊ ഈ 3 ക്ഷേത്രങ്ങളും ചോദിച്ചു കഴിഞ്ഞാല് 3ഉം ഓരോ തലത്തില് ഉപാസകനെ സംബന്ധിച്ച് ദേവി ഉപാസകരെ സംബന്ധിച്ച് ഓരോ മുത്തുക്കളാണ്. ഇതിനെക്കുറിച്ച് അറിയുകയും കൂടുതലായിട്ട് പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന കുണ്ടലിനി ശക്തിയെ നമുക്ക് ഉയർത്താനും ആ ഒരു ശിവൻ ആരാണ്, ആ ഒരു ശിവ ചൈതന്യം നമ്മുടെ ഉള്ളില് ഉയർന്ന് ശിവനും ദേവിയുമായിട്ടുള്ള സമാഗമത്തിനെ ഒരുക്കാനും പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വൈഭവങ്ങളെല്ലാം തന്നെ കേൾക്കുന്നത്. ആ ഒരു വൈഭവം എന്ന് പറഞ്ഞാല് ഈ ഭൂമിയിൽ ഭവിച്ചിരിക്കുന്നവർക്ക് ആ ഒരു ജീവനുകളാണല്ലോ ഭൂമിയിൽ ഭവിക്കുക എന്ന് പറഞ്ഞാൽ ഭവസാഗരം. ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും തന്നെ ഭവസാഗരത്തെ കടക്കാനായിട്ട് ദേവി വന്ന ഒരു ചെറിയ പോതം പോലെ, ഒരു ചെറിയ നൗക പോലെ അമ്മയുടെ പാദപത്മങ്ങളെ ശരണാഗതി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സംസാര സാഗരം കടന്നു പോകാം. അതിന് കാരണം എന്താ? ദേവിയുടെ അനുഗ്രഹം തന്നെ. സദാ കരുണാമൃത സാഗരയാണ് അമ്മ. സാഗരമാണ്, ഒരിക്കലും വറ്റാത്ത ഒരു ആഴമേറിയ സാഗരം. എങ്ങനെയാണോ എത്ര കൊടുത്താലും അവിടെ തീരില്ല, എല്ലാം അവിടെയാണ് എത്തിച്ചേരുന്നത്. നമുക്കറിയാം ഭൂമിയിൽ പതിക്കുന്ന ഓരോ തുള്ളി ജലത്തിന്റെയും അവസാന ലക്ഷ്യം സാഗരമാണ്. ചെറിയ തടാകങ്ങളിലൂടെ, അരുവികളിലൂടെ, നീർച്ചാലുകളിലൂടെ, ഈവൻ ഓടകളിൽ കൂടെ ഒഴുകുന്ന ജലം പോലും അവസാനം അതിന്റെ ലക്ഷ്യസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ സാഗരമാണ്. അതുപോലെ നമ്മുടെ ജീവനുകളെല്ലാം തന്നെ പ്രപഞ്ചത്തില് പല പക്ഷികളായിട്ടും മൃഗങ്ങളായിട്ടും 84 തരം യോനികളിൽ കൂടെ ജനിക്കുന്ന ഓരോ ജീവന്റെയും ആ ഒരു മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ, മനുഷ്യജന്മം ഏറ്റവും ഉയർന്ന ജന്മം, മനനം ചെയ്യാൻ കഴിവുള്ള ജന്മം, ആ ജന്മത്തിന്റെ അന്തിമ ലക്ഷ്യം ഏതാണെന്ന് വെച്ചാൽ ആ ഒരു മുക്തിപദമാണ്, മോക്ഷപ്രാപ്തിയാണ്. അതിനെ നമുക്ക് സഹായിക്കാൻ ഒരേ ഒരു ദേവിയേ ഉള്ളൂ. ആ പരമേശ്വരി, ആ മഹാശക്തിയുടെ പാദപത്മങ്ങളിലാണ് നമ്മൾ ശരണാഗതി ചെയ്തിരിക്കണമെന്ന് നമ്മൾ അറിയണം. അത് വേറെ ഏത് ഈശ്വര സങ്കല്പത്തിന്റെ പാദപത്മങ്ങള് നല്ലത് തന്നെ, ഭൗതികമായിട്ട് ഭോഗമായിട്ടെല്ലാം കിട്ടും. പക്ഷെ കൈവല്യപദം, മോക്ഷപ്രാപ്തി ദേവിക്ക് മാത്രമേ തരാൻ പറ്റുള്ളൂ. നമ്മളത് ഒരുപാട് പ്രാവശ്യം വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട കാര്യമാണ്, നിസ്സാര കാര്യമല്ല. അപ്പൊ ഇവിടെ എത്ര ആഴത്തിലോട്ട് നമുക്ക് ചെല്ലാൻ പറ്റുന്നു, എത്ര കഷ്ടതകൾ അതിനെ അനുഭവിക്കുന്നു. നമ്മൾ കണ്ടു, വലിയ വലിയ യോഗീശ്വരന്മാര് പോലും എത്രയോ ജന്മങ്ങളുടെ തപസ്സിന് ശേഷം കാണാൻ പോലും കൊതിച്ചിരിക്കുന്ന ആ മുക്തിപദം, ദേവിയുടെ പാദപത്മങ്ങള്, എത്ര 199 അശ്വമേധം എന്നൊക്കെ പറഞ്ഞ് എത്ര വർഷങ്ങള് അതിന്റെ പുറകിലുള്ള എഫേർട്ട് നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന എഫേർട്ട്, മനുഷ്യരായിട്ടുള്ള നമുക്ക് എത്ര ജന്മങ്ങൾ എടുത്താൽ, എത്ര അതിനുവേണ്ടി പരിശ്രമിച്ചാലാണ് ദേവിയുടെ പാദപത്മങ്ങളെ കാണാൻ പറ്റുന്നത്. അത് വളരെ വളരെ ഉയർന്നതാണ്. ഒരിക്കൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു പോക്കില്ലാത്ത ഒരു യാത്രയാണ്. ഹിമാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് ഏത് മനുഷ്യനും താഴെ ഇറങ്ങണം ഭൂമിയിൽ വരണമെങ്കിൽ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഹിമാലയത്തിന്റെ മുകളിൽ കൈലാസത്തില് അവിടെ ഇരിക്കുന്ന പരമശിവനും ദേവിയുമായിട്ടുള്ള ഒരു സംഗമം, ഈ ഒരു ജീവനെ അവിടെ എത്തിക്കാൻ പറ്റിയാൽ തിരിച്ചു പോക്കില്ലാത്ത സ്ഥിരമായിട്ട് സുഖാസനം, ആനന്ദമയ ആ ഒരു കോശത്തില് ആ ഒരു ആനന്ദമായിട്ടിരിക്കാൻ, ഭഗവതിയായിട്ടിരിക്കാൻ എവിടെ നിന്ന് വന്നോ അവിടത്തേക്കുള്ള ഒരു റിവേഴ്സ് യാത്രയാണ് അന്തർമുഖരായിട്ടിരിക്കുന്ന സാധകർക്ക് ഓരോരുത്തർക്കും കിട്ടുന്നത്. അപ്പൊ ഈ ദേവിയുടെ പാദപത്മങ്ങൾ എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല, ഒരുപാട് ജന്മങ്ങളുടെ തപസ് കൊണ്ടേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ദേവിയുടെ ഓരോ വിഭൂതികള്, ദേവിയുടെ ഓരോ ചരിതങ്ങള് എല്ലാത്തിനും ഇത്രയും പ്രാധാന്യം കൊടുത്ത്. ഇത് തന്നെ ഒരു മീനാക്ഷി വൈഭവം എന്ന് പറഞ്ഞു തന്നെ ഒരു ബുക്കുണ്ട്. എന്തുകൊണ്ടാണ് ഈ വൈഭവങ്ങളൊക്കെ എഴുതുന്നത്? നമ്മളും ഭവിച്ചവരാണ്, നമ്മളും ഭവരോഗത്തിൽ വീണാണ്. അതൊരു രോഗമാണ്. ആ ഒരു രോഗം എന്താ? അറ്റാച്ച്മെന്റ് ആണ് രോഗങ്ങൾ വരുത്തുന്നത്. ആ രോഗത്തിൽ നിന്ന് മുക്തി എന്താ? ഈ ദേവിയുടെ ആ ഒരു സ്മരണ, ഈ ദേവിയുടെ അത്ഭുത ചരിത്രത്തെ കുറിച്ച് കേൾക്കുന്നത് എല്ലാം തന്നെ നമുക്ക് മുക്തി തരുന്നതാണ്. അപ്പോ മീനാക്ഷിയുടെ അടുത്ത ആ ഒരു അടുത്തത് എന്താണ്? 3 വയസ്സിൽ ദേവി ആവിർഭൂതിയായി കഴിഞ്ഞു. നമ്മൾ കണ്ടു ചിതഗ്നി കുണ്ടത്തിൽ നിന്ന് ദേവി
3 വയസ്സുള്ള കുഞ്ഞ്, ആ കുഞ്ഞിന് പേര് വെച്ചു തടാതക. തടാതക എന്നാണ് ദേവിയുടെ ആദ്യത്തെ പേര്. ആ ഒരു ചക്രവർത്തി പദം അലങ്കരിക്കുമ്പോൾ, ആ അഭിഷേകം ചെയ്യുമ്പോൾ മാത്രമാണ് ദേവിക്ക് മീനാക്ഷി എന്നുള്ള പേര് വരുന്നത്. ദേവിക്ക് ഈവൻ അഗസ്ത്യൻ അശരീരി കേട്ടു എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഒരുപാട് കഥകൾ ഇതിന്റെ കൂടെ ചേരുന്നുണ്ട്. അശരീരി ഉണ്ട്. പാണ്ഡ്യരാജാവ് ഈ കുഞ്ഞിനെ ഈ അശരീരി പറഞ്ഞപ്പോ തന്നെ എന്താ, നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞപ്പോ ഈ കുഞ്ഞിനെ നീ തടാതക എന്ന് പേര് തടാതക തമ്പുരാട്ടി എന്ന് പറഞ്ഞ് വിളിക്കണം എന്നാണ് പറയുന്നത്. തടാതക എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള തടസ്സത്തെയും ഏത് തടസ്സത്തെയും ഇല്ലാതാക്കി മുന്നോട്ട് പോകാൻ കഴിവുള്ളവൾ. അതുകൊണ്ടാണ് ദേവിക്ക് സർവ ഉല്ലംഘ്യ ശാസന എന്നൊരു പേര്. അപ്പൊ ആ ക്ഷേത്ര ദേവതയുടെ പേരായിരിക്കുന്ന മീനാക്ഷി പിന്നെ ആ ഒരു അഭിഷേക സമയത്താണ് കൊടുക്കുന്നത്. അപ്പൊ തടാതക എന്നുള്ള പേരില് ദേവിയെ എന്താ അവര് മലയധ്വജ പാണ്ഡ്യനും കാഞ്ചനമാലയും തന്റെ ആ അരമനയില് വെച്ച് എന്താ വളരെ സന്തോഷത്തോടു കൂടി ദേവിയെ വളർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോ തടാതക എന്ന പേരോടുകൂടി ആരാലും തോൽപ്പിക്കാൻ പറ്റാത്തവളായി നീലകണ്ഠ ദീക്ഷിതർ എന്ന് പറഞ്ഞ് വളരെയധികം ഉയർന്ന ഒരു ഉപാസകനുണ്ട്. ശിവലീലാർണവം എന്നുള്ള ഒരു കൃതി എഴുതിയത് അദ്ദേഹമാണ്. അപ്പൊ അത് ശിവനെ കുറിച്ചല്ല അതിൽ എഴുതിയിരിക്കുന്ന, മുഴുവനും മീനാക്ഷിയെ കുറിച്ചാണ്. മുഴുവനും വർണ്ണിച്ചിരിക്കുകയാണ്. അതായത് മീനാക്ഷി കല്യാണം വരെ പറഞ്ഞിട്ട് ആ ഒരു ബുക്കിന്റെ ശിവലീലാർണം എന്ന പേരാണെങ്കിലും അതിന്റെ പകുതിയും ഏകദേശം ഒരു 250 പേജോളം മീനാക്ഷി ചരിത്രമാണ് എഴുതിയിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്കറിയാം മീനാക്ഷി സുന്ദരേശ്വരന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു ശിവശക്തിയായിട്ടിരിക്കുന്ന അവരുടെ ഈ ഒരു വൈഭവത്തിന്റെ പ്രാധാന്യം, ആ ഒരു പരാക്രമം, ദേവിയുടെ പരാക്രമം എല്ലാം തന്നെ മധുരാപുരി എങ്ങനെ ഭരിച്ചു എന്നെല്ലാം ഈ ശിവലീലാർണവം. ഇപ്പോഴും അതിന്റെ ട്രാൻസ്ലേഷൻ ബുക്ക് കിട്ടുന്നുണ്ട്, ചെന്നൈയിലെ ഓൺലൈനിലും കിട്ടുന്നുണ്ട്, ശിവലീലാർണവം. അതിനകത്ത് മീനാക്ഷിയുടെ ചരിത്രങ്ങൾ ഒരുപാട് കുഞ്ഞിലെ ഉള്ള കഥകൾ വളരെ വളരെ എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ് നമുക്ക് വായിക്കുമ്പോൾ. കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ ദേവി തന്റെ യഥാർത്ഥ സ്വരൂപത്തെ മറിച്ച് യഥാർത്ഥത്തിൽ ഒരു കൊച്ചു കുഞ്ഞായിട്ട് ഒരു അച്ഛനും അമ്മയ്ക്കും എങ്ങനെയാണോ തന്റെ മകള് കുഞ്ഞിലെ ബാലലീലകളാടി അവർക്ക് സന്തോഷം കൊടുക്കുന്നത്, അതുപോലെ ദേവി അവരിൽ നിന്നും സ്നേഹം സ്വീകരിച്ച് തിരിച്ച് അവർക്ക് സ്നേഹം കൊടുത്ത് കാണിക്കുന്ന ആ ഒരു ബാലലീലകളൊക്കെ തന്നെ വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പോ എന്താ പറയാ, അങ്ങനെ 3 വയസ്സായ കുഞ്ഞിന് വിദ്യാരംഭം എന്ന ചടങ്ങ് നടത്തണം. നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിച്ചാല് ഷോഡശ ഉപചാരങ്ങളുണ്ട്. ഗർഭാവസ്ഥയിൽ തന്നെ ഷോഡശ ഉപചാരങ്ങളില് ആദ്യത്തേതെല്ലാം തുടങ്ങും. സീമന്തം 3 മാസത്തിൽ കൊടുക്കും, 7 മാസത്തിൽ സീമന്തം വളകാപ്പ് ചടങ്ങ് കൊടുക്കും. അത് കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ 3 ചടങ്ങുകളില് 3 വയസ്സ് വരെയുള്ള ചടങ്ങാണ് അല്ലെ. ആ നൂലുകെട്ട്, വെളിയിൽ കൊണ്ടുപോയി സൂര്യനെയും ചന്ദ്രനെയും കാണിക്കുക, അന്നപ്രാശ ചടങ്ങ്. അത് കഴിഞ്ഞ് 3-ാമത്തെ വയസ്സിലാണ് 2-ാമത്തെ ജന്മം, അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കുഞ്ഞിനെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. അതിനെയാണ് നമ്മൾ വിദ്യാരംഭം എന്ന് പറയുന്നത്, വിദ്യയുടെ ആരംഭം. ആ ചടങ്ങ് നടത്തണം. എഴുത്തറിയിക്കൽ ചടങ്ങെന്നാണ് തമിഴ്നാട്ടിൽ പറയുന്നത്. അവര് എഴുത്തിലൂടെയാണ്. എങ്ങനെയാണ് ദേവി ഗർഭപാത്രത്തിൽ ഇരുന്ന ഒരു കുഞ്ഞിനെ 3 തലത്തിൽ ദേവി നോക്കുന്നു എന്ന് നമ്മൾ കണ്ടു. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി. എങ്ങനെയാണ് ആ ഒരു ഗർഭപാത്രത്തിൽ ഇരുന്ന സമയം മുഴുവനും മഹാകാളിയായിട്ട് വെളിയിൽ നിന്ന് എന്ത് ആക്രമണം വന്നാലും ആ കുഞ്ഞിന് കംപ്ലീറ്റ് സുരക്ഷ കൊടുത്ത് ഗർഭപാത്രത്തിൽ തന്നെ സംരക്ഷിച്ച് 9 മാസം കഴിഞ്ഞ് ദേവി ആ ഒരു പ്രസൂതി വായുവിലൂടെ പ്രപഞ്ചത്തിലേക്ക് കടത്തിവിടുന്നു. അവിടെ തന്റെ സ്ഥലങ്ങളിൽ ഒഴുകുന്ന സ്തന്യം കൊടുത്ത് അമ്മ കുഞ്ഞിനെ 2-3 വയസ്സ് വരെ, 2 വയസ്സും 7 മാസം, അങ്ങനെ ചില മാസങ്ങളുടെ കണക്ക് പറയുന്നുണ്ട്, ആ കുഞ്ഞിനെ വളർത്തുന്നു. യഥാർത്ഥത്തിൽ അതിന്റെ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തുന്നു. 3-ാമത് സരസ്വതി വരികയാണ്, മഹാസരസ്വതി. ജ്ഞാനത്തിന്റെ ലോകത്തേക്ക്, അറിവിന്റെ ലോകത്തേക്ക് അക്ഷരങ്ങളിലൂടെ പിച്ചവെച്ച് കുഞ്ഞ് ഈ ലോകത്തെ, പ്രപഞ്ചത്തെ, താൻ പുതുതായി വന്നു ചേരുന്ന ആ ലോകത്തെ അറിയാൻ തുടങ്ങുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, വിദ്യാരംഭം, വിദ്യയുടെ ആരംഭം. നമ്മൾ ഇന്ന് തറ പറ എന്നൊക്കെ സ്ലേറ്റിൽ എഴുതിക്കുന്നതും 51 അക്ഷരങ്ങളെ പഠിപ്പിക്കുന്നതും നമ്മൾ മെറ്റീരിയൽ ലോകത്തോട്ട് കുഞ്ഞുങ്ങളെ കടത്തിവിടുന്നു. പണ്ടത്തെ കാലത്തെ വിദ്യാരംഭം എന്ന് പറഞ്ഞാൽ, വിദ്യ എന്ന് പറയുമ്പോൾ തന്നെ പരാവിദ്യ, അപരാവിദ്യ, 2 വിദ്യകളുണ്ട്. അപ്പോൾ അവർക്ക് എഴുത്തിനിരുത്തി കഴിഞ്ഞ് ഒരു 5 വയസ്സാകുമ്പോൾ അവരെ ഗുരുകുലത്തിൽ പറഞ്ഞു വിടാണ്. എന്തിനാണ്? വേദ അധ്യയനത്തിന് വേണ്ടി, വേദങ്ങളെ പഠിപ്പിക്കുക. എന്തറിയുമ്പോഴാണോ ഈ പ്രപഞ്ചത്തില് ആ ഒരു ഒട്ടലില്ലാതെ, ആ പാശങ്ങളില്ലാതെ ജീവിച്ച് തന്റെ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ നേടാൻ പറ്റുന്നോ അതിനെ പ്രാപ്തരാക്കാനാണ് നമ്മൾ വിദ്യാരംഭം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഗുരുകുലത്തിൽ പോയി അവരുടെ ബ്രഹ്മചര്യ ആശ്രമം അവിടെ കഴിയും. 22-23 വയസ്സിൽ കുഞ്ഞു വേദങ്ങളെല്ലാം പഠിച്ച് എല്ലാം പ്രാവീണ്യം നേടി. നമ്മൾ കണ്ടു, ഉദ്ദാലകൻ തന്റെ അച്ഛന്റെ അടുത്ത് തിരിച്ചു വരുമ്പോൾ എല്ലാ വേദ പഠനങ്ങളും നടത്തി ജ്വലിക്കുന്ന മുഖത്തോടുകൂടി തന്റെ ആത്മശക്തിയെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഒരു കുഞ്ഞ് ആ ഒരു വിദ്യാ കാലഘട്ടം, ബ്രഹ്മചര്യ വ്രതം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എന്തിനെ അറിയേണ്ടതാണോ അത്
അറിഞ്ഞു കഴിഞ്ഞ ഒരാൾക്ക് എങ്ങനെ ഈ പ്രപഞ്ചത്തിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഈ സമൂഹത്തില് എന്തൊക്കെ നമ്മളെ താഴ്ത്തുന്നു, എന്തൊക്കെ നമ്മളെ ഉയർത്തുന്നു, എന്താണ് യഥാർത്ഥ സ്വരൂപം? അങ്ങനെ ഒരു നിത്യാനിത്യ വിവേകം കിട്ടിയതിന് ശേഷമാണ് അവർ ജീവിത കളരിയിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരത്തിന് 4 ആശ്രമങ്ങളുള്ളത്. ഒരു ബ്രഹ്മചര്യ ആശ്രമം എന്ന് പറയുന്നത് വിദ്യാർത്ഥിയായിരിക്കുകയാണ്, പഠിക്കുകയാണ്, അവർക്ക് അത് മാത്രമാണ്. ആ വിദ്യ നേടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം അവരെ ഗാർഹസ്ഥ്യം വിവാഹ ജീവിതത്തിലേക്ക് കടക്കും. അപ്പൊ അവർക്ക് പത്നി എന്താണ്, പത്നിയെ എങ്ങനെ ബഹുമാനിക്കണം, അഗ്നിസാക്ഷിയായിട്ട് കല്യാണം കഴിക്കണം, വിവാഹ ജീവിതം എങ്ങനെ കൊണ്ടു നടക്കണം, ആ കുഞ്ഞുങ്ങളെ ഏത് തരത്തിൽ കൊണ്ടുവരണം, എല്ലാം പൂർണ്ണമായിട്ട് ഒരു അടിത്തറ കിട്ടിയതിന് ശേഷമാണ് അവര് ഗാർഹസ്ഥ്യത്തിൽ പ്രവേശിക്കുന്നത്. നന്നായിട്ട് ഗാർഹസ്ഥ്യാശ്രമം കഴിഞ്ഞ് അവർക്ക് മനസ്സിലാവും എല്ലാ കർമ്മങ്ങളും നന്നായിട്ട് പൂർത്തീകരിച്ചിട്ട് അവര് വാനപ്രസ്ഥം 60-65 വയസ്സ് കഴിയുമ്പോൾ അവര് വാനപ്രസ്ഥത്തിൽ കയറും. പിന്നെ സന്യാസം. അങ്ങനെ ജീവിതത്തിന്റെ 4 കാലഘട്ടങ്ങളും ധർമാർത്ഥ കാമം എങ്ങനെയാണോ തീർക്കുന്നത്, അവർക്ക് മോക്ഷപദം എങ്ങനെ പോകണം എന്നുള്ളത് വളരെ നന്നായിട്ട് അറിയായിരുന്നു. കാലങ്ങൾ കടന്നുപോയി. ഇന്ന് കലിയുഗമാണ്. നമ്മൾ കൊച്ചിലെ മുതലേ 1-ാം ക്ലാസ്സിലെ കുട്ടി പഠിക്കുമ്പോൾ മുതൽ നീ ഡോക്ടറാവും, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം കുഞ്ഞിന്റെ തല ഡോക്ടറാവും, എഞ്ചിനീയർ ആവും, മറ്റതാവും, മറിച്ച് അവരോട് ഈ മെറ്റീരിയൽ ലോകം മാത്രമാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. അവർക്ക് ഒരിക്കലും തിരിഞ്ഞ് അവരുടെ ആത്മാവിനെ കാണാനുള്ള അവസരം നമ്മൾ കൊടുക്കണില്ല. വിദേശ പഠനം, വിദേശത്ത് ജോലി, ശമ്പളം, വലിയ കാറുകള്, സമൂഹത്തിൽ എങ്ങനെ സഞ്ചരിക്കാം, എല്ലാവരുടെയും മുമ്പിൽ ഒരു പ്രദർശന വസ്തുവായിട്ട് തന്റെ കുഞ്ഞിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഏത് അച്ഛനമ്മമാരുണ്ട്? ഇന്നുമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. 25% ഭാരതത്തിലെ ചിദാനന്ദപുരി സ്വാമിജികൾ എപ്പോഴും പറയും, 25% ആൾക്കാരും ഇന്നും തന്റെ കുഞ്ഞുങ്ങളെ ആ എഴുത്തോല കൊടുത്ത് ആ കുട്ടിക്ക് വിദ്യാരംഭ ചടങ്ങ് കൊടുക്കുമ്പോൾ ആത്മീയ വിദ്യാഭ്യാസവും കൊടുക്കുന്നവര് ഒരിക്കലും ഭാരത സംസ്കാരത്തിൽ ഇല്ലാതെ പോവില്ല. അവരിലൂടെ ഭാരതം എന്നും നിലനിൽക്കും. ഭാവരാഗ താളങ്ങള് എല്ലാം തന്നെ ഈ ലോകത്ത് ആ ഒരു അന്യം നിന്ന് പോവില്ല. ഏത് സംസ്കാരം വന്നിട്ട് പോയാലും ഭാരതം ഭാരതമായിട്ട് നിൽക്കാൻ കാരണം ഒരു ചെറിയ എന്താ പറയാ, ഈ ഒരു 100%-ൽ ഒരു 25%-എങ്കിലും തന്റെ വേരുകൾ അറിഞ്ഞ്, തന്റെ ഭാഷയെ ബഹുമാനിച്ച്, തന്റെ രാഷ്ട്രത്തെ ബഹുമാനിച്ച്, മണ്ണിനെ തൊട്ട് ആ പെറ്റമ്മയും പെറ്റ നാടിനെയും ബഹുമാനിച്ചു പോകുന്നവരുണ്ട്. ഇന്നും ഹിമാലയ പ്രാന്തങ്ങളിൽ തപസ് ചെയ്യുന്ന ഋഷിമുനിമാരുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ഭാരതം എല്ലാ രാജ്യങ്ങളെക്കാളും ഉയർന്ന ഒരു സാംസ്കാരിക അടിത്തറയോടുകൂടി ഇരിക്കുന്നത്. അല്ലെങ്കിൽ ക്ഷയിച്ചു പോകും. പലരും വിദേശീയരിന്ന് ഇവിടെ വരുന്ന എന്താ, മനസമാധാനം തേടിയാണ്. എവിടെയാണ് ഈ മനസമാധാനം? മനസ്സിനെ അറിഞ്ഞാലേ എവിടെയാണ് സമാധാനം എന്ന് അറിയാൻ പറ്റൂ. അപ്പൊ മനസ്സെന്നുള്ള പ്രഹേളിക അതൊരു പാരഡോക്സ് ആണ്. നമ്മൾ കണ്ടെത്തേണ്ടതാണ് മനസ്സിനെ ആർക്കും കാണാൻ പറ്റില്ല. അത് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ആ മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന ഒരു ശക്തി തന്റെ ഉള്ളിലുണ്ടെന്ന് അറിയണം. ആ ഒരു അറിവിലൂടെ മാത്രമേ തനിക്ക് തന്റെ മനസ്സും അന്ധകരണങ്ങളെയും ശരീരത്തെയും അറിയാൻ പറ്റുള്ളൂ. അത് കൊടുക്കുന്ന ഏക സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. നമുക്ക് വിദ്യാരംഭം വളരെ വളരെ ഉയർന്ന ചടങ്ങാണ്. നമ്മൾ മൂകാംബിക ഇല്ലെങ്കിൽ ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് ക്ഷേത്രം, നമ്മൾ ദേവിയുടെ അക്ഷര സ്വരൂപിണിയായിരിക്കുന്ന ഭഗവതിയുടെ മുമ്പിൽ ചെന്ന് അക്ഷരാഭ്യാസം ചെയ്യും. ഗണപതിയെ വന്ദിച്ച് ദേവിയുടെ അക്ഷര ലോകത്തേക്ക് കുഞ്ഞിനെ, ക്ഷയിക്കാത്ത അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ? അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ? നശിച്ചു പോകുന്നു, ഇല്ലാതായി പോകുന്നു. അക്ഷരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്ഷയിക്കാത്ത, ഒരിക്കലും ഈ 51 അക്ഷരങ്ങള് പ്രപഞ്ചത്തിൽ ഇല്ലാതാകുന്നില്ല, നമ്മുടെ ശരീരത്തിലും ഇല്ലാതാകുന്നില്ല. ഈ ദേവീ സങ്കല്പങ്ങളെല്ലാം തന്നെ അക്ഷരങ്ങളുള്ളവരാണ്. അതിനെല്ലാം ദേവതകളുണ്ട്. ഓരോ ഈ 51 അക്ഷരങ്ങളും അകാരാന്ത ക്ഷകാരാന്ത വർണ്ണ സ്വരൂപിണിയാണ് ഭഗവതി. നമുക്കറിയാം 3 കൂടങ്ങളിൽ ഇരിക്കുന്ന പഞ്ചദശി മന്ത്രങ്ങള്. ഇതെങ്ങനെയാണ് മന്ത്രമാവാൻ കാരണം? ഓരോ അക്ഷരങ്ങളും ഓരോ ബീജങ്ങളാണ്. ബീജം എന്ന് പറഞ്ഞാൽ വിദ്യ സ്ത്രീ സ്വരൂപം, പുരുഷ സ്വരൂപ മന്ത്രങ്ങൾ വേറെ, സ്ത്രീ സ്വരൂപമായിട്ടുള്ള മന്ത്രങ്ങൾ വേറെ. സ്ത്രീ സ്വരൂപ മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്താ? വീണ്ടും ജനിപ്പിക്കാനുള്ള കഴിവ്. നമ്മൾ എന്താണ് ജനിപ്പിക്കേണ്ടത്? ഈ അക്ഷരങ്ങള് പാപപുണ്യങ്ങള്, അതിൽ നിന്ന് പുണ്യം ഉണ്ടാക്കി പുണ്യത്തിന്റെ ഫലമായിട്ടുള്ള ഫലങ്ങള്, മരം നട്ട് മരം പുഷ്പിച്ച് ഫലങ്ങൾ ഉണ്ടായി അതിന്റെ ഫലം നമുക്ക് ഭക്ഷിക്കണം. അതാണ് വയലെന്ന് പറയുന്നത്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത. ഈ ശരീരം വയലാണ്. അവിടെ പുണ്യപാപങ്ങളാകുന്ന വിത്തുകള് നമ്മള് കുഴിച്ചിടണം, അതിനു വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കണം, അതിന് വെളിച്ചം കൊടുക്കണം, അത് വളരണം, വളർന്ന് പന്തലിച്ച് നമ്മുടെ ശിരസിൽ നിന്ന് താഴോട്ട് വരുന്ന വേരുകളോടുകൂടി ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം, ഒരു ആൽവൃക്ഷം എങ്ങനെയാണ് അതുപോലെ നമ്മുടെ ശിരസിലെ സഹസ്രാര പത്മം എന്ന് പറയുന്നിടത്തുനിന്ന് വരുന്ന വേരുകൾ നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത്. അവിടെ ആ ചിന്തിക്കാനുള്ള കഴിവ്, അതാണ് സഹസ്രാരം എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി, നമ്മൾ ചിന്തിച്ച് നമ്മൾ ആരാണെന്നുള്ള സത്യത്തെ അറിയണം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് ഒരു അഭ്യാസമല്ല. ഇന്ന്
പണം ഉണ്ടാക്കാനുള്ള കുറച്ച് ഡിഗ്രികളായിട്ട് മാറിയിരിക്കുകയാണ് വിദ്യ. പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനെ അല്ല. അവരുടെ ജീവിതത്തിലെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഒരു സ്വഭാവ രൂപീകരണ സമയത്ത് ഏറ്റവും കൂടുതൽ സമയം അവർ ഗുരുക്കന്മാരുമായിട്ടാണ് ചെലവഴിക്കുന്നത്. സ്വന്തം അച്ഛനമ്മമാര് കൊഞ്ചിച്ച് ഇഷ്ട ഭക്ഷണം കൊടുത്ത് അവരെ ഒന്നിനും കൊള്ളാത്ത ഗിനി പിഗുകളായിട്ട് വളർത്തുകയല്ല ചെയ്യുന്നത്. അവര് ഗുരുക്കന്മാരുടെ ചെന്ന് ജോലി ചെയ്ത് പ്രപഞ്ചവുമായിട്ട് കണ്ട് പ്രപഞ്ചവുമായിട്ട് ഇഴുകിച്ചേർന്ന് പ്രപഞ്ച ശക്തികളെ അറിഞ്ഞ് തന്റെ ആത്മശക്തി അറിഞ്ഞ് ഗുരു കൊടുക്കുന്ന ആ വിദ്യാഭ്യാസം, അത് അഭ്യാസമല്ല, അവരുടെ ജീവിതചര്യയിലൂടെ അവർ പഠിച്ച് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല അടിത്തറയുള്ള ഒരു വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടി ജീവിതത്തിൽ പരാജയപ്പെടില്ല. എല്ലാം പഠിച്ചു കഴിഞ്ഞും ജീവിതത്തെ 35 വയസ്സ് 40 വയസ്സിൽ അവസാനിപ്പിക്കുന്ന ഡോക്ടർമാരുടെ കഥയൊക്കെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ തലത്തിലെത്തിയത്. പക്ഷെ ഒരു നിമിഷത്തെ ആ ഒരു മനസ്സിന് വരുന്ന ഡിപ്രഷൻ താങ്ങാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? താങ്ങാൻ പറ്റുന്ന യഥാർത്ഥ ആ ഒരു മൂല്യത്തെ അറിയണില്ല. ഈ കാണുന്ന പ്രപഞ്ചത്തിലെ കുറെ കലവില കൂട്ടുന്ന ബഹളങ്ങളും എന്താ പറയാ ആവശ്യമില്ലാത്ത ശബ്ദങ്ങളും ഒരാളെ പരോക്ഷമായിട്ട് വിമർശിക്കുന്നതും ഇതൊക്കെയാണ് ലോകം എന്ന് കണ്ട് അവർക്ക് കൊച്ചിലെ തന്റെ ആത്മസ്വരൂപത്തെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ജീവിതം കൈവിട്ടുപോയി. ഇന്ന് സ്വയം നശിപ്പിക്കുന്ന ഒരു ജീവിതം എത്ര ജന്മം കഴിഞ്ഞാല് അതിന്റെ പാപങ്ങളുടെ പരിഹാരമായിട്ട് ഇനി ഒരു മനുഷ്യ ജന്മം കിട്ടും? അറിയില്ല. പക്ഷെ ആ ജീവിതത്തിന്റെ മൂല്യം അറിഞ്ഞിരുന്നെങ്കിൽ ആ ഒരു എന്താ പറയാ ഒരു ഭിഷഗ്വരന് ഇല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവുന്ന ഒരു സമൂഹത്തിന് എന്തൊക്കെ ചെയ്യാമായിരുന്നു? അതെല്ലാം നമ്മൾ ഇല്ലാതാക്കി കളഞ്ഞു പോവുകയാണ്. ഇതിനെല്ലാം കാരണം എന്താണ്? ആ ഒരു വിദ്യയിലുള്ള മൂല്യശോഷണം. മൂല്യങ്ങളെ പറഞ്ഞു കൊടുക്കണില്ല. അത് പണമുണ്ടാക്കാനുള്ള ഡിഗ്രികളായിട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടെ മീനാക്ഷി എന്ന് പറയുന്ന കൊച്ചു കുഞ്ഞിനെ അവർ ആലോചിക്കുകയാണ്. ആ കുഞ്ഞിന്റെ വിദ്യാരംഭം എങ്ങനെയാണ് ചടങ്ങ് നടത്തണം, എഴുത്ത് അറിയിക്കൽ ചടങ്ങ്. അപ്പോ സാധാരണ എന്താ, കുലഗുരുവാണ് സാധാരണ വിദ്യാഭ്യാസം തുടങ്ങുന്നത് രാജകൊട്ടാരത്തിലൊക്കെ. അപ്പൊ കുലഗുരുവിനെ വിളിക്കാം നമുക്ക്. അഗസ്ത്യനാണ് ഇവരുടെ കുലഗുരു. മലയധ്വജ മണ്ഡനും കാഞ്ചനമാലയും തമ്മിലിരുന്ന് ആലോചിക്കണം അച്ഛനമ്മമാര്. അവരെന്താ ആലോചിക്കുന്നത്? ഈ കുഞ്ഞ് വിദ്യയുടെ സ്വരൂപമായിട്ട് ദേവിയുടെ ദേവാംശമായിട്ട് ഈ ഒരു അഗ്നികുണ്ഡത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഈ കുഞ്ഞിനെ ഏത് ഉയർന്ന ഗുരുവിന്റെ വിദ്യാഭ്യാസം പഠിച്ചാൽ, ഏത് ഉയർന്ന ഗുരുവിന്റെ ശിക്ഷണത്തിൽ വേണം വളർത്താനെന്ന് അവർ തമ്മിൽ ആലോചിക്കണം. കാരണം എന്താ? മധുര നഗരത്തെ ഭരിക്കേണ്ടവൾ, ഭാവിയിലെ മഹാരാജ്ഞിയാണ് ഈ കുട്ടി. ആ കുട്ടിക്ക് എന്തൊക്കെ കൊടുക്കണം? എങ്ങനെയാണോ ഒരു രാജാവിന് എല്ലാത്തിലും പ്രാവീണ്യം നേടേണ്ടത്? കലകളിൽ വേണം, അക്ഷരങ്ങളിൽ വേണം. കലകൾ എന്ന് പറഞ്ഞാൽ 64 കലകള്. ഈ സുകുമാര കലകൾ മാത്രമല്ല, ആ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്റെ ആപ്റ്റിറ്റ്യൂഡ് പോലെയാണ്. എല്ലാം പഠിക്കണം. ഏതിലാണോ പ്രാവീണ്യം നേടേണ്ടത് ആ കുഞ്ഞിന് അതില് ഏതിലാണോ താല്പര്യം അതില് എന്താ പറയാ അവര് പ്രാവീണ്യം നേടും. അതാണ് പണ്ടത്തെ കാലം. പക്ഷെ ഈ രാജ്ഞിയാവേണ്ട കുട്ടി എന്ത് ചെയ്യണം? 64 കലകളും പഠിക്കണം, അക്ഷരങ്ങളിൽ അഭ്യാസം നേടണം, മിടുക്കിയാവണം. അങ്ങനെ അതിനെന്ത് ചെയ്യണം? ഗുരുവിന്റെ അനുഗ്രഹം വേണം. പരാശക്തി മകളായിട്ട് ജനിക്കുമ്പോ എന്ത് ചെയ്യും? തന്റെ യഥാർത്ഥ സ്വരൂപത്തെ മറച്ചു കളയും. കാരണം അങ്ങനെ മറച്ചു കളയാതെ ഒരു ദൈവികാംശമാണെന്ന് അഗ്നിന്ന് വന്നപ്പോ തന്നെ നമുക്കറിയാം അതൊരു ദൈവമാണ്. പക്ഷെ ആ ഒരു മായ കൊണ്ട് ദേവി അത് മറയ്ക്കും. കാരണം ഒരു മകളോട് കാണിക്കേണ്ട യഥാർത്ഥ സ്നേഹം ഇല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് കാണിക്കാൻ പറ്റില്ല. ഒരു ഭക്തി, ഒരു ഭയം, ആ കുഞ്ഞിനടുത്ത് ഒരു ബഹുമാനം, അങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങളോട് കാണിക്കുന്നത്. ഒരിക്കലും ഭയഭക്തി ബഹുമാനത്തോടെ മക്കളുടെ മുമ്പിൽ അച്ഛനമ്മമാർക്ക് നിൽക്കാൻ പറ്റില്ല. എടുത്ത് കൊഞ്ചിക്കണമെങ്കിൽ, ശാസിക്കണമെങ്കിൽ, സ്നേഹിക്കണമെങ്കിൽ എല്ലാം എന്ത് വേണം? ആ ഒരു ബോണ്ടേജ് ഇല്ലേ? നമ്മുടെ ഒരു മകളാണെന്നൊരു ഓടിച്ചെന്ന് എടുക്കാൻ. മറ്റേ ദേവി കൊച്ചുകുട്ടി ബാലയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ വന്നെന്ന് വെച്ച് നോക്കൂ, നമുക്ക് കുറച്ചൊരു ഭയവും കുറച്ചൊന്ന് മാറി നിൽക്കും. ഓടിച്ചെന്ന് എടുക്കുവോ? നമ്മള് ബാല പരമേശ്വരിയാണ്. തീർച്ചയായിട്ടും സന്തോഷം തന്നെ നമ്മൾ തൊഴുത് നമസ്കരിക്കും. 3 വയസ്സുള്ള കുട്ടിയാണെങ്കിലും 5 വയസ്സുള്ള 6 വയസ്സുള്ള കുട്ടിയാണെങ്കിലും. കാരണം അത് ദേവിയാണ്. അപ്പൊ അവിടെ ഒരു വ്യത്യാസം വരും, ഒരു അകൽച്ച വരും. അപ്പോ അതുകൊണ്ട് എന്ത് ചെയ്തു ദേവി? ഒരു ഭയഭക്തി ബഹുമാനമൊന്നും വരാതിരിക്കാൻ ദേവി തന്റെ യഥാർത്ഥ സ്വരൂപത്തെ മറച്ചു കളഞ്ഞു. അപ്പൊ എന്താണ് യഥാർത്ഥ സ്വരൂപം? എപ്പോഴും കാണിക്കും? പരമശിവന്റെ കല്യാണ സമയത്ത്. പരമശിവനെ താൻ കല്യാണം കഴിക്കുമ്പോ എന്താ പറയാ, ആ ഒരു തന്റെ യഥാർത്ഥ സ്വരൂപം പാർവതിയാണെന്നോ ഇല്ലെങ്കിൽ ദശമഹാവിദ്യയിലെ ശ്രീമൻ നഗരത്തിലെ ലളിതാ ത്രിപുരസുന്ദരിയാണെന്നോ രാജരാജേശ്വരിയാണെന്നോ ആ എല്ലാ ഭാവങ്ങളെയും ദേവി മറച്ചു കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? മായ കൊണ്ട് മറച്ചിട്ട്. മായ കൊണ്ട് ദേവി മറച്ചു എന്നല്ല, ദേവി അച്ഛനമ്മമാരും അവിടെയുള്ള രാജ്യത്തിലുള്ള ജനങ്ങളുടെ മുമ്പിലും ദേവിക്ക് യഥാർത്ഥ സ്വരൂപം അറിയാം. ദേവി മറച്ചത് എവിടെയാണ്? ഈ പറഞ്ഞ മലയധ്വജ പാണ്ഡ്യന്റെയും കാഞ്ചനമാലയുടെയും മുമ്പില് താൻ ആരാണെന്നുള്ള വസ്തുത അവർക്കങ്ങ് മറന്നുപോയി. അതാണ് നമ്മൾ ഒരു കാരണവുമില്ല മറന്നു പോവാന്ന് പറയില്ലേ, അതുപോലെ അവര് അവർക്ക് മായ കൊണ്ട്, ഇപ്പൊ നമ്മൾ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്, വിഷ്ണു മായ കൊണ്ട് യഥാർത്ഥ സ്വരൂപത്തെ മറച്ചു കളഞ്ഞു. ഭണ്ഡാസുരനെ എങ്ങനെയാണ്
പല പല അസുരന്മാരെ, ബാണാസുരനെ എങ്ങനെയാണ് ഉടനെ വിഷ്ണുമായ വന്നിട്ട് അവരാരാണ്, ഇല്ലെങ്കിൽ നമ്മൾ കണ്ട വ്യക്തി ആരാണെന്ന് മറച്ചു കളയും. അതുപോലെ ദേവി തന്റെ യഥാർത്ഥ ഷോഡശി സ്വരൂപം, തന്റെ ദശമഹാവിദ്യകളായിരിക്കുന്ന 10 സ്വരൂപങ്ങളില് മൂന്നാമത്തതായിട്ടുള്ള മഹാത്രിപുര സുന്ദരി സ്വരൂപത്തെ മറച്ചിട്ട് കൊച്ചു കുഞ്ഞായിട്ട് ഈ പറഞ്ഞ അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടും അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും മകളായിട്ട് തന്നെ അഭിനയിച്ചുകൊണ്ടിരുന്നു. അപ്പോ ഇത് വരം ചോദിച്ചപ്പോ തന്നെ ദേവി പറഞ്ഞിട്ടുണ്ട്. കാരണം കാഞ്ചനമാലയോടും ആ മേനാദേവിയോടും വിദ്യാവതിയോടും ഒക്കെ പറഞ്ഞിരുന്നു, ഞാൻ കുഞ്ഞായിട്ട് വരുമ്പോ നിങ്ങൾക്ക് എന്നെ കുഞ്ഞായിട്ട് മാത്രമേ കാണാനും സ്നേഹിക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ സത്യവാക്ക് തെറ്റായിട്ട് വരുന്നുമില്ല. ദേവി നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ തന്റെ കുഞ്ഞായിട്ട് അമ്മയുടെ സ്നേഹം വേണം, അക്ഷരങ്ങൾ പഠിക്കണം, രാജ്യം ഭരിക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങൾക്കാണ് ദേവി ഇവിടെ എന്താ പറയാ ഇവിടെ ജന്മം എടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ദേവി ശ്യാമളാ പരമേശ്വരിയാണ്. ശരിക്കും ശ്യാമളാ ദണ്ഡകത്തിലെ ശ്യാമളാ പരമേശ്വരിയുടെ ഒരു ഭാവമാണ്. കാരണം നിറം, പച്ച നിറം എന്ന് പറയുന്നത് ശ്യാമളാ ദണ്ഡക, ശ്യാമള എന്ന് പറയുന്ന രാജശ്യാമ, 2 ശ്യാമയുണ്ട്, ലഘു ശ്യാമയുണ്ട്, മൂലകന്ധമായിട്ടിരിക്കുന്ന രാജശ്യാമളയുണ്ട്. ഒന്ന് ദേവിയുടെ മന്ത്രിണി സ്വരൂപം, ഒന്ന് മധുര മീനാക്ഷി സ്വരൂപം. രണ്ടും ഒന്ന് തന്നെ, ഭാവത്തിന് കുറച്ച് മാണിക്യ വീണ മുബലാളയന്തി എന്ന് പറയുന്നത് രാജശ്യാമളയാണ് കാളിദാസന്റെ. ഇതിൽ കുറച്ച് വ്യത്യാസങ്ങൾ. മതംഗ മുനിയുടെ മകളായിട്ട് വരുന്ന മാതങ്കി, അതും പച്ച നിറത്തിൽ വരുന്നു, രാജശ്യാമളയുടെ വേറൊരു ഭാവം. അത്രയേ ഉള്ളൂ, എല്ലാം ഒന്ന് തന്നെ. അപ്പോ ഒരു ശ്യാമളാ പരമേശ്വരിയായിട്ട്, ലളിതാ പരമേശ്വരിയായിട്ട് ഈ വന്ന ഞാൻ മീനാക്ഷിയായിട്ട് വന്നിരിക്കുന്നതും ഒരേ ആള് തന്നെയാണ്. ഈ മീനാക്ഷി ക്ഷേത്രത്തില്, മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഇരിക്കുന്ന സാക്ഷാൽ മീനാക്ഷിയാണ് താനെന്ന് ഉള്ള ആ രൂപത്തെ, ആ സത്യത്തെ ദേവി മറച്ചു കളഞ്ഞു. സാധാരണ കുട്ടികളെ പോലെ എന്ത് ചെയ്തു, ലീലകൾ ചെയ്ത് എന്താ പറയാ ആ ഒരു അമ്മയ്ക്കും അച്ഛനും സന്തോഷം കൊടുത്ത് വളർന്നു വന്നു. അപ്പൊ ഈ വിദ്യാരംഭം ഇനി ആരെ കൊണ്ട് ചെയ്യിക്കും? രണ്ടുപേരും അഗസ്ത്യ മഹർഷിയോട് വരികയാണ്. അവര് വന്ന അഗസ്ത്യ മഹർഷി തന്റെ കുലഗുരുവാണ്. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ലയോ അഗസ്ത്യ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അല്ലോ ഈ പറഞ്ഞ ഞങ്ങളുടെ 3 വയസ്സേ ഉള്ളു കുഞ്ഞിന് ഞങ്ങൾക്ക് ദൂരെ ഒന്നും അയക്കാൻ പറ്റില്ല, പെൺകുട്ടിയാണ്. അപ്പൊ വിദ്യാഭ്യാസം, ആദ്യ അക്ഷരങ്ങൾ കുറിക്കണം, അങ്ങ് തന്നെ ഇത് ചെയ്യണം. സാക്ഷാൽ പരമശിവന്റെ ഏറ്റവും വലിയ ഭക്തനാണ് അഗസ്ത്യൻ. അപ്പൊ അഗസ്ത്യൻ തന്നെ ഈ കുഞ്ഞിന് എന്താ പറയാ വിദ്യാരംഭം തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് എന്നൊക്കെ അവർ പറയണം. അഗസ്ത്യനെ യഥാർത്ഥമായിട്ട് എന്താ പറയാ, ഈ അഗസ്ത്യനെയും കുറച്ച് മറച്ചിരിക്കുകയാണ് ദേവി, ഈ പറഞ്ഞ ദേവി ആരാണെന്ന് അറിയാതെ. കാരണം അഗസ്ത്യന് കുറച്ച് ആഗ്രഹങ്ങളുണ്ട്, അഗസ്ത്യന് കുറച്ചൊരു ദുഃഖമുണ്ട്. കാരണം എന്താണ്, താൻ എല്ലാ മന്ത്രങ്ങളും ജപിച്ചു, തനിക്ക് ലളിതാ സഹസ്രനാമം കിട്ടി, ലളിതാ ത്രിശതി കിട്ടി, ശ്രീവിദ്യാ മന്ത്രം കിട്ടി, എല്ലാം തന്നെ ഹയഗ്രീവൻ കാഞ്ചീപുരത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് ഒരു ചെറിയ ഒരു കാര്യം തന്റെ ഭാര്യയായ ലോപാമുദ്രയിൽ നിന്ന് അറിഞ്ഞു. കാരണം ഒരു കാമകലാ മന്ത്രമുണ്ട്. കാമകലാ മന്ത്രം ഏറ്റവും ഉയർന്ന മന്ത്രമാണ്, ദേവിയുടെ സൃഷ്ടിയുടെ മന്ത്രമാണ്. അത് നോക്കിയപ്പോ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ആ ഒരു ചെറിയ ദുഃഖമുണ്ട്. അതെന്താ എനിക്ക് കിട്ടാത്തത്? കാമകലാ മന്ത്രം സൃഷ്ടി മന്ത്രമല്ലേ? തിരുവാരൂരിലെ തിരുവാരൂർ എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ മഹാഷോഡശിയായിട്ടിരിക്കുന്ന കമലാംബിക കാമകലാ സ്വരൂപമായിട്ടാണ്, അതായത് ഇച്ഛാജ്ഞാന ക്രിയാശക്തികളോട് ഇരിക്കുന്ന സ്വരൂപം. അപ്പോ ഈ ശ്രീവിദ്യ എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിലെ ഏറ്റവും അവസാനത്തെ മന്ത്രമാണ് ഷോഡശി മന്ത്രം എന്ന് പറയുന്നത്. പക്ഷേ കാമകലാ മന്ത്രം എന്നത് പ്രത്യേകമായിട്ട് ചില ഉപാസകർക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ ഈ ഉപാസകർക്ക് ദേവി തന്നെ കൊടുക്കും. സാധാരണ ഇത് നമുക്ക് മനുഷ്യര് ഉയർന്ന ഗുരുക്കന്മാര് കൊടുക്കാറുണ്ട്. ആ ഒരു കാമകലാ മന്ത്രം എന്ന് സെപ്പറേറ്റ് വളരെ ചെറിയൊരു മന്ത്രമാണ്. ചിലര് കൊടുക്കാറുണ്ട്, അവരുടെ ആ ഒരു ഇതിലോട്ടുള്ള താല്പര്യം കണ്ട് കൊടുക്കാറുണ്ട്. പക്ഷെ ഇത് ശരിക്കും ദേവി തന്നെ ഉപദേശിക്കാന്നൊരു വഴക്കമുണ്ട്. ഈ വിഷ്ണുവിന് ഹയഗ്രീവനൊക്കെ ദേവി തന്നെ നേരിട്ട് കൊടുക്കുകയാണ് ഈ കാമകലാ മന്ത്രം. അത്ര ഉയർന്ന ഉപാസകർക്ക് മാത്രമേ നേരിട്ട് ഉപദേശിക്കാറുള്ളൂ. അപ്പോ ഈ അഗസ്ത്യന്റെ വിചാരം കാരണം ശിവന്റെ അത്രയും ഉയർന്ന ഉപാസകനാണ് അഗസ്ത്യനും. എന്താ പറയാ, അത്രയ്ക്ക് ഉയർന്ന കുംഭസംഭവൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, നമ്മുടെ വിന്ധ്യാപർവ്വതത്തിന്റെ അകത്തിന്റെ അഹങ്കാരത്തെ ശമിപ്പിച്ചവനാണ് അഗസ്ത്യൻ. അതുകൊണ്ട് അഗസ്ത്യനും ഉയർന്ന ഉപാസകൻ തന്നെയാണ്. ചെറിയൊരു വിഷമമുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് തരാത്തെന്നുള്ള ആ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ കാഞ്ചനമാലയും മലയധ്വജനും ചോദിക്കുന്നത്, ഈ കുഞ്ഞിനെ അക്ഷരം പഠിപ്പിക്കണം, അക്ഷരം തുടങ്ങിക്കണം, അക്ഷരാഭ്യാസം ചെയ്യണം. അപ്പൊ എന്താണ് അക്ഷരാഭ്യാസം എന്ന് പറഞ്ഞാൽ? ശരിക്കും കൈ പിടിച്ച് ആദ്യം എഴുതിക്കും. പണ്ടൊക്കെ നമുക്കറിയാം മണലിൽ എഴുതിക്കും ആ ഈ എന്നുള്ള അക്ഷരങ്ങള്. അതുപോലെ ഈ കൊച്ചു കുഞ്ഞിനെ എഴുതിക്കണം. എന്തോ ഈ അഗസ്ത്യന്റെ ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷം തോന്നി. എന്തോ ഒരു കാര്യം താൻ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം
അനുഗ്രഹം നേടാൻ പോണു എന്നുള്ളൊരു സന്തോഷം അറിയാതെ എന്താണെന്ന് അദ്ദേഹത്തിന് തോന്നില്ല. അദ്ദേഹം സന്തോഷത്തോടുകൂടി മലയധ്വജ പാണ്ഡ്യനോട് പറയണം, അല്ലയോ രാജാവേ, ഞാൻ ഈ കൊച്ചു മീനാക്ഷിക്ക് എന്ത് വേണോ അങ്ങ് പറയുന്ന ഈ തടാതകയ്ക്ക് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് പിച്ചവയ്ക്കാൻ ഞാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അതെന്റെ പൂർവ്വജന്മ ഭാഗ്യമാണ്. ഈ കുഞ്ഞിനെ ഞാൻ വിദ്യാരംഭം ചെയ്യിക്കാം, വിദ്യാരംഭം തുടങ്ങാം. അങ്ങനെ നല്ല മുഹൂർത്തം നോക്കുകയാണ്. അപ്പോ നല്ല ദിവസം നോക്കി നമ്മുടെ മഹാനവമി വിജയദശമി പോലെയുള്ള 9 രാത്രികൾ കഴിഞ്ഞ് അന്ധകാരം, അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കി വിജയത്തിന്റെ ദശമി, ആ 10ാമത്തെ ദിവസം 9 ആവരണങ്ങൾ കടന്ന് 10ാമത് എങ്ങനെയാണ് ഒരു കുഞ്ഞു ഭൂമിയിൽ വരുന്നത്, ആ ഒരു ശ്രീചക്രത്തിലെ 9 ആവരണങ്ങൾ, ശിവശക്തി ഐക്യം, ഇതെല്ലാം തന്നെ ആ 10ാമത്തെ ദശമിയെ കാണിക്കുന്നു. ദശമി എന്ന് പറഞ്ഞാല് 10ാമത്തെ ദിവസം വിജയം, വിജയശ്രീ ലാളിതരായിട്ട് ഈ 3 തന്റെ സാധാരണ ഉപാസകനെ സംബന്ധിച്ച് 3 നോട്ട്സ്, അതായത് 3 ഗ്രന്ഥികളെ കടന്ന് വിജയം പ്രാപിക്കുന്ന ശിവശക്തി ഐക്യം വരുന്ന ദിവസം ദശമി. അതുപോലെ വിജയദശമിയുടെ അന്ന് ഈ കൊച്ചു തടാതകയെ വിദ്യാരംഭത്തിനുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് എല്ലാം തന്നെ അരി, പൂവ്, ഗണപതി, മഞ്ഞൾ കൊണ്ടുള്ള ഗണപതി എല്ലാം ആ കൊട്ടാരത്തിൽ നമുക്കറിയാം. അവിടുത്തെ മഹാരാജ്ഞിയാവാൻ പോകുന്ന കുഞ്ഞിന് വിദ്യാരംഭ ചടങ്ങുകളൊക്കെ എത്ര കേമമായിട്ട് നടക്കുന്നു. എല്ലായിടത്തും കൊടിതോരണങ്ങൾ തൂക്കി കുഞ്ഞിനെ കുളിപ്പിച്ച് ആ ക്ഷേത്രത്തിൽ പോയി തൊഴുത് കുഞ്ഞ് പട്ടുപാവാടയൊക്കെ ഇട്ട് അതീവ സുന്ദരിയായിട്ട് വന്ന് അക്ഷരാഭ്യാസത്തിന് ആ അഗസ്ത്യന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. 51 അക്ഷരങ്ങള്, ഏത് പരാശക്തിയുടെ ഉച്ചി മുതൽ ഉള്ളംകാല് വരെയാണോ 51 അക്ഷരങ്ങള് എഴുതിയിരിക്കുന്നത്, മാതൃകാ വർണ്ണ സ്വരൂപിണിയായിരിക്കുന്ന ആ പരാശക്തിയുടെ കൈ പിടിച്ചാണ് അഗസ്ത്യൻ എന്താണ് അക്ഷരം തുടങ്ങാൻ പോകുന്നത്. നോക്കൂ, ഇത്രയും ഭാഗ്യം ആർക്കാണ് വേണ്ടിയത്, ആർക്കാണ് ഉള്ളത് ഈ പ്രപഞ്ചത്തിൽ അഗസ്ത്യനെ പോലെ? അപ്പൊ അഗസ്ത്യൻ അത്രയും ഭാഗ്യം കൊടുത്തു. കാരണം ഈ എന്താണോ ശിവന്റെ അനുഗ്രഹപ്രകാരം അഗസ്ത്യന് കിട്ടേണ്ടത് ദേവിയിൽ നിന്ന് കിട്ടണം. അതുകൊണ്ടാണ് ഈ അക്ഷരാഭ്യാസം തുടങ്ങാൻ അഗസ്ത്യനെ തന്നെ നിർദ്ദേശിക്കുന്നത്. ദേവിക്ക് എന്ത് ചെയ്തു, ആ കൊച്ചു കുഞ്ഞിനെ മഞ്ഞളും അരിയും ചേർന്ന് അക്ഷതമായിട്ടിരിക്കുന്ന വലിയ സ്വർണ്ണ തളികയിൽ അരി നിരത്തി വെച്ചിരിക്കുകയാണ്. മഹാഷോഡശി മന്ത്രമായിട്ട്, മഹാപഞ്ചദശാക്ഷരി മന്ത്രമായിട്ട് ഇരിക്കുന്ന ആ ദേവി, ഈ 3 വയസ്സേ ഉള്ളെങ്കിലും ആരെ അമ്മ, ആ ഒരു പരാശക്തിയുടെ പൂർണ്ണമായിട്ട് ഇരിക്കുന്ന സ്വർണ്ണ എന്താ പറയാ, ആ ഒരു വിഗ്രഹം പോലെ ഇരിക്കുന്ന ആ ഒരു 3 വയസ്സുള്ള തടാതകയ്ക്ക് ആ ദേവിയെ കാണുമ്പോ എന്താ, ഇത് തനിയെ എല്ലാ അക്ഷരങ്ങളും പുറത്തു വരുന്ന പോലെ അഗസ്ത്യന് തോന്നുന്നത്. ഒന്നും എഴുതിക്കേണ്ടി വരുന്നില്ല. ആ കുഞ്ഞിന്റെ അടുത്തിരിക്കുമ്പോ ആ കുഞ്ഞിന്റെ കൈ തൊടുമ്പോ തന്നെ എന്താ, കുഞ്ഞ് തനിയെ എഴുതുകയാണ്. ആദ്യം എന്താണ് നമ്മൾ എഴുതിക്കുന്ന സാധാരണഗതിയിൽ ഈ എന്നാണ് എഴുതിക്കുന്നത്. അപ്പോ ആദ്യത്തെ അക്ഷരം എഴുതിച്ചു, എഴുതി. ആ കുട്ടി തന്നെ കൈ പിടിക്കുന്നതിന് മുമ്പേ തന്നെ അങ്ങ് എഴുതുകയാണ്. 2ാമത്തെ അക്ഷരം ഈ എഴുതി. അപ്പൊ ചുമ്മാ കൈ പിടിച്ചോണ്ടിരുന്ന കൊച്ചു കൈ, അഗസ്ത്യൻ കൈ പിടിച്ചിരിക്കുകയാണ് മീനാക്ഷിയുടെ. ദേവി എന്ത് ചെയ്തു, ആ കൊച്ചു കൈ പെട്ടെന്ന് ഈ അഗസ്ത്യന്റെ കൈയിൽ നിന്ന് അങ്ങ് എടുത്തു കളഞ്ഞു. അപ്പോഴെന്ത് ചെയ്തു, അഗസ്ത്യൻ തനിച്ചെഴുതി ഈന്ന്. അപ്പൊ ഈ പെട്ടെന്ന് കൈ കൊണ്ടുവന്നിട്ട്, മീനാക്ഷി കൈ കൊണ്ടുവന്നിട്ട് അഗസ്ത്യന്റെ കൈ പിടിച്ച് ഒരു ഈംകാരം, മാ എന്നുള്ള അക്ഷരവും പൂജ്യവും എന്ത് ചെയ്തു, അഗസ്ത്യന്റെ കൈ കൊണ്ട് പെട്ടെന്ന് അങ്ങ് പിടിച്ചെഴുതിപ്പിക്കുകയാണ്. ഒരു പ്രപഞ്ചത്തിലെ 7 കോടി മന്ത്രങ്ങളാകുന്ന ഈംകാരം, ആ ഒരു ദേവിയുടെ മൂലസ്വരൂപിണി, ആ മൂലപ്രകൃതി ഏത് സ്വരത്തിലൂടെയാണോ പഞ്ചമഹാബീജങ്ങളിൽ നിന്ന്, ആ ഓംകാരത്തിൽ നിന്ന് ഹ്രീംകാരത്തിൽ നിന്ന് പുറത്തു വന്ന ഈ കാണുന്ന അണ്ടചരാചരങ്ങള്, 724 ഭുവനങ്ങള് എല്ലാം ഒരൊറ്റ അക്ഷരത്തിൽ ഒതുക്കിയിരിക്കുകയാണ്. അമ്മയുടെ ഏറ്റവും ഉയർന്ന കാമകലാ ബീജമാകുന്ന ഈംകാരം. ഇതില് എന്താ പറയാ, നമുക്ക് അങ്ങനെ എടുത്ത് ജപിക്കാൻ പാടില്ല. ഈംകാരത്തിന് ആ ഗുരുമുഖത്ത് നിന്ന് വേറെ 2 അക്ഷരം കൂടെ ഗോപ്യമായിട്ടുണ്ട്. അത് തന്നാൽ മാത്രമേ നമുക്ക് ജപിക്കാവൂ. അല്ലാതെ വെറുതെ ഇത് കേട്ടോണ്ടെടുത്ത് ആരും ജപിക്കരുത്. കാരണം 2 മന്ത്രം അത് ഗുരു തന്നെ നേരിട്ട് തരണം. ആ 3 അക്ഷരമുള്ള മന്ത്രമാണ്. പക്ഷെ വെളിയിൽ ഈംകാരമേ പറയാറുള്ളൂ. അപ്പോ ഈ ഈംകാരം എന്ന് എഴുതിയത് വെറും എഴുതി ഈ എന്നുള്ളതിന് എന്ത് ചെയ്യും, അഗസ്ത്യന്റെ കൈ പിടിച്ചിട്ട് എന്ത് ചെയ്തു, ആ കൊച്ചു കൈ കൊണ്ട് ആ ഒരു 2 പൂജ്യം, ഒരു ഈംകാരം, ഒരു മകാരവും ഒരു പൂജ്യവും, എന്താ പ്രപഞ്ചം മുഴുവൻ ഇതിൽ അടങ്ങിയിരിക്കുകയാണ്. അഗസ്ത്യൻ ഇത് എഴുതിയപ്പോ മീനാക്ഷി പുറകെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ് കൈ കെട്ടി നിന്നിട്ട്. അപ്പൊ പറഞ്ഞു, എന്താ പൂജ്യം ഇട്ട് കഴിഞ്ഞപ്പോ അഗസ്ത്യൻ അങ്ങ് അത്ഭുതപ്പെട്ടു പോയി. അയ്യോ ഭഗവാൻ, ഞാൻ എന്നല്ലേ എഴുതിയുള്ളൂ, ഇത് ആരെ ഈമെന്ന് എഴുതിയതെന്ന് പറഞ്ഞ് അഗസ്ത്യൻ അന്തം വിട്ട് ഈ കൊച്ചു കുഞ്ഞിനെ നോക്കി
നോക്കിയപ്പോ ചിരിച്ചോണ്ട് ആ കൊച്ചുകുട്ടി ദേവിയുടെ മഹാമന്ത്രം ആ മന്ത്രത്തെ കണ്ടപ്പോഴ് അത് ചിന്തിച്ചപ്പോഴ് എന്ത് ചെയ്തു? അയ്യോ അമ്മ ഇത് എന്താണ് ചെയ്തത് എന്ന് ചോദിച്ച് നോക്കിയതും ദേവി ഏത് രൂപത്തിലാണ് നിൽക്കുന്നത്? ആ കൊച്ചു മീനാക്ഷിയുടെ സ്ഥാനത്ത് അത് ചിന്തിച്ചപ്പോൾ തന്നെ ആശ്ചര്യമായിട്ട് ലോകത്ത് ഒരു ജന്മത്തിലും ആർക്കും കാണാൻ പറ്റാത്ത മഹാഷോഡശിയുടെ രൂപം ദേവി നേരിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. 10 കൈകള്, 10 കൈകളില് 10 ആയുധങ്ങള്, അക്ഷമാല, പുസ്തകം, പാശം, അങ്കുശം, കരിമ്പ് വില്ല്, പുഷ്പബാണങ്ങള്, അഭയം, വരദം, വീണ മീട്ടിക്കൊണ്ട് സാക്ഷാൽ പഞ്ചബ്രഹ്മ മഞ്ചത്തിലിരിക്കുന്ന മഹാഷോഡശിയെ പ്രത്യക്ഷമായിട്ട് അഗസ്ത്യന് കാണിച്ചു കൊടുത്തു. ആര്? ഈ കൊച്ചു മീനാക്ഷി. തനിക്ക് അക്ഷരങ്ങൾ പറഞ്ഞു തരാമെന്ന തന്റെ കുലഗുരുവായിട്ടുള്ള അഗസ്ത്യന്, തന്റെ ഭർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ശിവന്റെ പ്രിയപ്പെട്ട ശിഷ്യന് അമ്മ കൊടുത്ത ആ മനസ്സിലിരുന്ന ഒരു ചെറിയ ഗുരുദക്ഷിണയായിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്തു? ഗുരുവിന് ദക്ഷിണ കൊടുത്തു കഴിഞ്ഞു. കൊച്ചു കുഞ്ഞ് ആ അക്ഷരങ്ങൾ എഴുതുന്നതിന് മുമ്പേ തന്നെ ആ മഹാമന്ത്രത്തെ, ഈംകാരമാകുന്ന ആ കാമകലാ മന്ത്രത്തെ അഗസ്ത്യന് കൊടുത്തു. കൈ പിടിച്ചെഴുതിച്ച് കൊടുക്കുകയാണ്. അദ്ദേഹം എന്ത് അത്ഭുത സ്തബ്ധനായിട്ട് അദ്ദേഹം ഇരിക്കുകയാണ്. ഈ ഭാഗ്യം ഈ ലോകത്ത് ആർക്ക് കിട്ടും? ചതുർഭുജ രൂപത്തിൽ ലളിതാ ത്രിപുര സുന്ദരിയായിട്ട് ദർശനം കിട്ടിയ ഒത്തിരി പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷെ ഈ മഹാഷോഡശിയായിട്ട് കിട്ടിയ രൂപം, 10 കൈകളാണ് മഹാഷോഡശിക്ക്. ഷോഡശി ദർശനം എന്ന് പറയുന്നത് അതീവ ദുർലഭമാണ്. അഗസ്ത്യന് സന്തോഷം സഹിക്കാൻ വയ്യ. അമ്മാ ഭഗവതി, ആർക്കും കിട്ടാത്ത മഹാഭാഗ്യം, ഞാൻ അമ്മയുടെ ഗുരുവോ അമ്മ, ഞാൻ അമ്മ എന്ന് പറഞ്ഞ് പൊട്ടി കരഞ്ഞുകൊണ്ട് എല്ലാത്തിനും ഗുരുരൂപിണിയായിട്ടിരിക്കണം, പ്രപഞ്ചത്തിനെല്ലാം ഗുരുവായിട്ടിരിക്കണം. അല്ലയോ ദേവി, അമ്മ എനിക്ക് ഈ പാവപ്പെട്ട അഗസ്ത്യന്, ഒരു നിസ്സാരനായിട്ടുള്ള എനിക്ക് അമ്മ നേരിട്ട് വന്ന് കൈപിടിച്ച് എനിക്ക് ഈംകാരം തന്ന് എനിക്ക് കാമകലാ സ്വരൂപമായിരിക്കുന്ന മന്ത്രം നേരിട്ട് ഉപദേശിക്കുക. ഗുരുമുഖാന്തരം അല്ല, ദേവി നേരിട്ട് ഉപദേശിച്ചു. ഇനി എനിക്ക് എന്താ വേണ്ടത് അമ്മ എന്ന് പറഞ്ഞ് എനിക്ക് ഇനി ഞാൻ അമ്മയെ എന്ത് പഠിപ്പിക്കാൻ? ഈ ഒരു മന്ത്രം ലഭിച്ച ഞാനാണോ അമ്മയാണോ ഗുരു? അമ്മ തന്നെയാണ്. എനിക്ക് അമ്മയെ ഒന്നും പഠിപ്പിക്കാനില്ല. ഞാൻ ഉപാസിച്ചെന്റെ ഒരു ഗുരുവായിട്ട് ഒരക്ഷരം പഠിപ്പിച്ചപ്പോ ഈ പ്രപഞ്ചത്തിന്റെ മന്ത്രം എനിക്ക് തന്നിരിക്കുന്ന സാക്ഷാൽ ഗുരുരൂപിണിയാണ് അമ്മ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? എനിക്ക് ദർശനം, ഇനി ഈ ഭാഗ്യം എനിക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് അമ്മ, അമ്മയുടെ ഈ രൂപം എന്ന് പറഞ്ഞ് അഗസ്ത്യൻ എന്ത് ചെയ്തു? നമസ്കരിച്ചതും അവിടെ ആര് നിൽക്കണു? നമ്മുടെ കൊച്ചു മീനാക്ഷി. വീണ്ടും പഴയ രൂപത്തില് 3 വയസ്സുള്ള കുട്ടി. എന്താ അഗസ്ത്യാന്ന് വെച്ചിട്ട് പൊട്ടിച്ചിരിച്ചോണ്ട് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ ആ അരിയിൽ എഴുതിയ ഈംകാരം അങ്ങനെ വെട്ടി തിളങ്ങി നിൽക്കുകയാണ്. അപ്പൊ അമ്മ, ഞാൻ ഈ ഈക്ക് എന്താ ഈന്ന് മാത്രമല്ലേ എഴുതിയുള്ളൂ അമ്മ, ഇത് ആരെഴുതി ചേർത്തു? അഗസ്ത്യ, നിന്റെ കളിയല്ലേ, നീ എന്താ എന്റെ അടുത്ത് കളിക്കുകയാണോ? നീ അല്ലേ എഴുതിയത്? അല്ല അമ്മ, അമ്മ കൈപിടിച്ച് എഴുതിച്ചല്ലേ. അമ്മയോ? ഏതമ്മ എന്നൊക്കെ ചോദിച്ചു. ഒരു കൊച്ചു കുട്ടിയുടെ സ്വരൂപത്തില് പരദേവത ആ കാമകല അക്ഷരത്തെ എന്താണോ അഗസ്ത്യന്റെ ഉള്ളിലിരുന്ന ആഗ്രഹത്തെ തീർത്ത് ഗുരുദക്ഷിണയും കൊടുത്ത് അപ്പൊ തന്നെ എന്ത് ചെയ്തു? ഗുരുവിനെ ആദരിക്കുകയാണ്. നോക്കൂ, ആ ഒരു അമ്മയാണ് ഈ കുഞ്ഞിന്റെ രൂപത്തിൽ വന്ന് എനിക്ക് കാണിച്ചു തന്നത് എന്ന് പറഞ്ഞ് കണ്ണുനീരോടുകൂടി ആ കൊച്ചു കുഞ്ഞിനെ എടുത്ത് മടിയിലിരുത്തി പാദപത്മങ്ങളെ, ആ കൊച്ച് സ്വർണ്ണ കൊലുസിട്ട പാദങ്ങളെ വീണ്ടും വീണ്ടും ചുംബിച്ച് അമ്മ, എനിക്ക് ഇതിൽ കൂടുതൽ ഭാഗ്യം വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണു? ഞാൻ എന്ത് അമ്മയെ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞു. അമ്മ പെട്ടെന്നൊരു കൊച്ചു എല്ലാം മായ പോലെ മറച്ചൊന്നും അറിഞ്ഞുകൂടാത്ത പോലെ അഗസ്ത്യനോട് ചോദിക്കണം, എന്നെ പഠിപ്പിക്കൂ, എന്നെ അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കൂ എന്ന് പറഞ്ഞ് എന്താ ചോദിച്ച് അഗസ്ത്യന്റെ ആഗ്രഹം തീർത്തു. മീനാക്ഷിക്ക് എന്താ അക്ഷരങ്ങൾ പഠിച്ച് എങ്ങനെയാണോ മായ കൊണ്ട് മധുര മീനാക്ഷി ആ ഒരു മലയധ്വജന്റെ കുഞ്ഞായിട്ട് ഓരോ പടികളും പഠിച്ച് സാധാരണ ഒരു കുട്ടിയെ പോലെ വളർന്നു വരണം എന്നുള്ള ആഗ്രഹം എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ ആയി തീർന്നു. അപ്പോ ആ പറഞ്ഞ എന്താ പറയാ ഷോഡശി രൂപം കാണിച്ചു. വിദ്യാവതിക്കും കാഞ്ചനമാലയ്ക്കും എന്താ ആ ഒരു പുണ്യം കൊടുത്ത് ഷോഡശി രൂപം അഗസ്ത്യന് മാത്രമേ കാണിച്ചു കൊടുത്തുള്ളൂ. 2 പ്രാവശ്യം ഈ അമ്മമാർക്ക് എന്താ തന്റെ പഞ്ചദശി സ്വരൂപം പഞ്ചപ്രേത മഞ്ചത്തിലിരിക്കുന്ന ആ ഒരു പഞ്ചബാണങ്ങളും കരിമ്പ് വില്ലും പാശവും അങ്കുശവും കൂടെയുള്ള രൂപം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അമ്മമാർക്കെല്ലാം. പക്ഷെ തന്റെ ഗുരുവിന് കൊടുത്തു നോക്കൂ, ഏറ്റവും ഉയർന്ന ഗുരുദക്ഷിണ അദ്ദേഹം ചോദിച്ചിരുന്ന കാമകലാ മന്ത്രം നേരിട്ട് ഉപദേശിച്ചു കൊടുത്തു. അത്രയും കരുണയാണ് അമ്മയ്ക്ക്. അമ്മയുടെ ആ ഒരു എന്താ പറയാ, ഒരു അമ്മയുടെ ഗുരുവായിട്ട് ആ കൊച്ചു കുഞ്ഞിന്റെ കൈപിടിച്ച് എഴുതാൻ ആ അഗസ്ത്യന് കിട്ടിയ ഭാഗ്യം ദേവകളെല്ലാം തന്നെ ആകാശത്തിരുന്ന് ആ അഗസ്ത്യന്റെ ഭാഗ്യത്തെ കുറിച്ച് ആലോചിച്ച് അദ്ദേഹത്തെ പുകഴ്ത്തുന്നു. വാനത്തിലിരിക്കുന്ന ഭിന്നവന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും എല്ലാം ഈ ഒരു അഗസ്ത്യന്റെ ഭാഗ്യം, അയ്യോ അഗസ്ത്യ, ഇത്രയും ഭാഗ്യം ആർക്കാണുള്ളതെന്ന് പറയുന്നത് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോ എന്താ പറയുക, മധുര രാജ്യം ഭരിച്ച ആ ഒരു അത്രയും അനുഗ്രഹം, മധുര രാജ്യം ഭരിക്കണം, ദിഗ്വിജയം നേടണം, എന്താ പറയാ, സോമസുന്ദരനെ കല്യാണം കഴിക്കണം. ആ ഒരു ദേവി എന്തൊക്കെ കാര്യങ്ങൾ ഇനി പഠിക്കാൻ കിടക്കണു? അക്ഷരം മാത്രമാണോ?
അപ്പൊ അന്ന് ജീവിച്ചിരുന്നവർക്ക് എത്ര ഭാഗ്യമാണ് അമ്മയുടെ ഈ സ്വരൂപം കാണാനും ആ ഒരു അമ്മയെ കണ്ട് പൂജിക്കാനും. അമ്മയെ ആ ഒരു കൊട്ടാരത്തിൽ ജീവിച്ചിരുന്നവരും ഒക്കെ ആലോചിച്ച് നോക്കൂ. ദേവി തന്നെയാണ് ഈ രൂപം എന്ന് പല പല സമയത്തും മറഞ്ഞിരുന്നുകൊണ്ട്, ഒളിഞ്ഞും മറഞ്ഞും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ദേവി. ഓരോരുത്തരും ആ വിളിച്ചവർക്കെല്ലാം തന്നെ, അഗസ്ത്യന് മാത്രമല്ല, എങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കഥകളൊക്കെ നിങ്ങൾക്ക് എടുത്തു വായിക്കാം. കാമാക്ഷി വിലാസം എല്ലാം നമുക്ക് പറയാനുള്ള ഇതില്ല. കൊച്ചു കുട്ടിയായിട്ട് ഇരിക്കുമ്പോൾ മുതല് ആ ഒരു വിവാഹം കഴിഞ്ഞ് സുന്ദരേശ്വരനുമായിട്ട് തിരിച്ച് മധുര രാജ്യം ഭരിക്കുമ്പോൾ വരെ ഓരോരുത്തർക്കും അമ്മാന്ന് വിളിക്കുന്നവർക്ക് കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങള് കൈ വാരി കോരി കൊടുക്കുക എന്ന് പറയില്ലേ, അതുപോലെയാണ് ദേവി അനുഗ്രഹം കൊടുത്തിരിക്കുന്നത്. ദിഗ്വിജയത്തിന് പുറപ്പെടുന്നതിന് മുമ്പേ ഒരു സീക്വൻസ് നമ്മൾ കാണും. ആ ഭക്തരുടെ വീട്ടില് സുമംഗലികളെല്ലാം തന്നെ, രാജകുമാരിയാണ്, എപ്പോഴും ചെന്ന് കാണാൻ പറ്റില്ല. കൊട്ടാരത്തിലെ പ്രവേശനത്തിന് ഒരുപാട് എന്താ പറയുക നിയമങ്ങളുണ്ട്. ഈ അമ്മയെ ഒന്ന് കാണണം, കാണുന്ന സുമംഗലികൾക്കെല്ലാം ആഗ്രഹം. കാരണം ആ ഒരു മധുര മീനാക്ഷി ക്ഷേത്രത്തിലിരിക്കുന്ന പച്ച മരതകക്കല്ല് പോലെയുള്ള അതിസുന്ദരിയായ ദേവി ഒന്ന് കാണാൻ. ദേവി മൂടുപടം ഇട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. ദേവിക്ക് അങ്ങനെ പുറത്തിറങ്ങി നടക്കാറില്ല. തോഴിമാർക്കും വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് കാണാൻ പറ്റൂ. അപ്പോഴെന്ത് ചെയ്തു, എല്ലാവരുടെയും മനസ്സിൽ ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ ഇതെല്ലാം ദേവി അറിയുന്നുണ്ട്. ദിഗ്വിജയത്തിന് പുറപ്പെടുമ്പോ രഥത്തിൽ പോകുമ്പോ എല്ലാവരുടെയും വീട്ടിൽ പറയും, തെരുവായിട്ട് മധുരയിലെ ഓരോ തെരുവിലും വന്നിട്ട് അവിടെ ആ ദിഗ്വിജയ രൂപത്തില്, അതായത് ഒരു പോരാളിയുടെ വേഷത്തില് മധുര മീനാക്ഷി സ്വരൂപത്തിലിരിക്കുന്ന സാക്ഷാൽ ജഗദംബിക ഓരോ വീട്ടിന്റെ നടയിലും വാസലിൽ ചെന്നിരുന്ന്, അമ്മ സുവാസിനി എനിക്ക് എന്നെ ഉഴിഞ്ഞിടൂ. ദേവിക്ക് എന്താ, എല്ലാരും നമ്മളൊരു ഒരു യുദ്ധത്തിന് പോകുമ്പോ ഉഴിഞ്ഞിടൽ ചടങ്ങുണ്ട് അവരുടെ തമിഴ്നാട്ടില്. അപ്പൊ സുമംഗലികളെല്ലാം തന്നെ എന്ത് ചെയ്യും, ആ ഒരു ഉഴിഞ്ഞിടാൻ വേണ്ടി തട്ടത്തിലെ കുങ്കുമവും മഞ്ഞളും വെച്ച് ആരതി ഉഴിഞ്ഞ് നെറ്റിയിൽ വിജയ സിന്ദൂരം കൊടുത്ത് ആ പലഹാരങ്ങളൊക്കെ കൊടുത്ത് സ്വന്തം മകളെ എങ്ങനെയാണോ യുദ്ധത്തിന് അയക്കുന്നത് അതുപോലെ. എന്താ ദേവി എങ്ങനെ വരാൻ കാരണം, ഇവരുടെ മനോകാമനകളെ പൂർത്തീകരിച്ചാണ്. കാരണം എല്ലാവരുടെയും ഉള്ളിൽ എന്നെ ഒന്ന് കാണണം, എന്നെ ഒന്ന് തൊടണം, എനിക്ക് മകളെ പോലെ ഒന്ന് കാണണം എന്ന ആഗ്രഹം അമ്മ തിരിച്ചറിഞ്ഞു. അമ്മയല്ലേ ദേവി, മകളായിട്ട് അഭിനയിക്കണമെങ്കിലും ഉള്ളില് തന്റെ സൃഷ്ട പ്രപഞ്ചത്തോടുള്ള മുഴുവൻ കരുണയാണ്. അപ്പൊ ഓരോ വീട്ടിലും ചെന്നിട്ട് എന്ത് ചെയ്യും നോക്കൂ, മഹാലക്ഷ്മി വീട്ടിന്റെ നടയിൽ വന്ന് നിൽക്കുന്ന പോലെ ആ ഓരോ വീട്ടിന്റെയും അപ്പൊ പറഞ്ഞു, അമ്മ ഈ വഴിയല്ല, നമുക്ക് ഏത് വഴി, മധുരയിലെ എല്ലാ തെരുവുകളിലും പോട്ടെ എന്നാ പറയുന്നത്. എല്ലാ തെരുവുകളിലും പാവപ്പെട്ടവന്റെയും പണക്കാരന്റെയും എല്ലാ വീടുകളുടെയും നടയിൽ ചെന്ന് കോലമിട്ട് മഞ്ഞളിട്ട് ആ ഒരു മഞ്ഞൾ പ്രസാദം സ്വീകരിച്ച് ദേവിക്ക് കുങ്കുമമിട്ട് പൂവച്ച് ആരതി ഒഴിഞ്ഞ് അവരുടെ ആഗ്രഹങ്ങൾ, ദേവിയെ എങ്ങനെയാണോ പൂജിക്കുന്നത് ക്ഷേത്രത്തിലെ വിഗ്രഹം പോലെ അവരുടെ നടയിൽ നിന്നുമാണ്. ആ ഒരു രൂപത്തെ വർണ്ണിക്കുന്നതുകൊണ്ട് വളരെ മനോഹരമാണ്. ആ ഒരു യുദ്ധക്കോലത്തില് ദിഗ്വിജയത്തിന് പുറപ്പെടുന്ന ദേവി വീടുകളുടെ നടയിൽ ചെന്ന് നിന്നിട്ട് ഓരോരുത്തരെയും സ്നേഹത്തോടു കൂടി കുനിഞ്ഞു നിന്ന് നെറ്റിയിൽ കുങ്കുമം സ്വീകരിച്ച്. ഇനി ഇതിൽ കൂടുതൽ ഭാഗ്യം മധുര നിവാസികൾക്ക് എന്താ വേണ്ടത്? സ്വന്തം ആ ഒരു മീനാക്ഷി ക്ഷേത്രത്തിൽ അമ്മയെ പൂജിക്കാൻ വിഗ്രഹത്തിനുള്ള ശാന്തിക്കാരനെ പറ്റൂ. ഇത് യഥാർത്ഥ ജീവനുള്ള മീനാക്ഷി സ്വന്തം വീടുകളുടെ നടയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മമാരും കുഞ്ഞുങ്ങളും ഓടിച്ചെന്ന് ദേവിയുടെ കാല് കഴുകണു, ദേവിക്ക് അത് കൊടുക്കണു ഇത് കൊടുക്കണു, വീട്ടിലുണ്ടാക്കിയ അടയും അപ്പവും പായസവും എല്ലാം എല്ലാം വാങ്ങിച്ച് തേരിൽ വെക്കുകയാണ്. അവരുടെ സന്തോഷം അതാണ് അമ്മ. ആ അമ്മയെ പോലെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അക്ഷരം പഠിപ്പിക്കാൻ പോയ അഗസ്ത്യന് കാമകലാ മന്ത്ര ഉപദേശം ദേവിയിൽ നിന്ന് ലഭിച്ചു. അപ്പൊ ദീക്ഷിതർ പറയുന്നു, മീനാക്ഷി, ഇതിനകത്ത് നീലകണ്ഠ ദീക്ഷിതർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഒരുപാട് അദ്ദേഹത്തിനെയാണ് കണ്ണ് കണ്ടുകൂടാതായതും മീനാക്ഷി ക്ഷേത്രത്തില് രാജാവിന്റെ എന്താ പറയുക ശില്പം ഉണ്ടാക്കിയതും ശില്പത്തിന്റെ തൊടയിൽ ഒരു കറുത്ത മറുകുണ്ട്. അപ്പൊ ഈ രാജാവിന് സംശയം, നീലകണ്ഠ ദീക്ഷിതരൊക്കെ എങ്ങനെ എന്റെ ഭാര്യയുടെ കാലിലുള്ള മറുക് കണ്ടു, ഇദ്ദേഹത്തെ സംശയിക്കുകയാണ്. അപ്പോ ഇദ്ദേഹം നീലകണ്ഠ ദീക്ഷിതർ, അമ്മ എല്ലാത്തിനും സർവസാക്ഷി പ്രപഞ്ച സാക്ഷി അമ്മ മീനാക്ഷി എന്നും പറഞ്ഞ് തന്റെ രണ്ട് കണ്ണുകളെ ദീപാരാധന തട്ടുവെച്ചിട്ട് കർപ്പൂരം വെച്ച് രണ്ട് കണ്ണുകളെ കുരുടനാക്കുകയാണ് നീലകണ്ഠ ദീക്ഷിതർ. അമ്മ ഈ ഒരു ചെറിയ സംശയം രാജാവിന്റെ ഉള്ളിൽ വന്നതുപോലും അദ്ദേഹത്തിന് അറിയാൻ പറ്റി. അമ്മ മീനാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്താ വരച്ചത്, യഥാർത്ഥ മീനാക്ഷിയുടെ ശില്പമാണ് വരച്ചത്. ആ തൊടയിൽ മറുകു വന്ന് മീനാക്ഷിയെ കണ്ടാൽ ലോകത്ത് പ്രപഞ്ചത്തിലിരിക്കുന്ന എല്ലാ ചരാചരങ്ങളുടെയും മുഖങ്ങള് അറിയാതെ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ വരും. അമ്മ ഇത് ഈ പറഞ്ഞ രാജ്ഞി എങ്ങനെ വരയ്ക്കുന്ന ചോദിച്ചപ്പോ അമ്മ കാണിച്ചു കൊടുത്ത രീതിയിലാണ് അദ്ദേഹം ആ ശില്പം ഉണ്ടാക്കുന്നത്. അപ്പൊ തൊടയിലുള്ള മറുക് നാച്ചുറലി വന്നു. പക്ഷെ ആ മറുക് മറയ്ക്കാൻ വേണ്ടി 10 പ്രാവശ്യം അവിടെ മണ്ണ് പുട്ടിയിട്ടിട്ടും ആ മണ്ണ് പൊട്ടിത്തെറിച്ച് വീണ്ടും ആ മറുക് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തുണിയിട്ട് മറച്ചു വെച്ചിരിക്കായിരുന്നു ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹത്തിന് എന്താ അറിയാം, ഇദ്ദേഹം ആ ഭാര്യയെ കണ്ടിട്ട് പോലുമില്ല. രാജാവ് വന്ന് ഇത് മാറ്റി നോക്കിയപ്പോ ഈ കാലില് ഈ ഒരു മറുക് കണ്ടു. എന്റെ ഭാര്യ, ഇത്രയും അന്തപുരത്തിൽ ജീവിക്കുന്ന എന്റെ ഭാര്യയുടെ കാലിലെ മറുക് ഈ ദീക്ഷിതർ എങ്ങനെ കണ്ടു? നോക്കൂ എത്ര സംശയമാണ് മനുഷ്യന്റെ മനസ്സെന്ന്.
ആ ഈ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ഈ സംശയം വന്നതും നീലകണ്ഠ ദീക്ഷിതർക്ക് ദേവി കാണിച്ചു കൊടുത്തു ഈ സംശയം. അപ്പൊ തന്നെ എന്ത് ചെയ്തു, എനിക്കിനി ഒന്നും കാണണ്ട, യഥാർത്ഥ സത്യത്തെ അമ്മ കാണിക്കട്ടെ എന്നും പറഞ്ഞ് ആ ഒരു ദീപാരാധന തട്ടെടുത്ത് തന്റെ രണ്ട് കണ്ണിലും തീ വെച്ച് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തുകയാണ്. ഇതറിഞ്ഞ രാജാവ് ഓടി വരണു. ഓടി വന്ന് ഇദ്ദേഹത്തിന്റെ പാദപത്മങ്ങളെ നമസ്കരിക്കുമ്പോ എന്താ ആ ഗർഭഗൃഹത്തിൽ നിന്ന് മീനാക്ഷിയുടെ കണ്ണിൽ നിന്ന് രണ്ട് ജ്വാലകൾ വന്ന് നീലകണ്ഠ ദീക്ഷിതർക്ക് വീണ്ടും എന്താ പറയാ കാഴ്ച കൊടുക്കുന്നതാണ് ഈ രാജാവ് നേരിട്ട് കാണുന്നത്. അപ്പോഴാണ് ഇദ്ദേഹം എത്ര ഉയർന്ന ഭക്തനാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്ന. ആ ദീക്ഷിതര് ഈ മീനാക്ഷിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ബാലലീലകളും ദേവിയുടെ യൗവനത്തിലുള്ള കളികളും ഒക്കെ ഒരുപാട് വളരെ വളരെ വിശേഷമായിട്ട് എഴുതിയ ഒരു ബുക്കുണ്ട്. അപ്പൊ ഈ ദീക്ഷിതരാണ് പറയണത്, മീനാക്ഷി എന്ത് ചെയ്തു, കുട്ടികളുടെ കൂടെ ഓടിക്കളിക്കുകയാണ്. രാജകൊട്ടാരത്തിന്റെ മുമ്പിലെ കുറച്ച് കുട്ടികളുമായിട്ട് മീനാക്ഷി എന്താ, എല്ലാവരും സാധാരണ കുട്ടികളാണെങ്കിൽ അതിനിടെ ഒരു മരതക കല്ല് കളിക്കുന്ന പോലെ അത്രയും സൗന്ദര്യത്തോടുകൂടി കാൽ ചിലമ്പുകളിട്ട്, ഒഡ്യാണമിട്ട്, മൂക്കൂത്തിയിട്ട്, തലമുടി പിന്നിയിട്ട്, പൂവച്ച് അതിസുന്ദരിയായിരിക്കുന്ന മീനാക്ഷി എന്താ അരുവിയിലെ ജലം ഒഴുകും പോലെ കിലികിലാന്ന് ചിരിച്ചുകൊണ്ട് ഓടിക്കളിക്കുകയാണ്. കുട്ടികൾ അവിടെ ഓടിക്കളിക്കണ എങ്ങനെയാ, കണ്ണ് കെട്ടി കളിക്കുകയാണ്. നമ്മൾ സാറ്റ് കളിക്കാന്ന് പറയില്ലേ, അതുപോലെ. അപ്പോ കുറച്ചു പേര് ഒളിക്കണം, കുറച്ചു പേര് കണ്ടുപിടിക്കും. അങ്ങനെയാണ്, ഒരാൾ ഒളിക്കും, മറ്റു കുട്ടികളെ മറ്റു കുട്ടികൾ ഒളിക്കും, ഒരാള് കണ്ണ് കെട്ടുന്ന ആള് പോയി കണ്ടുപിടിക്കാം കണ്ണഴിച്ചിട്ട്. അപ്പൊ എന്ത് ചെയ്തു, എല്ലാരും കളിച്ചു. മീനാക്ഷിക്ക് കണ്ണു കെട്ടേണ്ട സമയമായി. എല്ലാ കുട്ടികളും കൂടെ വന്ന് പറഞ്ഞു, ഇനി കുമാരിയാണ് കണ്ണു കെട്ടേണ്ടതെന്ന് പറയണു. അപ്പൊ എന്താ, കണ്ണു കെട്ടും, ഞങ്ങൾ ഒളിക്കാൻ പോണു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആകാശത്തു നിന്ന് ദേവന്മാര് വിളിച്ചു പറഞ്ഞെന്നാ, അമ്മ രാജരാജേശ്വരി ത്രിപുരസുന്ദരി, അമ്മ മീനാക്ഷി കണ്ണു കെട്ടരുതേ, പ്രപഞ്ചത്തെ ഇരുട്ടിലാക്കരുതേ എന്ന് വിളിച്ചു പറഞ്ഞു എന്നാ പറയണത്. അപ്പൊ മീനാക്ഷി ചിരിച്ചോണ്ട് എന്ത് ചെയ്തു, കണ്ണു കെട്ടുന്ന ആ ഒരു തുണിയും കൊണ്ട് അരമനയിലേക്ക് ഓടിപ്പോയി എന്ന് ദീക്ഷിതര് പറയുന്നുണ്ട്. അപ്പോ ആ ദേവിയുടെ കണ്ണുകൾ ആരാണ്, പ്രപഞ്ചത്തിന് വെളിച്ചം കൊടുക്കുന്ന സൂര്യനും ചന്ദ്രനുമാണ് അമ്മയുടെ കണ്ണുകള്. അത് കെട്ടിയാല് ഈ പ്രപഞ്ചം എന്ത് ചെയ്യും, സൂര്യചന്ദ്രന്മാര് മറഞ്ഞാല് പ്രപഞ്ചത്തിൽ ഇരുട്ടായി ഇല്ലേ, പ്രപഞ്ചമില്ല, ജീവജാലങ്ങളില്ല. അതുകൊണ്ട് കുഞ്ഞു മീനാക്ഷി കയ്യിലെ ചെറിയ തട്ടവുമായിട്ട് എന്താ പറയാ ആ ഒരു ചെറിയ തുണിയുമായിട്ട് അകത്ത് ഓടിക്കളഞ്ഞു എന്ന് ഒരു കഥ. പിന്നെ എന്ത് ചെയ്തു, ഒന്ന് രണ്ടെണ്ണം നമുക്ക് ജസ്റ്റ് നോക്കാം, അത്രയും നല്ലതാണ് കേൾക്കാന്. കൊച്ചു കുട്ടികൾ നമുക്കറിയാം, കലവറയിൽ ഒരുപാട് എന്താ പറയാ എല്ലാ പലഹാരങ്ങളും ഇങ്ങനെ വലിയ വലിയ പാത്രങ്ങളിൽ, രാജകൊട്ടാരല്ലേ, ഒത്തിരി പലഹാരങ്ങള്, ലഡു, ജിലേബി, ഇങ്ങനെ പല സാധനങ്ങൾ നിറച്ചു വെക്കും. ഈ കൊച്ചു മീനാക്ഷി എന്ത് ചെയ്തു, എല്ലാത്തിന്റെ രുചി നോക്കാൻ ആരും, കുട്ടികളല്ലേ, എപ്പോ കുട്ടികളുടേതായിട്ടുള്ള വികൃതി, എന്ത് താലത്തിൽ കൊണ്ടു കൊടുത്താലും സ്വർണ്ണ താലത്തിൽ കഴിക്കേണ്ട മീനാക്ഷി എന്ത് ചെയ്തു, ആരും കാണാതെ ഒരു കൊച്ചു തട്ടം എടുത്തിട്ട് ഈ പറഞ്ഞ കലവറയ്ക്കകത്ത് പോവാണ്. അന്നപൂർണേശ്വരിയാണ് അമ്മ. ആ ഒരു കൊച്ചു തട്ടം കൊണ്ട് പതുക്കെ പതുക്കെ പതുങ്ങി ചിലമ്പുകളുടെ ശബ്ദം മാത്രമേ കേൾക്കാവൂ. അപ്പൊ കലവറക്കാരൻ മാറി നിന്നു കൊടുത്തു. ഒരു കൊച്ചു കയ്യിൽ എത്ര എടുക്കാനുണ്ട്, എത്ര എടുക്കുമില്ലെങ്കിൽ ഒരു ജിലേബി പോലും കൊള്ളാത്ത കുഞ്ഞിക്കൈ, ആ ഒരു കുഞ്ഞിക്കൈ കൊണ്ട് ഒരു തട്ടവും എടുത്തിങ്ങനെ പതുങ്ങി ആരും കാണാതെ ആ മുറിക്കകത്ത് ചെന്നിട്ട് എന്ത് ചെയ്തു, എല്ലാ സാധനങ്ങളും നോക്കുകയാണ്. എന്നിട്ട് തനിക്ക് ഇഷ്ടമുള്ള ഒന്ന് രണ്ട് പലഹാരങ്ങൾ മാത്രം കുറച്ചെടുത്തു. ഒരു 4-5 വലിയ എന്താ പറയുക വലിയ ചെമ്പ് പാത്രങ്ങളിൽ ഉണ്ടാക്കി വെച്ചിരുന്നതിൽ നിന്ന് അത് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുകയാണ്. ആ എടുത്തിട്ട് തട്ടത്തിൽ വെച്ച് ഓടിച്ചെന്ന് പോയി അതിൽ നിന്ന് കുറച്ച് കഴിച്ചിട്ട് തട്ട അവിടെ ഇട്ടിട്ട് അങ്ങ് ഓടിക്കളഞ്ഞു. അപ്പോ അന്ന് സദ്യക്ക് അവിടെ വിളമ്പാൻ എല്ലാ ദിവസവും കൊട്ടാരത്തിൽ വലിയ ഒരുപാട് പേർക്ക് ആഹാരം വിളമ്പണം. ഈ സാധനങ്ങളൊക്കെയാണ് വിളമ്പുന്നത്. അപ്പോ ഈ അടുക്കളയിൽ നിന്ന് മറ്റേ എന്താ കുശിനിക്കാരൻ, ഇതിന് ചാർജ് ആയിട്ടുള്ള ആള് ഈ ദേവി എടുത്ത 4 പാത്രത്തിലെ സാധനങ്ങൾ വിളമ്പും തോറും ആ പാത്രം നിറഞ്ഞു വരിക. എടുക്കും തോറും അത് പൊങ്ങി വരുന്നു. ഒരു കാരണം വെച്ചിട്ടും ഇത് എത്ര എടുത്തിട്ടും അത് തീരുന്നില്ല. ഈ ആള് കണ്ടതാണ് ഈ കുഞ്ഞ് വന്ന് എടുക്കുന്നത്. വീണ്ടും നിറഞ്ഞു കവിയുന്നു. സാക്ഷാൽ അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹമാണ്. അവിടെ ചെന്ന് അഗസ്ത്യനോട് പറയണം, അയ്യോ ഭഗവാനെ, എന്താണ് അറിയില്ല, ഈ കുഞ്ഞു മീനാക്ഷി വന്ന് 4 പാത്രത്തിൽ നിന്ന് എന്തൊക്കെയോ എടുത്തു, അതൊന്നും എടുത്തിട്ട് തീരുന്നില്ല. അഗസ്ത്യൻ കണ്ണടച്ചിരുന്ന് വിളിക്കുകയാണ്, അമ്മാ അന്നപൂർണേശ്വരി, കാശിന്ന് വിശ്വനാഥനെ ഉപേക്ഷിച്ച് മധുരയിൽ എത്തിയോ അമ്മ, എന്താണിതെന്ന് ചോദിച്ചു. സാക്ഷാൽ മീനാക്ഷി എന്ന് പറഞ്ഞ ആ കാശി വിശാലാക്ഷി ആയിരിക്കണ അന്നപൂർണേശ്വരി അഗസ്ത്യൻ നമസ്കരിച്ചിട്ട് പറയാണ്, ആ പാത്രം ഒരിക്കലും ഇനി നിറയാണ്ടിരിക്കില്ല, ഇതെന്നും നിറഞ്ഞുകൊണ്ടേയിരിക്കും. അവിടെ തൊട്ടത് ദേവിയുടെ അനുഗ്രഹം. ഇദ്ദേഹത്തിന് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല കുശിനിക്കാരന്, പക്ഷെ അഗസ്ത്യന് മനസ്സിലായി ആ കൊച്ചു കൈകൾ ആരുടേതാണെന്ന്. സാക്ഷാൽ അന്നപൂർണേശ്വരിയുടെ കൈകളായിരുന്നു. അവിടെ അന്നം പൂർണ്ണമാണ്, ഒരിക്കലും ദാരിദ്ര്യമില്ല. ആ കൊച്ചു കൈകൾ തൊട്ട് കഴിഞ്ഞാല് നിറഞ്ഞു കവിയും, ഏത് പാത്രവും നിറഞ്ഞു കവിയുന്ന അനുഗ്രഹമാണ് അമ്മ കൊടുത്തത്. ഇങ്ങനത്തെയുള്ള കുഞ്ഞു കളികള് കൊച്ചു
അച്ഛനമ്മമാരെയും കുസൃതികളെല്ലാം കാണിച്ച് സന്തോഷിപ്പിച്ച് എല്ലാവരുടെയും എന്താ കണ്ണുകൾക്ക് ആനന്ദം കൊടുത്തുകൊണ്ട് കൊച്ചു മീനാക്ഷി വളർന്നു വളർന്നു വരികയാണ്. കാലം കടന്നു പോണു. എന്താ പറയാ, എല്ലാവർക്കും എന്താ മധുരയുടെ ജനങ്ങളെല്ലാം തന്നെ വളരെ സന്തോഷത്തോടു കൂടി ദുഃഖമൊന്നും ഇല്ലാതെ വളരെ എന്താ സമ്പൽ സമൃദ്ധി, സന്തോഷം, ഐശ്വര്യം പ്രത്യേക ഒരു കാലഘട്ടത്തിലൂടെ മധുര കടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താ ദേവി എല്ലാ കലകളും അഭ്യസിക്കാനായിട്ട് പുറപ്പെട്ടു. എന്താണ് ദേവി, എന്ത് കലകളാണ് അമ്മയ്ക്ക് പഠിക്കാനുള്ളത്? ദേവി ചതുഷ്ഷഷ്ടി കലാമയി, ചതുഷ്ഷഷ്ടി കോടി ഗണസേവിത, 64 കലകൾക്കും ഈശ്വരിയായിരിക്കുന്ന ഭഗവതി എന്താ ഒരു 14 വയസ്സുള്ള ഒരു എന്താ പറയാ ഒരു യൗവനത്തിലേക്ക് കടക്കുന്ന കൊച്ചു പെൺകുട്ടിയായിട്ട് കലകൾ പഠിക്കാൻ പോവുകയാണ് ഓരോന്നോരോന്നായിട്ട്. ദേവി ആ കലകളെല്ലാം എന്ത് ദേവി പഠിക്കാൻ ചെന്ന് നിൽക്കുമ്പോ കലകളെല്ലാം വന്ന് തൊഴുകയാണ്. 64 കലകള്, 64 ദേവതാ സ്വരൂപങ്ങൾ. അമ്മയെ ഞങ്ങളെ പഠിപ്പിക്കാനോ അമ്മ എന്ന് പറഞ്ഞ് തൊഴുത് മാറി നിൽക്കുന്ന ഭയത്തോടു കൂടി, അമ്മ ഞങ്ങൾ അമ്മയെ എന്ത് പഠിപ്പിക്കാൻ? ആ ഒരു ചതുഷ്ഷഷ്ടി കോടി യോഗിനികളും വന്നിട്ട് ദേവിക്ക് ചുറ്റും നിന്നിട്ട്, അമ്മ ഞങ്ങള് എന്താണ് ചെയ്യേണ്ടത്? ദേവി പറഞ്ഞു കൊടുക്കും. നമസ്കരിക്കുമ്പോ ദേവി പറയും, സാരമില്ല എന്നെ പഠിപ്പിക്കൂ. മീനാക്ഷിക്ക് അറിയാത്തതായിട്ട് എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് അവര് മാറി നിൽക്കുമ്പോ അവര് പറയും, ഇല്ല സാരമില്ല, എനിക്ക് നിങ്ങൾ വന്ന് പഠിപ്പിക്കുന്നിട്ട്. അതായത് ഒരു ദിവസം കൊണ്ട് ദേവി നൃത്തം പഠിക്കും, ഒരു ദിവസം കൊണ്ട് സംഗീതം പഠിക്കും, എല്ലാ കലകളും ആ ഒരു തങ്ങളുടെ ശക്തി, ഈ 64 കലകളും അവരവരുടെ ശക്തി എന്ത് ചെയ്തു? മീനാക്ഷിയുടെ പാദത്തിൽ സമർപ്പിച്ചിട്ട് പോകും. അമ്മ ഞങ്ങൾക്കൊന്നും പറഞ്ഞു തരാനില്ല, എല്ലാത്തിന്റെയും ചതുഷ്ഷഷ്ടി കലാമയായിരിക്കണം അമ്മയ്ക്ക് ഞങ്ങളിതാ ഞങ്ങളുടെ ശക്തികൾ സമർപ്പിക്കണം. അവർക്ക് സമർപ്പണമാണ്, അവരുടെ ഭാഗ്യമായിട്ട് കണ്ട് ഈ കലകളെല്ലാം തന്നെ ദേവിക്ക് സമർപ്പിച്ച ആയോധന മുറകളാവട്ടെ എല്ലാം, വാൾപ്പയറ്റ്, കുന്തം ഉപയോഗിക്കുന്നത് സകലതും എന്തൊക്കെയുണ്ടോ കലയില്, ആ 64 ഒരു രാജ്യം ഭരിക്കാനുള്ള എല്ലാ യോഗ്യതകളും 64 കലകളും ദേവി വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് എന്ത് ചെയ്തു? സ്വായത്തമാക്കി. അങ്ങനെ മല്ലയുദ്ധവും വേണം അതിനകത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മല്ലന്മാര്, മൽപ്പിടുത്തം എന്നൊക്കെ പറയില്ലേ? അപ്പൊ ആ മല്ലയുദ്ധം, ബാണയുദ്ധം, വില്ലുവിദ്യ എല്ലാം, വാൾവിദ്യ എല്ലാം, ഏത് എടുത്താലും വാളെടുത്താൽ വാളിൽ ഏറ്റവും മിടുക്കി വിദ്യ, ഏത് വിദ്യ എടുത്താൽ, സംഗീതത്തിലാണെങ്കിൽ സരസ്വതി തോറ്റുപോകും, നൃത്തത്തിലാണെങ്കിൽ എല്ലാവരും പറയണം, ഗുരുക്കന്മാർ അവിടെ ഇരുന്ന് കാണുന്നവരെല്ലാം പറയണം, ആ ഒരു നൃത്തത്തിലാണെങ്കിൽ സാക്ഷാൽ പാർവതി, സംഗീതത്തിലാണെങ്കിൽ സരസ്വതി, ഏതിലാണ് ശക്തി, ആ ഒരു ഒരു ജനതയെ നേതൃത്വത്തില് ഒരു യുദ്ധത്തിന് പോകുമ്പോ ദുർഗ, എല്ലാത്തിലും ഈ അമ്മ എങ്ങനെയാണ് ഈ മീനാക്ഷി ഇത്ര പെട്ടെന്ന് ഈ എല്ലാം സ്വായത്തമാക്കി മധുര ഭരിക്കാനുള്ള ആ മഹാരാജ്ഞി പട്ടത്തിലേക്ക് ഇനി എന്നാണ് അമ്മ വരണത്? എല്ലാവരും അതിങ്ങനെ കാത്തിരിക്കണം. ദേവി എന്ത് ചെയ്തു? ആ ഒരു ദേവിയുടെ കയ്യിലെ, ലളിതാ ത്രിപുരസുന്ദരിയുടെ 4 കൈകളില് 4 അമ്പും വില്ലും പോലെ പുഷ്പബാണങ്ങളും കരിമ്പ് വില്ലും. എങ്ങനെയാണ് ഭണ്ഡാസുരനെ യുദ്ധത്തിന് പോകുന്നത്? ദേവി എന്ത് ചെയ്തു? ആ ഒരു ഭണ്ഡാസുരന്റെ യുദ്ധത്തിന് വെറും കരിമ്പ് വില്ലും പുഷ്പബാണങ്ങളും പാശവും അങ്കുശവും കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ദേവി ശരിക്കും ആ ഒരു ചണ്ഡികയായിട്ട് മാറുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ദേവി മഹാത്മ്യത്തില്, ആ 18 കരങ്ങളില് മഹിഷമർദ്ദിനിയായിട്ട് വരുമ്പോ അമ്മയ്ക്ക് എങ്ങനെയാ? 18 കരങ്ങളില് 18 ആയുധങ്ങളോടുകൂടി ചണ്ഡികയായിട്ട് വരുമ്പോ ആ ഒരു ദുർഗ ഒരു വീറും വാശിയും, എന്താ ഭയങ്കരമായിട്ട് കോപത്തില് നിൽക്കുന്ന ആ ഒരു രൂപം, അതും ദേവി എടുക്കുന്നുണ്ട്. പിന്നെ പ്രളയകാലത്തിൽ എങ്ങനെയാണോ മഹാകാളിയായിട്ട് സാക്ഷാൽ ലളിതാ പരമേശ്വരി എന്താ പറയാ ആ ഒരു എങ്ങനെയാണോ ഓരോ ഭാവങ്ങളെ സ്വീകരിക്കുന്നത്, പ്രളയകാലത്ത് കാളിയായിട്ടും അല്ലാത്തപ്പോ ലളിതയായിട്ടും ദുർഗയായിട്ടും ഏത് ഭാവത്തിൽ വരുമ്പോഴും ആ ഭാവവും അതിന് തക്ക രൂപവും കൈക്കൊണ്ട് മീനാക്ഷി അങ്ങനെ എന്താ പറയാ എല്ലാം തികഞ്ഞ ആ ഒരു രാജ്യഭരണത്തിന് ആ എല്ലാത്തിന്റെയും ആ ഒരു കലകൾക്കെല്ലാം തന്നെ എല്ലാത്തിന്റെയും സ്വായത്തമാക്കിയ അത്യപൂർവമായിട്ടുള്ള ഒരു ഐശ്വര്യത്തോടു കൂടി എന്താ സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും ആ ഒരു പ്രശംസയ്ക്ക് പാത്രമായിട്ട് ദേവി അങ്ങനെ വളർന്നു വരികയാണ്. അപ്പോ ഈ മഹാത്മ്യങ്ങൾ, ദേവിയുടെ ഈ മഹാത്മ്യങ്ങളെല്ലാം തന്നെ എന്താ ശരിക്കും പറഞ്ഞാൽ ശിവന് മാത്രമേ, നീലകണ്ഠ ദീക്ഷയിൽ പറയണു, അമ്മയുടെ പരാക്രമങ്ങളും അമ്മയുടെ ശക്തിയും ആർക്കറിയാം? സാക്ഷാൽ പരമശിവന് മാത്രമേ അറിയാവൂ. ഈ പറഞ്ഞ എന്താ രാജ്യപരിപാലനം എന്നാൽ ശത്രുക്കളെ എല്ലാം ഇല്ലാതാക്കണം എന്നാണതല്ല. എന്താണ് ശത്രു? ഓരോരുത്തരുടെയും ഉള്ളിലുള്ള വൈകാരിക ഭാവങ്ങളാണ് ശത്രുക്കള്. അതുകൊണ്ടാണ് യുദ്ധം ഉണ്ടാക്കുന്നത്. ദേവിയെ കാണുമ്പോൾ അറിയാതെ ഈ ശത്രുത എന്ന് പറയുന്ന വികാരം കൊഴിഞ്ഞു പോവുകയാണ്. അവർക്ക് പരസ്പരം ശത്രുതയില്ല. ദേവിയെ കാണുമ്പോൾ അവർക്ക് പിന്നെ ആ ഒരു സുന്ദര കലകള്, അതായത് നല്ലതിലോട്ടുള്ള ആഭിമുഖ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ശത്രുതയില്ല, വഴക്കില്ല, കലാപമില്ല, ഒന്നുമില്ലാതെ എന്താ പറയാ
എല്ലാം ഒരു വളരെ നന്നായിട്ട് മധുര രാജ്യം പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ സംഗീത നൃത്ത വാദ്യങ്ങളെല്ലാം തന്നെ സ്വായത്തമാക്കി അങ്ങനെ അഗസ്ത്യ ഗുരുവിന്റെ നേതൃത്വത്തിൽ എല്ലാ വിദ്യകളും പഠിപ്പിച്ച് അക്ഷരസ്വരൂപിണിയും മന്ത്രസ്വരൂപിണിയുമായിരിക്കുന്ന സാക്ഷാൽ മീനാക്ഷി എന്ത് ചെയ്തു? ബാല്യത്തിൽ നിന്ന് യൗവനം ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഒരു 14, 15, 16 വയസ്സ്. അപ്പൊ ആർക്കും വർണ്ണിക്കാൻ കഴിയാത്ത അപരിമേയമായിട്ടുള്ള സൗന്ദര്യത്തിടമ്പായിട്ട് അച്ഛനമ്മമാരുടെ കണ്ണുകൾക്ക് ആനന്ദമായി ജനങ്ങൾക്ക് ആശ്രയസ്ഥാനമായിട്ട് മീനാക്ഷി വളർന്നു വരികയാണ്. വിവാഹപ്രായം പണ്ട് 17 വയസ്സെന്ന് പറയുമ്പോൾ വിവാഹപ്രായമാണ്. അന്ന് കാലത്ത് 9 വയസ്സിലാണ് ശരിക്കും പറഞ്ഞാൽ കന്യകാദാനം നടത്തുക എന്നുള്ള ഒരു ചടങ്ങുണ്ട്. അപ്പൊ മലയധ്വജ പാണ്ഡ്യന് വലിയ വിഷമമായി. ഈ കുഞ്ഞിന്റെ ആ സമയമൊക്കെ കഴിഞ്ഞല്ലോ, ഇനി എന്നാണ് കുഞ്ഞിന്റെ വിവാഹം? പെൺകുട്ടിയല്ലേ, ഒരു 3 സ്തനത്തോടു കൂടിയ കുഞ്ഞാണ്, ആരാണ് ഇതിനെ വിവാഹം കഴിക്കുന്നത്? വീണ്ടും ഇദ്ദേഹത്തിന് അന്ന് കേട്ട അശരീരിയൊക്കെ മറന്നുപോയി. വീണ്ടും ദുഃഖം തുടങ്ങി. രണ്ടാമതായിട്ട് എന്താ, ഈ ഒരു യാഗകുണ്ടത്തിൽ നിന്നും അംശമായിട്ടുള്ള ഈ ദേവി ശരിക്കും ദേവാംശമുള്ളവളാണ്. ഈ ദേവാംശമുള്ള കുഞ്ഞിന് ദേവാംശമായിട്ട് തന്നെ ഒരു ദേവനെ എവിടുന്ന് കിട്ടും? ഇങ്ങനെ എന്താ അച്ഛനമ്മമാർക്ക് കുഞ്ഞ് വളർന്ന മകള് വളർന്ന പ്രായമായി വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു വേവലാതിയാണ്. ഒരുപാട് സൗന്ദര്യവും കലകളും എല്ലാം തികഞ്ഞ ഒരു കുഞ്ഞിന് അത് കണ്ടാലും പേടിയാണ്. കാരണം ഇതിന് തക്ക വരനെ എവിടെ കിട്ടും? നമുക്ക് ഭയമാണ്. നമുക്ക് തന്നെ അറിയാം, മക്കൾ എല്ലാ ഡിഗ്രികളും എടുത്ത് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് സാധാരണ ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പറ്റില്ല. വിവാഹം എന്താണ്? സാധാരണ ഒരു പടിയെങ്കിലും ഉയർന്ന ആളായിരിക്കണം. സാധാരണ സ്ത്രീകളിൽ നിന്ന് ഒരു അറ്റ്ലീസ്റ്റ് ഈക്വൽ ആയിരിക്കണം, ഇല്ലെങ്കിൽ എന്താ ഒരു പടി. കാരണം സ്ത്രീകൾക്ക് എപ്പോഴും എന്താ ആ ഭർത്താവിൽ നിന്ന്, അല്ലെങ്കിൽ ഭർത്താവിനെ ഭരിക്കുക എന്ന് പറയില്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു പടി, പണ്ടത്തെ കാലത്തെല്ലാം തന്നെ സ്ത്രീകൾ എപ്പോഴും ഒരു പടി താഴെ നിൽക്കുക. കാരണം അതാണ് കുലീനത്വം. കുലീനയായ വധു ഭർത്താവിന് കീഴടങ്ങി പോണം. അതാണ് കുടുംബം എന്ന് പറയുന്നത്. ഒരുപാട് ത്യജിക്കാനും സഹിക്കാനുമുള്ള കഴിവ്. പക്ഷെ എല്ലാ കഴിവുകളും തികഞ്ഞൊരു പോരാളിയും വീരാളിയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ആൾക്ക് ഈ ഭാര്യയെ എന്താ ഭരിച്ചു കൊണ്ടുപോകാനുള്ള ഭർത്താവ് എവിടുന്ന് കിട്ടും? അച്ഛനമ്മമാർക്ക് വിഷമമായിരിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ സകല കലകൾക്കും അധിപയായിട്ടിരിക്കുന്ന ഈ ദേവി മീനാക്ഷിക്ക് ഈ ഭൂമിയിൽ കിട്ടുമോ? ഭർത്താവിനെ കിട്ടുമോ? മലയധ്വജ പാണ്ഡ്യനും കാഞ്ചനമാലയ്ക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയാനേ സമയമുള്ളൂ ആ ഒരു മകളെ കാണുമ്പോഴെല്ലാം. അപ്പോ ഇദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി. പുത്രിയാണെങ്കിൽ എന്ത് ചെയ്തു? ആ ഒരു ദിവസം എന്താ ഒരു അതീവ സുന്ദരിയായിട്ട് വരുന്നു. അപ്പോ ഈ പ്രാരാബ്ധങ്ങളെല്ലാം തന്നെ, ശരീര പ്രാരാബ്ധങ്ങളെല്ലാം തന്നെ അനുഭവിച്ചു തീരണമില്ലേ? അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും, ദേവിയുടെ അച്ഛനാണെങ്കിലും ദേവിയുടെ അമ്മയാണെങ്കിലും ഒരു ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിന്റെ ക്ലേശങ്ങളെ മാറ്റാൻ ദേവിക്ക് പോലും പറ്റില്ല. കാരണം അത് അതാണ് പ്രാരാബ്ധം എന്ന് പറയുന്നത്. അനുഭവിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ എല്ലാവർക്കും ഈ പറഞ്ഞ അനുഭവം, അവരുടെ കാലം, അവരുടെ അവരുടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താണ്? ഈ ഒരു ജോലി ഏറ്റെടുക്കുമ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരം, അവർക്കും കാലഹരണമുണ്ട്. അവരും കാലം കഴിയുമ്പോൾ ഈ അവരുടെ ആ ഒരു പീരീഡ് ഓഫ് ടെന്യൂർ കഴിയുമ്പോൾ അവർക്ക് ആ ജോലി വിട്ടു പോവേണ്ടി വരും. ബ്രഹ്മാവ് തിരിച്ച് ബ്രഹ്മത്തിൽ ലയിക്കും, വിഷ്ണു തിരിച്ചു പോകും, രുദ്രനും തിരിച്ചു. ഓരോ കാലഘട്ടത്തിൽ ഓരോ മഹാപ്രളയം കഴിയുമ്പോൾ ഈ പോസ്റ്റുകൾ മാറും. അപ്പൊ അവർക്കും നോക്കൂ, കാലഹരണം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ മലയധ്വജ പാണ്ഡ്യനും കാഞ്ചനമാലയ്ക്കും ആ ശരീരക്ലേശങ്ങൾ, വാർദ്ധക്യത്തിൻ്റെതായിട്ടുള്ള ശരീരക്ലേശങ്ങൾ വന്നു ചേർന്നു. ഈ എന്താ പറയാ, ആ മീനാക്ഷി ഇനി എന്ത് ചെയ്യണം? മീനാക്ഷിയെ തന്നെ ഉടനെ രാജ്യഭാരം ഏൽപ്പിക്കണം. എന്താ ആ ഒരു ദേവിയുടെ രാജ്യഭാരം ഏറ്റെടുക്കണ കണ്ടിട്ട് വേണം പോകാൻ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മലയധ്വജ പാണ്ഡ്യന്റെ മനസ്സിൽ വന്നു. മീനാക്ഷി എന്ത് ചെയ്തു? സ്വന്തം മകളെ പോലെ, സാക്ഷാൽ എങ്ങനെയാണോ തന്റെ ഗർഭത്തിൽ നിന്നുണ്ടായ ഒരു മകൾ, അതുപോലെ മലയധ്വജ പാണ്ഡ്യന്റെ അടുത്തിരിക്കുകയും അച്ഛനെ ശുശ്രൂഷിക്കുകയും വേണ്ട മരുന്നുകൾ കൊടുക്കുകയും എല്ലാം ചെയ്തു. സന്തോഷത്തോടെ അച്ഛ എന്ന് പറഞ്ഞ് ഏത് നേരവും അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് കൂടെ ഇരിക്കുകയാണ്. അപ്പോ ആഹാരമൊക്കെ എടുത്തു കൊടുക്കണം. ആ ഒരു പുത്രി ധർമ്മത്തെ സാധാരണ മകളെ പോലെ ദേവി സന്തോഷത്തോടെ ചെയ്തു. ഏത് ദേവിയുടെ ആജ്ഞ അനുസരിച്ചാണ് ഈ ചതുസൃഷ്ടി കോടി ദേവതകള് കാത്തു നിൽക്കുന്നത്? ഏത് ദേവിയുടെ പുരികക്കൊടിയുടെ ചലനത്തിന് വേണ്ടിയാണ് ബ്രഹ്മാവിഷ്ണു രുദ്രന്മാര് കാത്തിരിക്കുന്നത്? ആ ദേവി തന്റെ കരുണ കൊണ്ട് അച്ഛാ എന്ന് വിളിച്ച് മലയധ്വജ പാണ്ഡ്യന് ചെയ്യുന്ന ഒരു പുണ്യ കർമ്മങ്ങൾ, അദ്ദേഹത്തെ പോലെ അദ്ദേഹം നേരിട്ട് ശിവ ഭഗവാനിൽ ലയിക്കുകയാണ്. അപ്പോ എല്ലാ പുണ്യങ്ങളും ചെയ്ത കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഓരോ മരുന്നെടുത്ത് കൊടുക്കുക, ആഹാരം എടുത്തു കൊടുക്കുക, എന്താ പറയാ, കൂടി ഇരിക്കുക. ഇതൊക്കെ തന്നെ എന്താ പറയാ, ആ ഒരു അദ്ദേഹം ചെയ്ത ഹിമവാൻ ചെയ്ത പുണ്യം, ഇല്ലെങ്കിൽ
തന്റെ പൂർവ്വജന്മ പുണ്യം, ഏത് ഈശ്വരന്റെ അടുത്തിരിക്കാനും ഏത് ഈശ്വരനാൽ നമ്മളെ സംരക്ഷിക്കപ്പെടാനും കാഞ്ചനമാലയ്ക്കും കിട്ടിയ എന്താ പൂർവ്വജന്മാർജിത പുണ്യമാണ്. അതുകൊണ്ടാണ് പുണ്യമാർജിക്കണം. പുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് ഈശ്വരന്റെ അനുഗ്രഹം കിട്ടൂ, ഈശ്വരനാൽ സേവിക്കപ്പെടാൻ പറ്റൂ. അറ്റ്ലീസ്റ്റ് ഈശ്വരന്റെ ആ ഒരു ഈ ജന്മത്തില് നമുക്ക് ഈശ്വരാനുഗ്രഹം കിട്ടുള്ളൂ. അതിനെല്ലാം പുണ്യം വേണമെന്ന് പറയാൻ കാരണം അവരുടെ അഖണ്ഡമായിട്ടുള്ള ഹിമവാൻ നമുക്കറിയാം പാർവതിയുടെ അച്ഛനാണ്. അപ്പൊ അന്ന് തുടങ്ങിയിട്ടുള്ള പുണ്യം, ഈ പറഞ്ഞ യാഗങ്ങള് 99 യാഗങ്ങളും പുത്രകാമിഷ്ടി എല്ലാത്തിലും ഇതെല്ലാം തന്നെ എന്താ പുണ്യകർമ്മങ്ങളാണ്, മഹത് കർമ്മങ്ങളാണ്. അതിന്റെ ഫലം എന്ത് ചെയ്തു? ആ ദേവാംശമായിട്ടിരിക്കുന്ന മീനാക്ഷി കൂടിയിരുന്ന് അവസാന കാലങ്ങളിൽ അച്ഛനെ പരിചരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് എത്ര മക്കള് വളർത്തി കഴിഞ്ഞാൽ മക്കൾക്ക് അമ്മയുടെ അടുത്തോ അച്ഛന്റെ അടുത്തോ ഇരിക്കാൻ പറ്റും? ആ കർമ്മങ്ങൾ എത്രയും അവരെ വയസ്സാവും തോറും അവർ വേണ്ടാത്തവരായിട്ട് നികൃഷ്ട ജീവികളെ പോലെ വേറൊരു മുറി കടത്തി ഒരാളിനെ നോക്കാൻ വെക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത്, അല്ലെ? അപ്പൊ ഇന്ന് നോക്കൂ, ആ ഒരു യഥാർത്ഥ വിദ്യ കൊടുത്ത് ആ വിദ്യയിലൂടെ കിട്ടുന്ന നേട്ടം, ഒരിക്കലും നശിക്കാത്ത ആ ഒരു സമ്പത്ത്, അത് കിട്ടിയവർക്കെല്ലാം തന്നെ ആ അച്ഛനമ്മമാരോട് പുത്രന്മാർക്കും പുത്രിമാർക്കും സ്നേഹം ഉണ്ടായിരിക്കും. ഇപ്പൊ രാജാവ് അഗസ്ത്യനോട് പറയുകയാണ്, ആരോഗ്യം മോശമായി വന്നപ്പോ അഗസ്ത്യനോട് പറഞ്ഞു, അല്ലയോ കുലഗുരുവായ അഗസ്ത്യ, എന്റെ സമയം അടുത്തു വരികയാണ്, എനിക്ക് പരാശക്തിയിൽ ഐക്യം പ്രാപിക്കണം, എനിക്കിനി അധികം കാലം ജീവിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ സമയം അടുത്തു എന്നുള്ളത് മനസ്സിലായി. മീനാക്ഷി ആരാണെന്ന് എനിക്കറിയാം. ആ അവസാന കാലമായപ്പോ മലയധ്വജ പാണ്ഡ്യന് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. മീനാക്ഷി ആരാണ്? പക്ഷെ ഈ ഒരു നാടകം തുടങ്ങിയത് ആരാണ്? അമ്മ തന്നെയല്ലേ? അമ്മ മനുഷ്യ വേഷം ധരിച്ച് മീനാക്ഷിയായിട്ടിരിക്കുമ്പോ അതുപോലെ മാത്രമേ നടിക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ബ്രഹ്മസ്വരൂപിണിയായിട്ട് എനിക്ക് കാണാനോ അമ്മയ്ക്ക് നടിക്കാനും പറ്റില്ല. കാരണം നാടകം തുടങ്ങിയാൽ നമുക്കറിയാം, വേഷം എന്തെന്ന് വിധിപ്പത് വിഭോ മൽച്ചിത്തം, വിശ്വപ്രിയനായി നടനം ചെയ്യുന്നത് വിധേയൻ കൃത്യം. മനുഷ്യ ജന്മം എടുത്തു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കണം. ഇടയ്ക്ക് വെച്ച് ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞ് പോവാൻ പറ്റില്ല. അതുകൊണ്ട് പൂർത്തീകരിക്കണം. ദേവിക്ക് മീനാക്ഷിക്കും അത് പൂർത്തീകരിക്കണം. എനിക്ക് പക്ഷെ അധികം കാലമില്ല. എനിക്ക് എന്ത് ചെയ്യണം? എന്റെ എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. അതുകൊണ്ട് എന്റെ ആഗ്രഹത്തെ മീനാക്ഷി സാധിച്ചു തരണം, ഞാൻ അവളോട് പറയാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ അഗസ്ത്യൻ പറഞ്ഞു, സാരയില്ല, അങ്ങ് പറയൂ അങ്ങയുടെ ആഗ്രഹം. മീനാക്ഷിക്ക് ഒരു മന്ത്രിയുണ്ട്, സുമതി എന്നാണ് പേര് മന്ത്രിയുടെ. അപ്പൊ ഈ സുമതിയെ എന്താ പറയാ വിളിച്ചിട്ട് പറയാണ്, മീനാക്ഷിയെ വിളിച്ചുകൊണ്ട് വരൂ, എനിക്കെന്താ ഈ മീനാക്ഷിയോട് എനിക്ക് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം വിളിക്കുകയാണ് മീനാക്ഷിയെ. മീനാക്ഷിക്ക് മനസ്സിലായത് ഉള്ളിലെല്ലാം അറിയാം. എന്താ പറയാ, ഈ ആർക്കും ഭൂമിയിൽ ഒരു നിശ്ചിത കാലയളവിന് ശേഷം നിർത്താൻ പറ്റില്ല. ആ ശരീരത്തെ ഇവിടെ വെക്കാൻ പറ്റില്ല. കാരണം പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഒരു വെറും കൂടാണ് ശരീരം. പക്ഷെ ദേഹിക്ക് യഥാർത്ഥം എവിടെ ചെല്ലണമെന്നും മീനാക്ഷിക്ക് അറിയാം. അതുകൊണ്ട് മീനാക്ഷിയെ വിളിച്ച് അച്ഛൻ പറയാണ്, പരാശക്തിയുമായിട്ട് ഐക്യം പ്രാപിക്കണം, എനിക്ക് എന്റെ ഈ ശരീരത്തെ ഉപേക്ഷിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് കേട്ട് കാഞ്ചനമാല പൊട്ടിക്കരഞ്ഞു, അയ്യോ അങ്ങില്ലെങ്കിൽ ഞാൻ ജീവിക്കില്ല, അങ്ങയുടെ വിയോഗത്തിന് ശേഷം ഒരു ക്ഷണം പോലും ഭൂമിയിൽ എനിക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. മീനാക്ഷി ഉള്ളില് സന്തോഷിച്ചു. അച്ഛൻ പരാശക്തിയിൽ ഐക്യം പ്രാപിക്കണം എന്ന് കേട്ടപ്പോ, കാരണം സാക്ഷാൽ പരാശക്തി സ്വരൂപമായിരിക്കുന്ന അമ്മ എന്റെ അടുത്തല്ലേ എന്റെ അച്ഛൻ വരുന്നത്, അച്ഛാ ഞാൻ നോക്കിക്കോളാമെന്ന് ഉള്ളില് പറയാണ്. കാരണം നേരിട്ടുള്ള ആ സദ്യോജാത മുക്തിയാണ്, നേരിട്ടിരിക്കുകയാണ്, കൂടെ നിൽക്കുകയാണ് പരാശക്തി. എന്നിലല്ലേ അച്ഛൻ ലയിക്കുന്നത്, അച്ഛാ വിഷമിക്കണ്ടെന്ന് ഉള്ളില് പറയുന്നെങ്കിലും വെളിയിൽ അങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ എന്താ, ഭൂമിയിൽ ഇരിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല എന്ന് പറയുന്ന അമ്മയെ സമാധാനിപ്പിക്കണം. അമ്മ വിഷമിക്കേണ്ട, എന്താണ് അച്ഛന്റെ ആഗ്രഹം എന്ന് ചോദിക്കാന്ന് പറഞ്ഞ് അച്ഛനോട് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറയാണ്, എനിക്ക് മുക്തി വേണം, എനിക്ക് പരാശക്തിയിലെ സായുജ്യം തേടണം. അപ്പൊ എന്ത് ചെയ്തു? പക്ഷെ ഈ വേഷം തീർക്കണം. അതിനു മുമ്പ് മീനാക്ഷി പറയുമ്പോൾ, അമ്മയ്ക്ക് കുറച്ചു കാലം കൂടെ ഈ ഭൂമിയിൽ ജീവിക്കണം, അമ്മയ്ക്ക് അച്ഛൻ പോകുമ്പോ പോവാൻ പറ്റില്ല. അതുകൊണ്ട് അച്ഛാ എന്താണ് ഞാൻ വേണ്ടത് എന്ന് ചോദിച്ചു. സാധാരണ കുട്ടിയെ പോലെ, അച്ഛാ ഞാൻ എന്താണ് അവസാന കർമ്മം, എന്താണ് അവസാനം നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ അച്ഛൻ കരഞ്ഞുകൊണ്ട് പറയണം, അല്ലയോ മീനാക്ഷി, എനിക്ക് എന്ത് ചെയ്യണം? നീ നല്ലതായിട്ട് ഈ രാജ്യഭാരം കൈക്കൊള്ളണം, ഭരണം നടത്തണം, അതെനിക്ക് ഉറപ്പുണ്ട്. മലയധ്വജ പാണ്ഡ്യന് എന്താ പറയാ ഒരു മകള്, വിശ്വവിഖ്യാതയായിട്ടുള്ള മകളായിരിക്കും മീനാക്ഷി, അതെനിക്കറിയാം. നീ എല്ലാ കലകളും എല്ലാം തികഞ്ഞവളാണ്, 64 കലകൾക്കും തികഞ്ഞ നീ ഈ പാണ്ഡ്യരാജ്യത്തെ ഒരിക്കലും ഈ ഒരു എന്താ പറയാ പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം ഈ പാണ്ഡ്യരാജ്യവും ഈ മീനാക്ഷി നീ ഭരിക്കുന്ന രാജ്യവും എല്ലാവരും ഓർമ്മിക്കപ്പെടണം, അതാണ് എന്റെ ആഗ്രഹം എന്ന് പറയാണ്. അപ്പോ
പിന്നെ എന്ത് വേണം? എനിക്ക് ക്ഷേത്രത്തിൽ പോകണം. എന്റെ ആ ഒരു സുന്ദരേശ്വര സന്നിധിയുണ്ട്. പഴയ മീനാക്ഷി ക്ഷേത്രത്തിലെ ശിവലിംഗം സ്വയംഭൂലിംഗമാണ് അവിടെ ഉള്ളത്. അവിടുത്തെ സുന്ദരേശ്വര സന്നിധിയിൽ എനിക്ക് പോയി എനിക്ക് അദ്ദേഹത്തെ കാണണം. എന്റെ കുലഗുരു, എനിക്ക് എങ്ങനെയാണോ അഗസ്ത്യൻ ഞങ്ങളുടെ ഗുരുവായിട്ടിരിക്കുന്നത്, അതുപോലെ ഈ പറയുന്ന ശിവപെരുമാൾ എന്റെ ഗുരുവാണ്. എനിക്ക് അദ്ദേഹത്തെ ശിവലിംഗ ദർശനം നടത്തണം. നോക്കൂ എത്ര ഉയർന്നാണ്. ശിവലിംഗം എന്ന് പറഞ്ഞാൽ എന്താ? ജന്മമില്ലാത്ത അവസ്ഥ. ലിംഗം എന്ന് പറഞ്ഞാല് അടയാളം, അതായത് ഇനി ഭൂമിയിലോട്ട് യാത്രയില്ല, എനിക്ക് ശിവലിംഗത്തെ ദർശിക്കണം എന്ന് പറയാണ് മീനാക്ഷി സന്തോഷത്തോടു കൂടി. അച്ഛന്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു തരാന്ന് പറഞ്ഞ പല്ലക്കില് മലയധ്വജ പാണ്ഡ്യനും കാഞ്ചനമാലയും മീനാക്ഷിയും സുമതി എന്ന് പറഞ്ഞ മന്ത്രിയും കൂടെ ചേർന്നിട്ട് സുന്ദരേശ്വരന്റെ സന്നിധിയിലെത്തി മീനാക്ഷി ശിവലിംഗത്തിൽ നോക്കുകയാണ്. മീനാക്ഷി ശിവലിംഗത്തിന്റെ നടയിൽ നിന്ന് ശിവലിംഗത്തെ നോക്കിയതും പെട്ടെന്ന് ശിവലിംഗം രണ്ടായിട്ട് പിളർന്നു. വലിയ ശബ്ദത്തോടു കൂടി ശിവലിംഗം രണ്ടായിട്ട് പിളർന്ന് മലയധ്വജ പാണ്ഡ്യൻ ശരീരത്തോടുകൂടി അതിനുള്ളില് പോയി മറിഞ്ഞു. കാഞ്ചനമാല ബോധരഹിതയായിട്ട് വീണു. എല്ലാരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോ, കാഞ്ചനമാലയും മീനാക്ഷിയും സുമതിയും കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്ത് ചെയ്തു? ഈ രാജാവ് എന്ത് ചെയ്തു? അതിനകത്ത് ശരീരത്തോടുകൂടി പോകുന്നത് മാത്രം കണ്ടു. പല്ലക്കിൽ രാജാവിന്റെ ശരീരമില്ലായിരുന്നു. ആ ശിവലിംഗം വീണ്ടും പൂർവ്വസ്ഥിതിയെ പ്രാപിക്കുകയും ചെയ്തു. അപ്പോ രാജാവിന്റെ വിയോഗം, എവിടെ വിയോഗം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ജീവനോടെയുള്ള, നമ്മൾ പൂന്താനത്തിനെയൊക്കെ ഉടലോടെ സ്വർഗത്തിൽ പോവാന്നൊക്കെ പറഞ്ഞ പോലെ പരാശക്തിയുടെ അച്ഛനായിട്ടിരുന്ന മലയധ്വജ പാണ്ഡ്യൻ അന്ത്യനിമിഷങ്ങള് ഭഗവാനുമായിട്ട് മുക്തി പ്രാപിച്ച് ലയിച്ചു ചേരുകയാണ് ചെയ്തത്. അഗസ്ത്യരുടെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്തു? എന്താ ഇനി രാജാവ്, നമുക്കറിയാം ഒരു ദിവസം പോലും രാജാവിന്റെ വിയോഗം എന്ന് പറഞ്ഞാല് രാജ്യത്തില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഉടനെ തന്നെ രാജ്യഭാരം അടുത്ത വാരിശിന്, അടുത്ത ആൾക്ക് കൈമാറണം. അപ്പോ ദേവിയുടെ അടുത്ത് പറയാണ്, കുലഗുരുവായിട്ടുള്ള അഗസ്ത്യൻ പറഞ്ഞു മഹാരാജ്ഞിയായിട്ട് അഭിഷേകം ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? മന്ത്രിയായിട്ട് സുമതി ചുമതലയേക്കണമെന്ന് പറയാണ്. അപ്പൊ അങ്ങനെ മീനാക്ഷി മഹാരാജ്ഞിയായിട്ട് എന്ത് ചെയ്തു? ശരിക്കും മഹാരാജ്ഞിയായിട്ട്, അതായത് സാക്ഷാൽ ത്രിപുരം. ഈ ത്രിപുരം എന്ന് പറയുന്നത് എന്താണ്? 3 പുരങ്ങൾ ചേർന്നതിനാണ് ത്രിപുരം എന്ന് പറയുന്നത്. ഈ മീനാക്ഷി എന്ന് പറയുന്ന ആരാണ്? സാക്ഷാൽ ത്രിപുര സുന്ദരി. 3 പുരങ്ങൾ എന്ന് പറയുന്ന ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥയിലും ആരാണോ സാക്ഷിഭൂതയായിട്ടിരിക്കുന്ന പരാശക്തി, ആ പരാശക്തി രാജ്യത്തിന് ഭരിക്കുന്നു. ശരിക്കും രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ശരീരമാകുന്ന രാജ്യം. ഇതൊരു രാജ്യമാണെന്ന് വെക്കൂ. അവിടുത്തെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നാവസ്ഥയിലും സുഷുപ്തിയിലും ഏതിന്റെ പ്രകാശം കൊണ്ടാണോ ഈ ശരീരം പ്രവർത്തിക്കുന്നതും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ആ വെളിയിലിരിക്കുന്ന വസ്തുക്കളെ കാണുന്നതും എന്തുകൊണ്ടാണ് ഈ മനസ്സുണ്ടാകുന്നതും എല്ലാം തന്നെ ഈ ദൃക്കിന്റെ വിശേഷം, ഈ പരാശക്തിയുടെ അനുഭവം കൊണ്ടാണ്. അപ്പോ മീനാക്ഷി മഹാരാജ്ഞിയാകുക എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു മധുര ക്ഷേത്രത്തിന്റെ ആ കംപ്ലീറ്റ് ചുമതല, ആ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം. മധുര ക്ഷേത്രം ദേവിയുടെ ശരീരമാണെന്ന് പറയുന്നത് സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി ഇരിക്കുന്ന സുധാസിന്ധൂർ മധ്യേ ഇരിക്കുന്ന ആ ഒരു ശ്രീപുരമായിട്ട് തീർന്നു. കാരണം അവിടുത്തെ മഹാരാജ്ഞി ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി സുധാസിന്ധൂർ മധ്യേ സുരവിടപിവാടി പരിവൃതെ നീപോപ ഉപവനവതി എന്താണ്? മണിദ്വീപേ ചിന്താമണി ഗൃഹേ പരമശിവ പര്യങ്ക നിലയാം ഭജന്തി ത്വാം കഥചിന ചിദാനന്ദ ലഹരി. ഏത് ചിദാനന്ദ ലഹരി, ഏത് സച്ചിത്ത് ആനന്ദ സ്വരൂപിണിയായിട്ടാണോ ശ്രീപുരത്തിൽ അമ്മ ഇരിക്കുന്നത്, അതുപോലെ ഇവിടെ മഹാരാജ്ഞിയായിട്ട് എന്താ പറയാ ചാർജ് എടുക്കാൻ ആ ഒരു പദവിയിലേക്ക് ദേവി മഹാരാജ്ഞി എന്ന് പറഞ്ഞാൽ ഒറ്റ ആൾക്കേ ഒരു പദവിയുള്ളൂ. മഹാരാജ്ഞി, ആ ഒരു ചെറിയ ഇതിനെയൊക്കെ നമ്മൾ രാജ്ഞി എന്ന് പറയും. മഹാരാജ്ഞി എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളുടെയും തലൈവി, എല്ലാത്തിന്റെയും ഉടമസ്ഥ, പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥ. അങ്ങനെ മധുര എന്ന് പറയുന്ന ആ നഗരത്തിന്റെ മഹാരാജ്ഞിയായിട്ട് ദേവി സാക്ഷാൽ അതൊരു മീനാക്ഷി കയറുക എന്ന് പറഞ്ഞാല് അതൊരു ത്രിപുരമായിട്ട് തീരുക. ത്രിപുരം എന്ന് പറഞ്ഞാല് ദേവി ഇരിക്കുന്ന ചിന്താമണി ഗൃഹമാണ് ത്രിപുരം, ത്രിപുര നഗരം. അതാണ് ശ്രീനഗരം എന്ന് പറയുന്നത്. മധുരാപുരിക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എല്ലായിടത്തും ദേവി മഹാരാജ്ഞിയായിട്ട് എന്താ പറയാ സിംഹാസനത്തിൽ ഇരുന്നിട്ടില്ല. മധുരാപുരിയിലാണ് സിംഹാസനം. കാഞ്ചിയിലുണ്ട്, കാഞ്ചിയിലും സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ കുറെ വർഷങ്ങൾ സുന്ദരേശ്വരനുമായിട്ട് മഹാരാജ്ഞിയായിട്ടിരുന്ന് രാജ്യം ഭരിക്കുന്നുണ്ട്. അപ്പൊ മധുര ക്ഷേത്രം എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തില് ശ്രീപുരമാണ്. അവിടെ ശ്രീപുരമായി തീർന്ന എന്ത് പറ്റും? അവിടെയുള്ള എവിടെ ഇരിക്കുന്ന ആ ചിന്താമണി ഗൃഹത്തിലിരിക്കുന്ന എല്ലാ ദേവതകളും എന്ത് ചെയ്തു? ദേവിയുടെ രാജ്യഭാരം കൈക്കൊള്ളുന്ന ശുഭമുഹൂർത്തത്തില് 64 കോടി യോഗി ഗണദേവതകളും ഭൂമിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. എന്താ ദേവി എന്താ പറയാ ആ ഒരു രാജ്യഭാരം ഏൽക്കാൻ പോവാണ്.
ദേവിയുടെ സുമുഹൂർത്തം, ദേവി രാജ്യമേറ്റ് മധുരയിലെ മഹാരാജ്ഞിയായിട്ട് ഏറ്റെടുക്കാൻ പോകുന്ന മുഹൂർത്തത്തില് ദേവിയെ സഹായിക്കാൻ ആരൊക്കെ എത്തിയത്? വാരാഹി സൈന്യാധിപതിയായിട്ടെത്തി, രാജശ്യാമള മന്ത്രിയായിട്ടെത്തി, ധനത്തിന്റെ വകുപ്പ് ആർക്ക് കൊടുത്തു? ലക്ഷ്മിക്ക് കൊടുത്തു. സരസ്വതി എന്ത് ചെയ്തു? കലയുടെ വകുപ്പ് മുഴുവൻ സരസ്വതി ഏറ്റെടുത്തു. ദുർഗാ ഭഗവതി യുദ്ധത്തിന്റെ നേതൃത്വം, സമ്പത്കരി, അശ്വാരൂഢ, നകുലി എന്ത് ചെയ്തു? സകലവരും. എന്താ, ഒരാളിരുന്നാല് ആ ഒരു കംപ്ലീറ്റ് പട വരൂല്ലേ? ഇപ്പൊ ഒരാൾ വന്നു കഴിഞ്ഞാല് ആ ഒരു പാരഫർണേലിയ വരുന്ന പോലെ ഇവിടെ മഹാരാജ്ഞിയായിട്ട് മധുര മീനാക്ഷി ചാർജ് എടുക്കാൻ പോകുന്നു, രാജ്യാഭിഷേകം നടക്കാൻ പോകുന്നു എന്ന് കേട്ടിട്ട് സകലവരും ദേവിയെ സേവിക്കാനായിട്ട് വന്നു. വാരാഹി സൈന്യനാഥയായിട്ട്, രാജശ്യാമള മന്ത്രിയായിട്ട്, ലക്ഷ്മിക്ക് ധനവകുപ്പ് എടുത്തു, സരസ്വതി ദേവി കലയുടെ എടുത്തു, ദുർഗാ ഭഗവതി യുദ്ധ നേതൃത്വം എടുത്തു, അശ്വാരൂഢ, നകുലി സകലവരും ചതുരംഗപ്പടയും ദേവിക്ക് എന്താ, ദേവിയെ സഹായിക്കാൻ. ദേവിയെ ശ്രീപുരത്ത് ആരൊക്കെ സഹായിച്ചിരുന്നു? അവർക്കെന്താ ദേവിയെ ഉപേക്ഷിക്കാൻ പറ്റുമോ? എല്ലാവരും വന്നു ചേർന്നു പടപടയായിട്ട്, എല്ലാവരും ഐശ്വര്യമായിട്ടൊരു ശ്രീപുരം. അതുകൊണ്ടാണ് നമ്മള് ഈ മധുര മീനാക്ഷി ക്ഷേത്രം എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ ഭരിച്ച ഒരു സ്ഥലം. ഇന്നും അവരുടെ ആ ഒരു ചൈതന്യം അവിടെ ഉണ്ടെന്ന് പറയാം. ഭൂമിയിലെ സ്വർഗമായിട്ട് തീരാൻ കാരണം ശ്രീപുരം. ഇതാണ് ഐശ്വര്യമായിട്ട് തീരാൻ കാരണം. ഇവരെല്ലാം എത്തിച്ചേർന്നു. അവിടെ എന്താ, ജനിച്ചവർക്കെല്ലാം മരിക്കുമ്പോൾ മോക്ഷമാണ് മധുരയിൽ. കാരണം ഇവരെല്ലാം ആ ഒരു പൂർണ്ണമായിട്ടിരിക്കുന്ന, സമ്പൂർണമായിരിക്കുന്ന ശ്രീനഗരം മധുരയിൽ വീണ്ടും എന്താ ഒരു പുനഃസൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ദേവി മഹാരാജ്ഞിയായിട്ട് ആരൂഢയാവാൻ പോവുകയാണ്. പട്ടാഭിഷേകം, എന്താ പറയാ, ദേവിക്ക് പട്ടാഭിഷേകം സുമുഹൂർത്തം. ദേവകള്, 64 കോടി യോഗിനികള്, ദേവന്മാര്, കിന്നരന്മാര്, യക്ഷന്മാര്, ഗന്ധർവന്മാര് വരാത്തതായിട്ട് ആരുമില്ല. ഈ പ്രപഞ്ചത്തിൽ ദേവി ഉണ്ടാക്കിയ എല്ലാവരും സകലവരും വന്ന് ഭൂമിയിലും ആകാശത്തും മതിലിലും എന്താ പറയുക, ഇരിക്കാൻ സ്ഥലമില്ലാതെ ദേവകൾ കൊണ്ട് നിറഞ്ഞു. മനുഷ്യന്മാരുടെ കണ്ണിൽ ഇതൊന്നും കാണാൻ പറ്റിയില്ല, പക്ഷെ മീനാക്ഷിക്ക് കാണാൻ പറ്റി, മറ്റുള്ള ദേവതമാർക്കും കാണാൻ പറ്റി. എല്ലാവർക്കും എന്താ വാദ്യഘോഷങ്ങളും പുഷ്പവൃഷ്ടിയുടെ അകമ്പടിയില് ദേവി എന്ത് ചെയ്തു? ആ സിംഹാസനത്തിൽ ആരൂഢയായി. ദേവിക്ക് മന്ത്ര കലശം കൊണ്ട് സാക്ഷാൽ അഗസ്ത്യൻ അഭിഷേകം ചെയ്ത് ആ ഒരു ചെങ്കോലും കിരീടവും ആ മഹാരാജ്ഞിയായിട്ട് ദേവി സിംഹാസനത്തിൽ ആസ്ഥാനസ്ഥയായി. എല്ലാവരും ദേവിക്ക് എന്താ, ശരിക്കും പറഞ്ഞാൽ ദേവിയുടെ ശ്രീവിദ്യാമന്ത്രം ജപിച്ചു. യക്ഷകിന്നര ഗന്ധർവന്മാര്, അഷ്ടദിക് പാലകര്, ദേവി ഉപാസകരെല്ലാം തന്നെ, ഈവൻ സൂര്യനും ചന്ദ്രനും എല്ലാം, പ്രപഞ്ചം മുഴുവനും ദേവിയുടെ മഹാമന്ത്രമായിരിക്കുന്ന ശ്രീവിദ്യ ജപിച്ച് പുഷ്പവൃഷ്ടികൾ അദൃശ്യരായിട്ട് നിന്നുകൊണ്ട്. കാരണം മനുഷ്യർക്ക് അത്രയും പുണ്യം ചെയ്താലേ അവരെ കാണാൻ പറ്റൂ. ഇത് ഭൂമിയിലെ ഹാലാസ്യമാണ്. നമുക്ക് അവസാനം മനസ്സിലാകും ഹാലാസ്യം എന്താണെന്ന്. അദൃശ്യനായിട്ട് ശിവപരമേശ്വരൻ, ശിവ പെരുമാൾ പോലും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എല്ലാവരും പഞ്ചപ്രേത, എങ്ങനെയാ ദേവി അവിടെ കാണിച്ചു കൊടുത്തത് ദേവന്മാർക്ക്? പഞ്ചപ്രേത മഹാമഞ്ചത്തില് ആ ഒരു ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവനാകുന്ന പലകയില് ശ്രീചക്രം, മധുര എന്ന് പറയുന്ന ശ്രീചക്രത്തില് ബിന്ദു മധ്യത്തില് സദാശിവനാകുന്ന പലകയില് ആ കാമേശ്വര അംഗസ്ഥയായിട്ടിരിക്കുന്ന മഹാലളിതാ മഹാത്രിപുര സുന്ദരി. പഞ്ചബാണങ്ങളും കരിമ്പ് വില്ലും എപ്പോഴും ദേവിയുടെ കയ്യില്, മധുര മീനാക്ഷിയുടെ കയ്യിൽ നോക്കിയാൽ കാണാം നമുക്ക് കരിമ്പ് വില്ലായിരിക്കുന്നത്. കരിമ്പ് വില്ലും ആ പഞ്ചബാണങ്ങളും പാശവും അങ്കുശവും അപ്പുറവും ഇപ്പുറവും ആരാണ്? സരസ്വതിയും ലക്ഷ്മിയും നിന്ന് ചാമരം വീശിക്കൊണ്ടിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള രൂപം ദേവന്മാര് കണ്ട് വീണ്ടും വീണ്ടും നമസ്കരിച്ചു. അമ്മ ഇനി എന്നാണ് തിരിച്ചു വരുന്നത് ശ്രീപുരത്തിൽ? അപ്പൊ ദേവി പറഞ്ഞു, 16 ശ്രീപുരത്തിൽ ഞാനുണ്ട്, അതിലൊരു ശ്രീപുരമാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. എനിക്ക് കർമ്മങ്ങള് തീർക്കാനുണ്ട്, തീർത്തു കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നവരെ എല്ലാവരുടെയും ദേവന്മാരുടെയും മറ്റുള്ളവരുടെയും കണ്ണിലെ ദേവി ത്രിപുരസുന്ദരിയും. മധുര നിവാസികൾക്ക് സാക്ഷാൽ മധുര മീനാക്ഷി. മീനാക്ഷി എന്ന് പറയുന്നത് എന്താ? രാജ്യാഭിഷേകത്തിലെ ദേവിക്ക് കൊടുത്ത ആ ക്ഷേത്രത്തിലെ മീനാക്ഷി ദേവിയുടെ പേരാണ്. അപ്പൊ ചോദിക്കുന്നു അഗസ്ത്യനോട്, എന്ത് പേര് കൊടുക്കണം? കാഞ്ചനമാല പറയണു, ഇവിടുത്തെ നമ്മുടെ കുല ക്ഷേത്രമാണ്, ഞങ്ങളുടെ എന്താ പറയാ, കുലപരദേവതയായിരിക്കണം മീനാക്ഷിയുടെ ക്ഷേത്രത്തിൽ ആണ്. അപ്പൊ മീനാക്ഷി എന്ന് പേര് കൊടുക്കൂ. തടാതകയ്ക്ക് മീനാക്ഷി എന്ന് പറഞ്ഞ രാജ്യാഭിഷേകം ചെയ്ത് പേര് കൊടുക്കുകയാണ്. ദേവി എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി ആ ഒരു എന്താ പറയാ, ആ ഒരു സിംഹാസനത്തിൽ ആരൂഢയായിരിക്കുമ്പോൾ ദേവന്മാര് പറയണു, ഇത് വേറെ ആരുമല്ല, ഇത് മീനാക്ഷിയല്ല, ഇത് ഞങ്ങളുടെ ലളിതയാണ്, ലളിത ത്രിപുര സുന്ദരിയാണ്. ഈ ഭാഗ്യം ഈ മധുരാപുരിക്ക്, ഭൂമിയിലെ മധുരയ്ക്ക് കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും വീണ്ടും വീണ്ടും ദേവിയെ വീണ് നമസ്കരിക്കുകയാണ്. അപ്പൊ എന്താ, ദേവിയുടെ കൂടെ ഉള്ളവരെല്ലാം ദേവിയുടെ കൂടെ തിരിച്ചു പോവുള്ളൂ. എല്ലാവരും അമ്മ, ഞങ്ങൾ അമ്മയെ വിട്ടിട്ട് പോവില്ല എന്ന് പറഞ്ഞ് ഭൂമിയിലെ ഒരു ശ്രീപുരമായി തീർന്നു
മധുര. അവിടെ എന്താ, അതുകൊണ്ടാണ് അവിടെ ജനിക്കുന്നവർക്ക് മോക്ഷം എന്ന് പറയാൻ കാരണം. അങ്ങനെ ഇരിക്കുമ്പോൾ പട്ടാഭിഷേകം എല്ലാം കഴിഞ്ഞു, ഐശ്വര്യമായിട്ട് ദേവി രാജ്യഭരണം തുടങ്ങി. അവിടെ സ്ത്രീകളെ ബഹുമാനിക്കാൻ തുടങ്ങി. ഏത് പുരുഷനാണ് ഓരോ വീട്ടിലും വേഷം മാറി രാജവീഥികളിൽ കൂടെ രാത്രി ദേവി കുതിരപ്പുറത്ത് സുമതിയുമായിട്ട് സഞ്ചരിക്കുമെന്നും, എവിടെയാണോ സ്ത്രീകൾക്ക് എന്തെങ്കിലും നിന്ദ സംഭവിക്കുന്നത് അവിടെ പുരുഷന്മാര് അവിടെ ചെന്നിട്ട് തന്നെ ആ പുരുഷന്മാർക്ക് വേണ്ട ദണ്ഡന കൊടുത്ത് സ്ത്രീകളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അമ്മയെ പോലെ കാണാനും ഉള്ള ഒരു എന്താ പറയാ, ആ രാജ്യം മുഴുവനും സ്ത്രീകളുടെ ഒരു പ്രത്യേക പുരമായിട്ട് തീർന്നു. സ്ത്രീകൾക്ക് ബഹുമാനം കിട്ടി തുടങ്ങി. കാരണം ഭരിക്കുന്നത് ആരാണ്? ഒരു സ്ത്രീയാണ്, ദേവിയാണ്, പരാശക്തിയാണ്, അല്ലെ? അപ്പൊ എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരുന്നപ്പോ ദേവി പറഞ്ഞു, ഇനി എനിക്ക് എന്ത് ചെയ്യണം? ദിഗ്വിജയത്തിന് പുറപ്പെടാൻ സമയമായി. അപ്പൊ പറയുന്നു, ഇന്ന് മീനാക്ഷി മഹാരാജ്ഞിയാണ്, മധുര ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ ശരിക്കും എന്താ നമുക്ക് അങ്ങനെ ദിഗ്വിജയത്തിന്റെ ആവശ്യമില്ല, മധുര മാത്രം ഭരിച്ചാൽ മതി. പക്ഷേ ദേവിക്ക് എന്താ, ദേവി രാജരാജേശ്വരിയാണ്, അല്ലെ? മഹാരാജ്ഞിയാണ്. മഹാരാജ്ഞി എന്ന് പറഞ്ഞാൽ 14 ലോകങ്ങളും കീഴടക്കണം. ദേവി പറഞ്ഞു, മധുര മാത്രമല്ല എന്റെ രാജ്യം, എനിക്ക് എല്ലായിടവും കീഴടക്കണം. അപ്പൊ അമ്മയ്ക്ക്, കാഞ്ചനമാലയ്ക്ക് ഭയങ്കര വിഷമം. എന്ത് വെച്ചാൽ എന്താ പറയാ, ഇനി നീ പോണോ മകളെ, നിനക്ക് വിവാഹം കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെയാണല്ലോ അമ്മമാർക്ക്. നീ അങ്ങനെ പോയി കഴിഞ്ഞാൽ വിവാഹമൊക്കെ കഴിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കാഞ്ചനമാല ഒരുപാട് ദുഃഖങ്ങൾ പറഞ്ഞപ്പോ ദേവി പറയണം, അമ്മ വിഷമിക്കേണ്ട, ഞാൻ എന്ത് ചെയ്യാം, എന്റെ ഒരു മീനലോചനങ്ങൾ കൊണ്ട്, തന്റെ ഏത് കണ്ണുകളെ കൊണ്ടാണോ മീന് തന്റെ കുഞ്ഞുങ്ങളെ പോറ്റുന്നത്, അതുപോലെ മധുരയിലുള്ള എല്ലാ ജനങ്ങളുടെയും ആ ഒരു കണ്ണുകൊണ്ട് നോക്കി അവരുടെ വിഷമങ്ങളെയൊക്കെ മാറ്റി അവർക്ക് അനുഗ്രഹം കൊടുത്ത് പാലിച്ചുകൊണ്ടിരിക്കുന്ന ദേവി. അതുകൊണ്ട് മധുരയ്ക്ക് പണ്ടൊരു പേരുണ്ടായിരുന്നു, കണ്ണിനാട്. അതായത് കണ്ണിനാൽ പാലിക്കുന്നവൾ, കണ്ണിനാട് എന്നാ പറയണത്. പാണ്ഡ്യദേശത്തിനും മധുരയ്ക്കും കണ്ണിനാട് എന്ന പേരുണ്ടായിരുന്നു. കാരണം കണ്ണുകൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ദേവിയുടെ ആ ഒരു മീനാക്ഷി, മീനിനെ പോലെയുള്ള കണ്ണ്, മീനിന്റെ കണ്ണിന്റെ ഇതെന്ന് വെച്ചാൽ തന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന കണ്ണുകൊണ്ട് നോക്കിയിട്ടാണ്. അതുപോലെ ലളിതാ പരമേശ്വരിയായിരിക്കുന്ന മീനാക്ഷി മധുരയെ എങ്ങനെയാണ് ഒരു കുറവുമില്ലാതെ ഒരമ്മ എങ്ങനെയാണോ കുഞ്ഞുങ്ങളെ നോക്കുന്നത് അതുപോലെയാണ് ദേവി നോക്കിയിരുന്നത്. അപ്പൊ കാഞ്ചനമാല പറഞ്ഞു, അല്ലയോ മോളെ, എനിക്ക് ദുഃഖം, അതായത് മലയധ്വജ പാണ്ഡ്യനില്ല, അദ്ദേഹം ശിവപദം അടഞ്ഞു, മകൾക്ക് നല്ലൊരു വരനെ കണ്ടുപിടിക്കാത്ത ദുഃഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ വലിയ ജോലി എനിക്കാണ് തന്നിരിക്കുന്നത്. ആരെ കിട്ടും വരനായിട്ട്? ഇത്രയും സൗന്ദര്യവും കലയും പ്രാവീണ്യം, ഇപ്പോഴോ മഹാരാജ്ഞിയും. ഇനി എവിടെ കിട്ടും മഹാരാജാവിനെ? കാഞ്ചനമാലയ്ക്ക് ആകെ ദുഃഖമായി. പക്ഷെ എന്ത് ചെയ്തു, ആ ഒരു വരൻ വരുമ്പോൾ വേണ്ട സമയത്ത് ഈ 3ാമത്തെ സ്ഥലം മറയും എന്നൊക്കെ അഗസ്ത്യൻ പറയുമെങ്കിലും കാഞ്ചനമാലയ്ക്ക് തന്റെ ഭർത്താവില്ലാത്തപ്പോ ഒറ്റയ്ക്കായി പോയി എന്നുള്ളൊരു ദുഃഖം, തന്റെ മകൾക്ക് എങ്ങനെ ആര് കണ്ടുപിടിക്കും എന്നൊക്കെ ഒരു ഭയം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ, ഈ മീനാക്ഷി പറഞ്ഞു, അമ്മ ഒരിക്കലും വിഷമിക്കേണ്ട, എന്റെ ദിഗ്വിജയം കഴിഞ്ഞ് ഞാൻ വരുമ്പോ ഉടനെ തന്നെ വിവാഹം കഴിക്കാം, അമ്മ വിഷമിക്കേണ്ട, ദിഗ്വിജയം നടത്തി ഞാൻ വരട്ടെ. നാട്ടുരാജ്യങ്ങളെല്ലാം തന്നെ എന്റെ അച്ഛന്റെ മലയധ്വജ പാണ്ഡ്യന്റെ ആഗ്രഹമായിരുന്നു ഈ എന്റെ അച്ഛന്റെ വംശത്തെ ഏറ്റവും ഉയർന്ന തലത്തിൽ കൊണ്ടുവരണം എന്ന്. അതുകൊണ്ട് ഞാൻ ഈ പാണ്ഡ്യ രാജ്യത്തിന്റെ ചെറു രാജ്യങ്ങളെല്ലാം ഇതിൽ ചേർത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, എല്ലാ ലോകങ്ങളും 14 ലോകങ്ങളും ഞാൻ പോയി കീഴടക്കി എന്റെ താഴെ കൊണ്ടുവന്നതിന് ശേഷം തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് അമ്മ പറയുന്ന വരനെ ഞാൻ സ്വീകരിക്കാം എന്ന് പറയാണ്. കാരണം എന്താണ്, ഈ പറഞ്ഞ ആ ഒരു മീനാക്ഷി എന്ന് പറയുമ്പോൾ ആ കൊടിയടയാളം തന്നെ മലയധ്വജൻ, മലയൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പർവ്വതത്തിന്റെയും മീനിന്റെയും ആണ് കൊടിയടയാളം. ഈ കൊടിയടയാളം ഉള്ളിടത്തൊന്നും എന്താ, ദേവിയുടെ കണ്ണിന്റെ ആ മീനിന്റെ കൊടിയടയാളം ഉള്ളിടത്ത് എന്താ പറയുക, സമ്പത്തേ ഉണ്ടാകൂ, ദാരിദ്ര്യം ഉണ്ടാവില്ല. അപ്പൊ കുറച്ച് രാജ്യങ്ങളിലൊക്കെ ഈ മധുര വിട്ടുള്ള ചില പെരിഫറി രാജ്യങ്ങളിലെല്ലാം ഒരുപാട് അധർമ്മം പെരുകി വരുന്നത് ദേവി അറിഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, അവിടെയൊക്കെ പോയിട്ട് എന്ത് ചെയ്യണം, പാണ്ഡ്യദേശത്ത് മാത്രമല്ല ഈ മധുരയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ മധുരയ്ക്ക് കപ്പം കൊടുക്കണം. മധുര പാണ്ഡ്യന്റെ കീഴിലാവണം, എന്റെ അച്ഛൻ മലയധ്വജ പാണ്ഡ്യന്റെ കീഴിലാവണം. അതുകൊണ്ട് ഞാൻ അവർക്കും ഐശ്വര്യങ്ങളെ കൊടുക്കണം. നോക്കൂ, ദേവി സ്വന്തം നാട് മാത്രമല്ല, എന്നിട്ട് ഈ പ്രപഞ്ചം മുഴുവനും അമ്മയുടേതാണ്. അപ്പൊ എല്ലായിടത്തും നന്മ വരണം, ഞാൻ പോയിട്ട് അവിടെയും എല്ലാ ഐശ്വര്യങ്ങളും കൊടുത്തിട്ട് എല്ലാം നമ്മുടെ രാജ്യത്തോട് ചേർത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്ത് അനുഗ്രഹം ചോദിക്കുകയാണ്. അപ്പോ എന്താ പറയാ, ആ പാണ്ഡ്യദേശത്താണെങ്കിലും മധുരയിലാണെങ്കിലും എല്ലാം കറക്റ്റ് ടൈമിൽ മഴ വരുന്നു, എല്ലാം സുഭിക്ഷമായിട്ട് വിളയുണ്ട്. എല്ലായിടത്തും മധുരാപുരി എടുത്ത് എല്ലാ ദേവന്മാരും വന്ന് നമസ്കരിച്ചിട്ട് പോകുന്നു. എന്താ പറയാ, ചില സ്ഥലങ്ങളിൽ മാത്രം ചില ദുർഭിക്ഷ ഒരു എന്താ പറയുക ഐശ്വര്യക്കുറവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, അധർമ്മവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു
അതുകൊണ്ടാണ് ദേവി ഇതെല്ലാം ഇല്ലാതാക്കണം എന്ന് വിചാരിച്ചത്. അപ്പൊ ഈ ദേവി ഭൂമിയിൽ രാജ്ഞിയായിട്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകണം, എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ ഉദ്ദേശത്തോടു കൂടി ദേവി നല്ലൊരു ദിവസം നോക്കി ദിഗ്വിജയത്തിന് പുറപ്പെടുകയാണ്. മീനാക്ഷി ദിഗ്വിജയം വളരെ വളരെ എന്താണ് ഈ ദിക്കിന്റെ വിജയം എന്ന് പറയുന്നത്? നമ്മുടെ ഒരു സാധകനെ സംബന്ധിച്ച് ദിക്കുകളുണ്ട്, ദിക്കുകൾ ഇല്ലാതാവാം ഇല്ലേ? നമുക്ക് ഒരു തലം വരെ ദിക്കുകൾക്ക് പ്രാധാന്യമുണ്ട്. അഷ്ടദിക്പാലകര്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. നമുക്കറിയാം കിഴക്ക് ഇന്ദ്രൻ, അഗ്നി, യമൻ, നിധിയതി, വരുണൻ, വായു, ഇങ്ങനെയുള്ള ദിക്കുകളുണ്ടല്ലേ? ഈ കുബേരൻ, ഈശാനൻ, അഷ്ടദിക്പാലകരുണ്ട്. നമ്മുടെ ശരീരത്തിലും അഷ്ടദിക്കുകളുണ്ട്. അപ്പോ ദിഗ്വിജയം എന്ന് പറഞ്ഞാല് ദിക്കുകളില്ലാത്ത അവസ്ഥ. എപ്പോഴാണ് ദിക്കുകളില്ലാത്ത അവസ്ഥ വരുന്നത്? ശരീരബോധത്തെ വെടിയുമ്പോഴാണ് ദിക്കുകളില്ലാത്ത അവസ്ഥ വരുന്നത്. ശരീരം എന്ന് പറയുന്ന ആ ഒരു തലത്തിൽ നിന്ന് ഞാന് ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. അതിന് ഒരുപാട് ദിഗ്വിജയത്തിന് തന്ത്രശാസ്ത്രത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആ ഒരു അന്ധകരണങ്ങളിൽ നിന്നും സ്ഥൂല ശരീരത്തിൽ നിന്നും മോചനം നേടിയ ഒരു ജീവന് പിന്നെന്താ ആ ഒരു എന്തുകൊണ്ടാണോ ശരീരം എന്താ പറയുക ലിമിറ്റഡ് ആയി തീർന്നത്, ആ ലിമിറ്റഡ് ആയിട്ടിരിക്കുന്ന ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന അവസ്ഥ, അതാണ് ശിവശക്തി ഐക്യം എന്ന് പറയുന്നത്. ആ ഐക്യം വരുമ്പോ എന്താ, ശരീരത്തിലിരിക്കുന്ന ജീവൻ മനസ്സിലാക്കുന്നു ഈ പറഞ്ഞ പുരത്തിനകത്ത് ബന്ധിക്കപ്പെടേണ്ട വസ്തു അല്ല ഞാൻ അപരിമേയമായിട്ടുള്ള എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ആ പ്യുവർ എന്താ പറയുക ചിത്താണ്, ചിത് ശക്തിയാണെന്ന് മനസ്സിലായിട്ട് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ശരീരബോധത്തെ ഇല്ലാതാക്കി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യവുമായിട്ട് ചേരുന്നത്. അതാണ് ജീവ ബ്രഹ്മ ഐക്യം എന്ന് പറയുന്നത്. ശ്രീവിദ്യ ഉപാസനയുടെ പരമമായ ലക്ഷ്യങ്ങളില് 5 ലക്ഷ്യമുണ്ട്. അതിൽ ഏറ്റവും ഉയർന്നതാണ് ജീവ ബ്രഹ്മ ഐക്യം. അപ്പൊ ദേവി ദിഗ്വിജയത്തിന് പോകുക എന്ന് പറഞ്ഞാൽ ദിക്കുകളെ ഇല്ലാതാക്കുക എന്നല്ല, ആ ദിക്കുകള് എന്താണോ രാജ്യത്തെ നമ്മുടെ രാജ്യം എന്താണ്? ഈ ശരീരം. നമ്മുടെ രാജാവ് ഈ ശരീരത്തിനായിരിക്കുന്ന ജീവൻ. അപ്പൊ ഈ രാജ്യം എന്ന് പറയുന്നത് എന്തിനെയൊക്കെ കൊണ്ടാണോ വിഘടിച്ചു നിൽക്കുന്നത്, എന്തിനൊക്കെയാണോ അതിർത്തികളുള്ളത്, ആ അതിർത്തികളെ ഇല്ലാതെ എല്ലാം ഒന്നിന്റെ കീഴില് പരാശക്തിയാണ് ഏകമായ സത്യത്തിൽ നിന്ന് വന്ന ആ ദ്വൈതത്തെ ഇല്ലാതാക്കി ഏകമായിട്ട് തന്നിൽ ചേർക്കുക. അതാണ് മീനാക്ഷി ദേവിയുടെ ദിഗ്വിജയം. അത് വളരെ വലിയ ഒരു ചാപ്റ്റർ ആണ് ഈ പറഞ്ഞ ത്രിപുര ഉപനിഷത്തില്. എന്താണ് മീനാക്ഷി ദിഗ്വിജയം, ദേവിയുടെ 3 സ്ഥാനങ്ങൾ, ഇതെല്ലാം തന്നെ തന്ത്രശാസ്ത്രത്തിലെ വലിയ തത്വങ്ങളെയാണ് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും അത് അവസാനം ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പൊ ദേവി എന്ത് ചെയ്തു? ദിഗ്വിജയത്തിന് പുറപ്പെടുവാൻ ഒരുങ്ങിയിരിക്കാൻ തീരുമാനം ചെയ്തിട്ട് അമ്മയെ നമസ്കരിച്ചു, അനുഗ്രഹം വാങ്ങി. ഇത് കണ്ട് കാഞ്ചനമാലയ്ക്ക് അതിഭയങ്കര ദുഃഖം ഉണ്ടായി. എന്തായാലും നീ ഒരു സ്ത്രീയാണ്, ഇങ്ങനെ ദിഗ്വിജയത്തിന് പോകുന്നത്, നീ മലയധ്വജ പാണ്ഡ്യൻ പോയിട്ടില്ല, പക്ഷെ അതുപോലെ എന്താ പറയാ സ്വന്തം നാട് മാത്രം ഭരിച്ചിട്ടാണ് അദ്ദേഹം പോയത്, നീ അങ്ങനെ പോണ്ടെന്നൊക്കെ ഒരുപാട് പറഞ്ഞു നോക്കി. പക്ഷെ മീനാക്ഷി എന്ത് ചെയ്തു? ആ സമയമായപ്പോ മീനാക്ഷി പറഞ്ഞു, ഇല്ല, പല രാജ്യങ്ങളില് അമ്മ ഞാൻ പോകുന്നത് രാജ്യങ്ങൾ പിടിച്ചടക്കാനല്ല, ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോ എന്ത് ചെയ്യും? അവര് പാണ്ഡ്യരാജ്യവുമായിട്ട് ഈ പറഞ്ഞ മധുര രാജ്യവുമായിട്ട് ചേരുമ്പോ അവർക്ക് ദാരിദ്ര്യവും കഷ്ടപ്പാടും അധർമ്മവും ഇല്ലാതാക്കും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും എല്ലാവരുടെയും അമ്മയാണ് ഞാൻ ഇന്ന്. രാജ്ഞി എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിൽ ഇരുന്നാൽ എന്റെ രാജ്യം എന്നുള്ളതല്ല. ഇന്നാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, എന്റേത് എനിക്കുള്ളത്. ഇന്നത്തെ ഭരണകർത്താക്കൾ എന്താ ചെയ്യണേ? നമ്മുടെ രാജ്യത്തെ പോലെ ഇല്ലാതാക്കണം. ഇത് ദേവിയാണെങ്കിലോ എല്ലായിടത്തും ഇരിക്കുന്നത്, പ്രപഞ്ചം മുഴുവനും എന്റെ കീഴിലാണ്, അവർക്ക് എല്ലാവർക്കും നന്മ വരണം. അതിനാണ് ഞാൻ ദിഗ്വിജയത്തിന് പോകണമെന്ന് പറയാണ്. അമ്മയുടെ എന്താ പറയാ, അമ്മ പറഞ്ഞു ആ ഒരു അമ്മയുടെ കടമയാണ് എന്നെ അനുഗ്രഹിക്കുക, അമ്മ എന്നെ അനുഗ്രഹിച്ചാലെന്ന് പറയണു. എനിക്ക് എല്ലാവരെയും രക്ഷിക്കണം, അതെന്റെ ധർമ്മമാണ്. അമ്മ ഭയപ്പെടേണ്ട, ഞാൻ തീർച്ചയായിട്ടും ജയിച്ചു വരുമെന്ന് പറഞ്ഞ് അനുഗ്രഹം വാങ്ങി ദേവി പുറപ്പെടുകയാണ്. കാഞ്ചനമാല മന്ത്രിയായ സുമതിയുടെ അടുത്ത് പറഞ്ഞു, സാധാരണ സുമതി ആൺമന്ത്രിയാണെന്ന് ഒരെണ്ണത്തിൽ പറയുന്നു, കാമകല വിലാസത്തിൽ പറയുന്നു പെൺമന്ത്രിയാണെന്ന്. എന്തായാലും ദേവിയുടെ കൂടെ സദാ നമ്മൾ കാണുന്നത് സിനിമയിലും ഒക്കെ ഒരു സ്ത്രീയാണ്. സുമതി ഒരു സ്ത്രീ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ കാമാക്ഷി വിലാസത്തിൽ പുരുഷനാണെന്ന് പറയുന്നു. എന്തായാലും നമ്മൾ സ്ത്രീയാണ് അതിൽ കണ്ടത്, അതിലൊന്നും നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോ മലയധ്വജൻ ഉള്ളപ്പോഴും എന്താ പറയാ, ഈ മന്ത്രിയുടെ അടുത്ത് പറയുകയാണ്, അമ്മ എന്റെ മകളെ രക്ഷിക്കണം, നോക്കൂ പരാശക്തി, പ്രപഞ്ചത്തിന്റെ പരാശക്തിയായിരിക്കുന്ന കാമാക്ഷിയെ മീനാക്ഷിയെ രക്ഷിക്കാൻ അമ്മ മന്ത്രിയോട് പറയണം, എന്റെ മോള് തനിച്ചാണ് പോകുന്നത്, ഞാൻ നിങ്ങളെയാണ് വിശ്വസിച്ചയക്കുന്നത്, എന്റെ മകളെ രക്ഷിക്കണം, എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാവണം. എന്താ പറയാ, അത്രയും ഇപ്പൊ ദുർഗാ പരമേശ്വരി കാളിയുടെ തന്റെ ഉള്ളിൽ നിന്ന് എന്താ പറയാ രക്തബീജനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് ദേവിയുടെ അവതാരം ദുർഗയിൽ നിന്ന് കാളി രൂപപ്പെടുമ്പോ എന്താ, ദുർഗയ്ക്ക് അമ്മയുടെ ഭാവമാണ് അല്ലേ? അപ്പൊ ഈ അമ്മയുടെ ഭാവം വരിക എന്ന് പറഞ്ഞാൽ എപ്പോഴും രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ കാഞ്ചനമാല സാധാരണ മനുഷ്യ സ്ത്രീയെ പോലെ പറയണം, മീനാക്ഷിയെ രക്ഷിക്കണം,
മീനാക്ഷിയെ നോക്കണമെന്നൊക്കെ. അങ്ങനെ മീനാക്ഷി ദിഗ്വിജയത്തിന് ഒരുങ്ങി. എല്ലാവരും യുദ്ധത്തിന് പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരുപാട് ആയുധങ്ങള് തന്റെ കൂടെ ഒരു വലിയ ഒരു യുദ്ധവീരന്മാര് അനുഗമിക്കും. അവരുടെ കൂടെ ആയുധങ്ങൾ കാണും, വാള്, പരിച എല്ലാം കാണും, അമ്പവില്ല. പക്ഷെ ഇവിടെയോ ഒരു ദേവിയും ദേവിയുടെ മന്ത്രിയായ സുമതിയും മാത്രം. കയ്യിലോ സാധാരണ സാധാരണ ദിഗ്വിജയത്തിന് പോകുന്നവരുടെ കയ്യില് ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ കാണും അല്ലെ. മീനാക്ഷി എങ്ങനെ നിൽക്കണു? വെറും ഒരു കരിമ്പ് വില്ല്, 5 പുഷ്പബാണങ്ങള്. ഇതെന്താണ് കാണിക്കുന്നത്? ദേവി സാക്ഷാൽ മഹാത്രിപുര സുന്ദരിയുടെ അവതാരമാണ് ഞാൻ. ഇനിയെങ്കിലും അവിടെ ഉള്ളവർക്ക് യഥാർത്ഥം ആ ഒരു സത്യത്തെ മനസ്സിലാക്കി കൊടുക്കണം. ഏതെങ്കിലും ഒരു സ്ത്രീ, ഏതെങ്കിലും ഒരു മഹാരാജ്ഞി കരിമ്പ് വില്ലും പുഷ്പബാണങ്ങളും കൊണ്ട് ഒരു ദിഗ്വിജയത്തിന് പുറപ്പെടുവോ? ചിന്തിച്ചു നോക്കൂ, ഇല്ല. അപ്പൊ ദേവിയുടെ കയ്യിലിരിക്കുന്നതോ വെറും ഒരു കരിമ്പ് വില്ലും പുഷ്പബാണങ്ങളും. എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. ദൈവം മനുഷ്യനാകുമ്പോൾ എന്തൊക്കെ മറച്ചാലും ആ പ്രഭാവം കാണും, അത് ഇടയ്ക്ക് വരും. അപ്പൊ രാമന്റെ അവതാര കാലത്ത് എന്താ നമുക്ക് കാണാം? ബാലിവധ സമയത്ത് സമുദ്രത്തിന്റെ ഇടയ്ക്ക് രാമൻ പറയുന്നുണ്ട്, സമുദ്രം വഴിമാറി കൊടുക്കണില്ല, ഇവിടെ സേതുബന്ധനം നടത്തുന്ന അറിയാതെ ദേഷ്യത്തിൽ പറയണ ഈ സമുദ്രത്തെ, അല്ലയോ വരുണ, സമുദ്രത്തെ ഞാൻ വറ്റിക്കുന്നു. ആർക്ക് പറയാൻ പറ്റും സമുദ്രത്തെ വറ്റിക്കുന്ന? അപ്പൊ ആ പ്രഭാവം, വിഷ്ണുവാണ് രാമൻ എന്നുള്ള പ്രഭാവം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എത്ര മറച്ചു വെച്ചാലും അവർക്ക് ഈശ്വരീയ ശക്തിയെ ഒരുപാട് മറയ്ക്കാൻ പറ്റില്ല. അപ്പോ അതുപോലെ ഈ പറഞ്ഞ മീനാക്ഷി പോകുന്നത് വെറും ഒരു കരിമ്പ് വില്ലും 5 ബാണങ്ങളും കൊണ്ടാണ്. അതാണ് ദേവാംശത്തെ മറയ്ക്കാൻ പറ്റില്ല. ഇവിടെ മീനാക്ഷി എന്ത് ചെയ്തു? ത്രിമൂർത്തികളും ഇന്ദ്രാദി ദേവന്മാരും വന്ദിക്കുന്ന സാക്ഷാൽ ലളിതയാണ്, ആ ലളിതാദേവിയാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ദിഗ്വിജയത്തിന് പുറപ്പെടുന്ന സമയത്ത് ആ കരിമ്പ് വില്ലും പുഷ്പബാണങ്ങളും എടുത്ത് ഒരു സ്ത്രീ ആയിട്ടുള്ള മീനാക്ഷി യുദ്ധത്തിന് ദിഗ്വിജയത്തിന് പുറപ്പെടുകയാണ്. ലളിത ത്രിശതിയിലെ ധ്യാനം എന്താണ്? നമുക്ക് ലളിത സഹസ്രനാമം പോലെ തന്നെ ശ്രീവിദ്യ ഉപാസകർക്ക് ഏറ്റവും ഉയർന്ന ഒരു 300 നാമങ്ങളാണ് ലളിതാ ത്രിശതി. ആ ലളിതാ ത്രിശതിയിൽ ദേവിയെ എങ്ങനെയാ വർണ്ണിക്കുന്നത്? ലളിതാ ത്രിപുര സുന്ദരിയെ എന്താ പറയാ? അതിമധുര ചാപഹസ്താം, അതിമധുര ചാപഹസ്തം, കയ്യില് കരിമ്പ് വില്ലോട് കൂടിയവളെ, അപരിമിത ആമോദ ബാണ സൗഭാഗ്യം, ഒരു കയ്യില് കരിമ്പ് വില്ലും മറ്റു കയ്യില് പുഷ്പബാണങ്ങളും ധരിച്ചിരിക്കുന്ന സാക്ഷാൽ ദേവി. അപ്പോ അതേ രൂപത്തിൽ തന്നെയാണ് ഇവിടെ മീനാക്ഷിയും നിൽക്കുന്നത്. അപ്പൊ ആ രാജരാജേശ്വരിയായിട്ട് ത്രിപുര സുന്ദരിയായ കാമാക്ഷി എല്ലാം തന്നെ മനുഷ്യജന്മമല്ല. നമ്മൾ അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് മനുഷ്യജന്മമല്ല, ദേവി ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. കാരണം അവരൊക്കെ അയോനിജയായിട്ട് ഒരു ഗർഭവാസം ചെയ്ത് വന്നവരല്ല, നേരിട്ട് ഭൂമിയിൽ വന്നവരാണ് ഇവരെല്ലാം. ലോകത്തിന് കാണിച്ചു കൊടുക്കണ്ടേ? ഭണ്ഡാസുരവധത്തിന് ലളിതാ ത്രിപുര സുന്ദരി ശ്രീചക്ര രാജരഥത്തിലെ വെറും പുഷ്പബാണങ്ങളും കരിമ്പ് വില്ലും കൊണ്ടാണ് പോയി യുദ്ധം ചെയ്യുന്നത്. അതുപോലെ മീനാക്ഷി ദിഗ്വിജയത്തിന് എങ്ങനെ പുറപ്പെടുന്നു? വെറും പുഷ്പബാണങ്ങളും. കാരണം ദേവിയുടെ പുഷ്പബാണങ്ങൾ 5 ബാണങ്ങൾ മതി. ദേവിക്ക് എന്തൊക്കെ ആക്കാൻ പറ്റും? ബ്രഹ്മാസ്ത്രമാക്കാൻ പറ്റും, നാരായണാസ്ത്രമാക്കാൻ പറ്റും, സമ്മോഹനാസ്ത്രമാക്കാൻ പറ്റും. എങ്ങനെയാണോ ലളിതാ ത്രിപുര സുന്ദരി ഭണ്ഡനെ മോഹിപ്പിച്ചത്, ആ ഒരു ഓരോ പൂക്കളെടുത്ത് എയ്യുമ്പോ അത് ഓരോ ബാണങ്ങളായിട്ട് അവസാനം ദേവി കാമേശ്വരാസ്ത്രം ഉപയോഗിച്ചിട്ടാണ് ഭണ്ഡനെ കൊല്ലുന്നത്. അതുപോലെ ഈ 5 ബാണങ്ങള് അമ്മയുടെ കൈ കൊണ്ട് പുറപ്പെടുമ്പോ അമ്മയുടെ കരിമ്പ് വില്ലിൽ തൊടുത്തു കഴിയുമ്പോ എന്തൊക്കെയായിട്ട് തീരും? ബ്രഹ്മാസ്ത്രം വേണോ? ബ്രഹ്മാവ് വന്ന് തൊഴുതു നിൽക്കും, ഇല്ലേ? നാരായണൻ വേണോ? വിഷ്ണു വന്ന് തൊഴുതു നിൽക്കും. ഏത് അസ്ത്രം എടുക്കുന്നു അതിന്റെ ദേവത. നമുക്ക് മനസ്സിലാക്കേണ്ടത് അസ്ത്രങ്ങളെല്ലാം തന്നെ മന്ത്രങ്ങളാണ്. അല്ലാതെ അസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു പുല്ലെടുത്താലും മന്ത്രമെടുത്ത് പുല്ലും വല്ലഭൻ ആയുധം എന്നാണ്. ആ ഒരു പുല്ലില് മന്ത്രം ജപിച്ചാൽ ആ മന്ത്രത്തിന്റെ ശക്തി കൊണ്ടാണ് പുല്ല് പോയി ആ ഒരു ആളിനെ കൊല്ലുന്നത്. അതുപോലെ ദേവിയുടെ കയ്യിലിരിക്കുന്ന പുഷ്പബാണങ്ങളെല്ലാം തന്നെ 7 കോടി മന്ത്രത്തിന്റെ എല്ലാ മഹാമന്ത്രങ്ങളുടെയും അധിപതിയായിട്ടിരിക്കുന്ന സാക്ഷാൽ ആ ശ്യാമളാ പരമേശ്വരി. നമുക്കറിയാം മന്ത്രത്തിന്റെ ചക്രമാണ് ഗേയചക്രം, പാടി പുകഴ്ത്തുന്ന ചക്രം. ദേവിയുടേത് കിരിചക്രം, വാരാഹി ദേവിയുടെ കിരിചക്രം എന്ന് പറഞ്ഞാൽ പന്നികൾ വലിക്കുന്നതുകൊണ്ട് പ്രകാശത്തിന്റെ ചക്രം എന്നുണ്ട്. ആജ്ഞാചക്രത്തിൽ ഇരിക്കുന്ന വാരാഹി പ്രകാശം. എപ്പോഴാണ് പ്രകാശത്തിൽ മാത്രം നിൽക്കുന്നത്? അവിടെ ഇരുട്ടില്ല. ഒരു ജീവൻ തന്റെ 6 ചക്രങ്ങളെ കടന്ന് ആജ്ഞാചക്രത്തിൽ മനസ്സും ലയിച്ചു കഴിയുമ്പോൾ അവന് പിന്നെ ഇരുട്ടില്ല, അവന്റെ ജീവിതം പ്രകാശമയമായിട്ട് തീരുകയാണ്. വാരാഹി ആജ്ഞാചക്രസ്ഥയാണ്, ദണ്ഡനാഥയാണ്,
എന്താ പറയാ സൈന്യാധിപതിയാണ്. അപ്പോ അവിടെ ഇരിക്കുന്ന ശാസ്താവാണ്. എവിടെ നോക്കിയാലും ഈ പറഞ്ഞ ഷടാധാരങ്ങളെ അതിക്രമിക്കുന്ന ശക്തി. അവിടെ പ്രകാശത്തിന്റെ ചക്രമാകുന്ന കിരിചക്രം. ഈ ശ്യാമളാദേവി നടക്കുന്നത് ഗേയചക്രം. അവിടെ സപ്തകോടി മന്ത്രങ്ങളാകുന്ന ആ ഒരു ശക്തി ഇരിക്കുന്ന ചക്രമാണ് ഗേയചക്രം. ഈ രണ്ട് ചക്രങ്ങളിലാണ് സദാ ലളിതാ ത്രിപുര സുന്ദരി ഏറ്റവും സന്തോഷത്തോടു കൂടി പോകുന്ന. ഈ രണ്ട് ചക്രങ്ങളുടെ അകമ്പടിയോട് കൂടി അല്ലാതെ ശ്രീചക്രം കാണാൻ പറ്റില്ല. എവിടെ നോക്കിയാലും ഈ 15 അക്ഷരമുള്ള ശ്രീവിദ്യാ മന്ത്രത്തിന്റെ ആ ഒരു എന്താ പറയാ അടിസ്ഥാനം എന്ന് പറയുന്നത് ശ്രീചക്രമാണ്. അമ്മ ശ്രീചക്ര ആരൂഢയാണ്. 15 അക്ഷരമില്ലാതെ ലളിത ഇല്ല. ഈ 3 കൂടങ്ങളാണ് ഈ രണ്ട് മന്ത്രങ്ങൾ. ശ്യാമയും വാരാഹിയും ഇല്ലാതെ ശ്രീവിദ്യ ഇല്ല. ലളിതാ ത്രിപുര സുന്ദരി എന്ന് പറയുന്ന ദേവി ഇരിക്കുന്ന ചക്രം ശ്രീചക്രം, അത് അനുഗമിക്കുന്ന ചക്രങ്ങള് ഗേയചക്രവും കിരിചക്രങ്ങളും. ഈ രണ്ട് ചക്രങ്ങളും മനസ്സും ബുദ്ധിയും ദേവിയുടെ, ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് ആ ഒരു പൂർണ്ണമായിട്ടുള്ള ലളിതാ സങ്കല്പം വരുന്നത്. അതുപോലെ ഈ സുമതിയുടെ തേര്, സുമതി കൂടെ വരികയാണ് അമ്മയുടെ കൂടെ, മീനാക്ഷിയുടെ കൂടെ. മീനാക്ഷിയുടെ കയ്യില് പഞ്ചബാണങ്ങളുണ്ട്. എന്താ പറയാ ആ ഒരു കരിമ്പ് വില്ലുമുണ്ട്. ദേവിയുടെ ആവശ്യത്തിനനുസരിച്ച് അത് അസ്ത്രങ്ങളായിട്ട് മാറും. അപ്പോ എന്താ പറയാ ആ ഒരു രൂപം തന്നെ ലളിതാ ത്രിപുര സുന്ദരി അത് പറയണ ആ അമ്മ ദിഗ്വിജയത്തിന് പുറപ്പെടുന്ന രൂപം കണ്ടിട്ട് എങ്ങനെയിരുന്നു? സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി ശ്രീചക്രം ബിന്ദു മധ്യത്തില് എങ്ങനെയാണോ ഭണ്ഡാസുരനെ വധിക്കാനായിട്ട് വന്നത്, അതുപോലെ ദേവി തിളങ്ങി എന്ന് പറയണം. മീനാക്ഷി ദേവി തന്റെ യുദ്ധക്കോലം ഇന്നും മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ സുന്ദരേശ്വര സന്നിധിയുടെ തൊട്ടടുത്ത് ആ യുദ്ധക്കോലത്തോടു കൂടി നിൽക്കുന്ന മീനാക്ഷിയും അവിടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ സുന്ദരേശ്വരനെ നമുക്ക് കാണാം. അതാണ് യുദ്ധക്കോലത്തിൽ നിൽക്കുക. അതായത് യുദ്ധത്തിന് പുറപ്പെട്ടു. എന്താണ് ഇവിടെ യുദ്ധം? എപ്പോഴും യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ വലിയൊരു പടയും എന്താ പറയാ ചതുരംഗ പടയും ഇതൊക്കെ കാണുന്നു. യുദ്ധം മനസ്സിലാണ് നടക്കുന്നത്. ആ ഒരു ചിതഗ്നി കുണ്ടത്തിലാണ് ദേവിയെ ആവിർഭൂതയാക്കേണ്ടത്. യുദ്ധം ദേവന്മാരും അസുരന്മാരും തമ്മില, നല്ലതും ചീത്തയും, ആ ഒരു രാവും പകലും, വെളിച്ചവും ഇരുട്ടും, ഇതെല്ലാം തമ്മിലുള്ള യുദ്ധം എന്ന് നടന്നുകൊണ്ടേയിരിക്കും. പ്രകാശം ജയിക്കും ഇരുട്ടിന്റെ മുമ്പിൽ, അല്ലെ? അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഭണ്ഡാസുരൻ, നമ്മുടെ ഈഗോ, നമ്മുടെ അഷ്ടവൈരികള്, കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളാകുന്ന ശത്രുക്കളെ ഇല്ലാതാക്കാൻ ദേവി മന്ത്രമാകുന്ന ശരീരത്തില് ആ മന്ത്രശരീരമാക്കുന്ന സാധകന്റെ ഉള്ളില് മന്ത്രത്തെ ജപിച്ചെന്ത് ചെയ്യണം? വാരാഹിയാകുന്ന സൈന്യാധിപ തന്റെ ആ 5 ഇന്ദ്രിയങ്ങളെ, പുറത്തോട്ട് തുറന്നിരിക്കുന്ന ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച്, ഒരു കുതിരയെ നിയന്ത്രിക്കുന്ന 5 കടിഞ്ഞാണുകൾ, അതിന്റെ 5 വള്ളിയും ആരുടെ കൊടുക്കണം? ബുദ്ധിയുടെ കയ്യിൽ കൊടുക്കണം, വാരാഹിയുടെ കയ്യിൽ കൊടുക്കണം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ഈ രഥത്തെ, ശരീരമാകുന്ന രഥത്തെ യഥാർത്ഥ വഴികളിൽ കൂടെ കൊണ്ടുപോയി കർമ്മങ്ങളെല്ലാം നല്ലവണ്ണം ചെയ്ത് ആ ഒരു എന്താ പറയാ മന്ത്ര ശരീരമാക്കിയെടുത്ത് അവിടെ നിന്ന് നമ്മുടെ ആ ഒരു മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ചിത്ശക്തിയാകുന്ന ലളിതയെ ഉണർത്തി ചിതഗ്നി കുണ്ടത്തിൽ ഉണർത്തണം. അതാണ് ഇവരുടെ എന്താ പറയാ ആ കൂടെ പോകുന്ന ദിഗ്വിജയം. ദിക്കുകളെ ഇല്ലാതാക്കണം. ആ ഒരു വിജയശ്രീലാളിതയായിട്ടിരിക്കുന്ന ദേവി എന്ത് ചെയ്യണം? ഈ ആധാര ചക്രങ്ങളിലൂടെ 3 ഗ്രന്ഥികളെ, ആ 3 തലങ്ങൾ കടന്ന്, ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി, 3 ഗ്രന്ഥികളെ ഭേദിച്ച് പഞ്ചകോശങ്ങളെ കടന്ന് ആ ഉള്ളിലിരിക്കുന്ന ദേവി എന്ത് ചെയ്യണം? ആ സഹസ്രാര പത്മത്തിൽ ബൈന്ദവസ്ഥാനത്ത് സുധാസിന്ധു മധ്യ കൈലാസത്തിലിരിക്കുന്ന മോക്ഷം കൊടുക്കുന്ന സാക്ഷാൽ സദാശിവനായിട്ടിരിക്കുന്ന കാമേശ്വരനുമായിട്ട് ചേർന്ന് ഈ ജീവനെ ആ യുദ്ധത്തിൽ ആര് ജയിക്കണം? ദേവി ആവിർഭവിച്ചാൽ നമ്മളെ ജയിക്കും, അല്ലെ? ഈ ജീവനെ ഞാൻ എന്തൊക്കെയാണോ വ്യക്തിയാണ് ഞാൻ അതാണെന്ന് ഭാവിക്കുന്ന ഈ ശരീരത്തിന് കൊടുക്കുന്ന പേര്, നാമം, കുലം, രൂപം എല്ലാം കൊടുക്കുന്ന ആ രൂപത്തെ ഇല്ലാതാക്കി ആ ദിഗ്വിജയം നേടി ആ ശിവശക്തി ഐക്യം രൂപമെന്ന ശരീരം ഉപേക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒരുപാട് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, പശുപാശങ്ങളിൽ നിന്ന്, എപ്പോഴും ശിവൻ പശുവായി തീരുന്നോ അവൻ പാശങ്ങളാൽ ബന്ധിതമാണ്. ആ അഷ്ടപാശങ്ങളാണ് നമ്മളെ ബന്ധിച്ചിരിക്കുന്നത്. ഞാൻ, എന്റേത്, കുടുംബം എന്ന് പറഞ്ഞിട്ട് ഈ പ്രകൃതിയിൽ, ഈ പ്രപഞ്ചത്തിൽ കെട്ടിയിരിക്കുന്ന അഷ്ടപാശങ്ങളെ മുറിച്ചിട്ട് എന്ത് ചെയ്യും? സ്വതന്ത്രമായിട്ട് ഇവിടെ ഇരുന്ന്, ഈ ശരീരത്തിലിരുന്ന് ഈ സത്യത്തെ അറിഞ്ഞ് എന്ത് ചെയ്യും? ഈ ശരീരത്തെ വെറും പാമ്പിന്റെ പുറന്തോട് കളയുന്ന പോലെ കളഞ്ഞിട്ട് എവിടെ പോകണം? നമ്മള് യഥാർത്ഥ നമ്മുടെ ലോകത്തേക്ക്. ആകാശം എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആകാശം. ആ ഒരു 3 ആകാശങ്ങള്, ആ ഒരു ഹൃദയാകാശത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ദഹരാകാശം, അതാണ് ഹൃദയാകാശം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന മഹാകാശം, മഹാകാശ സ്ഥിതനായിട്ടിരിക്കുന്ന അവ്യക്തത്തിന്റെയും അവ്യക്തവും കഴിഞ്ഞിരിക്കുന്ന
ആ ഒരു അവ്യക്തമായിട്ട് പ്യുവർ കോൺഷ്യസ് തലത്തിൽ നാമരൂപങ്ങളില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരണം. ഇതാണ് ദേവിയുടെ മീനാക്ഷിയുടെ ദിഗ്വിജയം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ശ്രീപുരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കാണുന്നത് കണ്ണുകൊണ്ടൊരു യുദ്ധമല്ല. ആ ഒരു യുദ്ധത്തിന് എന്ത് വേണം? അതിന് മല്ലന്മാര് വേണം, ഒരുപാട് പ്രകടമായിട്ടുള്ള ഇത് സൈന്യങ്ങൾ വേണം. വെറും 5 പുഷ്പങ്ങളും ഒരു കരിമ്പ് വില്ലും കൊണ്ട് ദേവി മീനാക്ഷി ഒരു ദിഗ്വിജയം നടത്തിയെന്ന് പറഞ്ഞാൽ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താ? ഭണ്ഡാസുരവധം, ലളിതാ സഹസ്രനാമവും ഇത് തന്നെയല്ലേ കാണിക്കുന്നത്. ആ ലളിതാദേവി ആവിർഭൂതയാകുന്നത് എല്ലാം സമർപ്പിച്ചു കഴിയുമ്പോൾ, എല്ലാം അഗ്നികുണ്ഡത്തിൽ സമർപ്പിച്ചു. ഞാൻ എന്റേത് എനിക്കുള്ള ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം, അവിടെ ദീപം തെളിയിക്കൂ, അവിടെ ശിവജ്യോതി പ്രകടമാവാൻ പറ്റൂ, അവിടെ ആത്മജ്യോതി പ്രകാശിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ശ്രീവിദ്യ, ബ്രഹ്മവിദ്യ, ആത്മവിദ്യ എന്നൊക്കെ പറയുന്നത്. ഏത് ബ്രഹ്മത്തിലാണോ, ഏത് എന്താ പറയാ മനസ്സിനും വാക്കുകൾക്കും എത്തപ്പെടാൻ പറ്റാത്ത, സദാ സൂര്യനും ചന്ദ്രനും പ്രകാശിക്കാത്ത മണ്ഡലം, സ്വയം പ്രകാശമായിട്ടിരിക്കുന്ന ആ മഹാജ്യോതിയില് ആത്മജ്യോതി, അത് തന്നെയാണ് അകത്തിരിക്കുന്ന ജ്യോതി തന്നെയാണ് പ്രത്യക് ജ്യോതി പരാത്പര. അതേതാണ്? സാക്ഷാൽ ശിവജ്യോതിയില് നമ്മുടെ ചെറിയ ജീവനുകളാകുന്ന ചെറിയ ജ്യോതികൾ ചെന്ന് ലയനം ചെയ്യണം. അതിനാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത്, ഈ വൈഭവങ്ങൾ അറിയുന്നത്, ദേവി ആരാണെന്ന് അറിയുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ദൈവികമായിട്ടുള്ള ശക്തിയെ ഉണർത്താനാണ്. അപ്പൊ ദേവി എന്ത് ചെയ്തു? ആ ഒരു ബാലാദിത്യ സഹസ്രകോടി സദൃശാം ഭണ്ഡാസുരധ്വംസിനി മൂലാംബോരുഹ മധ്യകോണ വിലസത് മുക്തിപ്രധാനാവൃതം ഹാലാസേശ്വര വാമഭാഗ നിലയാം ആനന്ദവല്ലീം ശിവാം ചിദ്രൂപാം മലയധ്വജാതി വസുതാം ശ്രീ മാതരം ഭാവേത്. മീനാക്ഷി പഞ്ചരത്ന സ്തോത്രത്തിലുള്ള ഇതാണ് പറയുന്നത്. ആ മീനാക്ഷിയെ നമുക്ക് ശരണാഗതി ചെയ്യാം. നാളെ ദിഗ്വിജയത്തില് സുന്ദരേശ്വരനെ കാണുന്ന പറ്റുമെങ്കിൽ ദേവിയുടെ വിവാഹവും നമുക്ക് നാളെ തീർക്കാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.